ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. സോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹയർ എഡ്യൂക്കേഷൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. സോ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഏരിയ ഈസ് കമ്പാരിറ്റീവ്ലി ടഫ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് UGC നെറ്റ് എക്സാമിനേഷനിൽ പറയാവുന്നത് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. ഇഫ് യു ക്യാൻ ഫൈൻഡ്, അതായത് പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എളുപ്പമായിട്ട് ചെയ്യാം. അതേപോലെ ഏറ്റവും ഈസി ആയിട്ട് പറയാവുന്നത് റീഡിംഗ് കോമ്പിനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അതേപോലെ സബ്ജക്റ്റ് ഏരിയാസിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ICT, ഓക്കെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പോലുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഏരിയാസ് ആണ്. വേറെ ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കറണ്ട് ആയിട്ടുള്ള ചേഞ്ചസ്, പുതുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ലൈക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. സോ ഓരോ ഏരിയ വൈസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ് മി സ്റ്റാർട്ട്. ഫസ്റ്റ് can see a question here. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് റെക്കമെൻഡേഷൻസ് were put forward by the University Education Commission appointed after independence by the Indian government concerning medical education in India. So വളരെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ഈസി. നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിന്റെ ഡിഫറെന്റ് പ്രൊവിഷൻസിലും നമുക്കൊരു ബേസിക് അവയർനെസ് ഉണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയ ആക്ച്വലി ആ റെക്കമെൻഡേഷൻസ് പ്രകാരം മെഡിക്കൽ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം എടുത്താൽ അതിനകത്ത് നിന്ന് എന്തൊക്കെ സജഷൻസ് ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു റെക്കമെൻഡ് ചെയ്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, എനിവേ റെക്കമെൻഡേഷൻസ് നിങ്ങൾ നോക്കുക. മെഡിക്കൽ കോളേജ്, മൈക്ക് ഓഫ് ചെയ്യണം എല്ലാവരും. ഓക്കെ, സോ റെക്കമെൻഡേഷൻസ് പറയുന്നത് മെഡിക്കൽ കോളേജ് ഷുഡ് അഡ്മിറ്റ് എ മാക്സിമം നമ്പർ ഓഫ് 100 സ്റ്റുഡൻസ്. Then degree of medicine with a special reference to Indian system should be taught in the first degree course in medicine. Then there more important should be given attached to public health, engineering and nursing. There should be a provision of 10 beds per student admitted in the medical college. So ഇത്രയുമൊക്കെ റെക്കമെൻഡേഷൻസ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോവില്ല. പക്ഷെ ഇവിടുത്തെ ആഫ്റ്റർ എന്ന് പറയുന്ന ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. അതായത് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ട്രൂ ആണ്. ഇവന്തോ നമ്മളിങ്ങനെ ഈ ഒരു ഏരിയ അത്രയും കവർ ചെയ്യില്ല, അതൊരു പ്രശ്നമാണ്. റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഹയർ എഡ്യൂക്കേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കപ്പോൾ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ ലെറ്റ് മി സ്റ്റാർട്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡിഫറെന്റ് കമ്മീഷൻസിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49, അതായത് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയും. ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓക്കെ, സോ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എസ് രാധാകൃഷ്ണനാണ് അതിന്റെ ചെയർപേഴ്സൺ. ദെൻ റിപ്പോർട്ടിന്റെ ടൈറ്റിൽ പറഞ്ഞിരുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ്. അത് 1948-49 സബ്മിറ്റ് ചെയ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമതായി ദിസ് റിപ്പോർട്ട് എംഫസൈസ് ദി എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എക്സ്പാൻഷൻ നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതും, അതേപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്, പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും, ദെൻ റിസർച്ച് പ്രൊമോഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ്. സോ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിരുന്ന മേജർ ഏരിയാസ് ഇവയൊക്കെയാണ്. ഒന്ന്, യൂണിവേഴ്സിറ്റി എക്സ്പാൻഷൻ റിക്വയർഡ് ആണ്. അതേപോലെ പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യകത പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം റിസർച്ച് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതോടൊപ്പം ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഓൾസോ റെക്കമെൻഡഡ് ദാറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, UGC ക്രിയേറ്റ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട UGC ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഓക്കെ, സോ രാധാകൃഷ്ണൻ കമ്മീഷനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഈ ഒരു ഏരിയയിൽ ആവശ്യമാണ്. നൗ, സോ നമ്മൾ പറഞ്ഞു മേജർ പ്രൊവിഷൻസിൽ ഒന്ന് എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന കോണ്ടെക്സ്റ്റ് ഇതാണ്.
The commission emphasized the expansion of university to meet the growing demand of higher education. അതായത് ഇന്ത്യയിൽ എല്ലായിടത്തും എഡ്യൂക്കേഷൻ എത്തണം, ഹയർ എഡ്യൂക്കേഷൻ എത്തണം. ഹയർ എഡ്യൂക്കേഷൻ എല്ലാ റീജിയനിലേക്കും എത്താൻ വേണ്ടി യൂണിവേഴ്സിറ്റീസിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിന്റെ ആ ഒരു ബ്രോഡ് ആസ്പെക്ട്സ് യൂണിവേഴ്സിറ്റി അത് എക്സ്പാൻഡ് ചെയ്താൽ മാത്രമേ സാധിക്കൂ. ആ ഒരു പെർസ്പെക്റ്റീവ് ആണ് ആദ്യം തന്നെ അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് റെക്കമെൻഡഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദെയർ ഇൻഫ്രാസ്ട്രക്ചർ. നിലവിലുള്ള യൂണിവേഴ്സിറ്റീസിനെ എക്സ്പാൻഡ് ചെയ്യുക, അതുകൂടാതെ പുതിയ യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തില് ഇന്ത്യയിൽ എല്ലായിടത്തും ഹയർ എഡ്യൂക്കേഷൻ എത്തണം, അതിനുവേണ്ടിയുള്ള എക്സ്പാൻഷൻ ആക്ടിവിറ്റീസ് യൂണിവേഴ്സിറ്റി നടക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമതായി ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്. അഡ്വക്കേറ്റഡ് ഡൈവേഴ്സിഫൈയിങ് ദി കോഴ്സസ് ഓഫേർഡ് ബൈ യൂണിവേഴ്സിറ്റീസ് to include broader range of subjects, including vocational and professional courses. So, പുതിയ സബ്ജക്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതുവഴി വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷനും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ പ്രൊമോഷൻ ഓഫ് റിസർച്ച്. ദി കമ്മീഷൻ underscored the significance of promoting research in universities. It recommended the allocation of resources for research and innovation. Research innovation പ്രൊമോഷന് വേണ്ടി റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ റിസർച്ച് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് റെക്കമെൻഡഡ് മെയിൻറ്റെയിനിങ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എൻഷുറിംഗ് ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ദി ഐഡിയ ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വാസ് ഡിസ്കസ്ഡ് ടു ഓവർസീ ആൻഡ് ഫണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് യു ജി സി റെക്കമെൻഡ് ചെയ്യുന്നു. യു ജി സിയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഓവർസീ ചെയ്യുക, അവർക്ക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക, ഫണ്ടിങ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇവയെല്ലാം യു ജി സിയുടെ മേജർ പർപ്പസ് ആയിരുന്നു. അപ്പൊ സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു അപെക്സ് അതോറിറ്റി എന്നുള്ള രീതിയിലാണ് യു ജി സി റെക്കമെൻഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ ദെൻ ഓട്ടോണമി ഓഫ് യൂണിവേഴ്സിറ്റീസ്. ദി കമ്മീഷൻ റെക്കഗ്നൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാൻഡിങ് ഓട്ടോണമി ടു യൂണിവേഴ്സിറ്റീസ് ടു എനേബിൾ ദം ടു മേക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് റിഗാർഡിംഗ് അക്കാഡമിക് മാറ്റേഴ്സ്, കരിക്കുല ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റംസ്. ഓരോ യൂണിവേഴ്സിറ്റീസിനും ഓട്ടോണമി ആവശ്യമാണ് എന്നുള്ളതും ഈ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് കാണാം. അതായത് അവരുടെ കരിക്കുലം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ അക്കാഡമിക് മാറ്റേഴ്സ്, ദെൻ ഇവാലുവേഷൻ സിസ്റ്റം, ഇതൊക്കെ ഓട്ടോണമസ് ആയിട്ട് തീരുമാനിക്കാനുള്ള റൈറ്റ് ഓരോ യൂണിവേഴ്സിറ്റീസിനും ഉണ്ടായിരിക്കണമെന്നും ഈ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം ടീച്ചർ ട്രെയിനിങ്. ഇറ്റ് ഹൈലൈറ്റഡ് ദി നീഡ് ഫോർ ഇംപ്രൂവിംഗ് ദി ക്വാളിറ്റി ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് ടു എൻഷുർ വെൽ ക്വാളിഫൈഡ് ആൻഡ് കേപ്പബിൾ എഡ്യൂക്കേറ്റേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. സോ ടീച്ചേഴ്സിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ നമ്മുടെ 3 ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും വെൽ എക്വിപ്ഡ് ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കുകയും അത് അവരുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഓക്കെ, ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ദി എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ബോത്ത് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ വാസ് എ കീ കൺസേൺ. സോ ദി കമ്മീഷൻ സജസ്റ്റഡ് ദി അഡോപ്ഷൻ ഓഫ് മോഡേൺ മാനേജ്മെന്റ് പ്രാക്ടീസസ് ടു മാക്സിമൈസ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. സോ എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസ് യൂണിവേഴ്സിറ്റീസിലൊക്കെ വരണം. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസ് യൂണിവേഴ്സിറ്റീസിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആകട്ടെ മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതിനും അത്തരത്തിലുള്ള യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് പ്രോപ്പർ ആകണം, അതിനുവേണ്ടിയുള്ള മാനേജർ പ്രാക്ടീസുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും ഈ ഒരു റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ദെൻ ആർട്ട് ആൻഡ് കൾച്ചർ. The commission recommended the inclusion of art, culture and moral education in university curricula. So അത് കൂടാതെ ഈ പറഞ്ഞ ആസ്പെക്ട്സ് ഒക്കെ കൂടാതെ ആർട്ട്, കൾച്ചർ, അതേപോലെ മോഡേൺ എഡ്യൂക്കേഷൻ, മോറൽ എഡ്യൂക്കേഷൻ പോലുള്ള ഏരിയാസ് നമ്മുടെ യൂണിവേഴ്സിറ്റി കരിക്കുലയുടെ ഭാഗമായിട്ട് വരണമെന്നും ആൻഡ് എ വെൽ റൗണ്ടഡ് എഡ്യൂക്കേഷൻ ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഇന്ത്യൻ കൾച്ചറൽ വാല്യൂസ്. സോ ഇത്തരത്തിലുള്ള എല്ലാ ഏരിയാസും നമ്മുടെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വന്നാൽ മാത്രമേ ആ എഡ്യൂക്കേഷൻ ഇന്ത്യൻ കൾച്ചറൽ വാല്യൂസ് നിലനിർത്തുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിട്ട് മാറുകയുള്ളൂ എന്നും രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഏരിയാസ് എല്ലാം നമ്മൾ കണ്ടു. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മേജർ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. സോ രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഒരു ഏരിയ നമ്മൾ പറയുന്ന ഈ ഒരു ഏരിയയുമായി കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും അപ്പുറത്താണ്. സോ നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നതിന് ഉപരിയായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുന്നുണ്ട്. അത് നോർമലി ദാറ്റ് ഈസ് എ ചാൻസ്. നോർമലി അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ദർ ഇസ് എ ട്രിക്ക്. ചിലപ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ശരിയാകാനുള്ള ചാൻസ് കൂടുതലാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനൊക്കെ പുറത്താണെങ്കിൽ. ഇവിടെ അങ്ങനെ തന്നെയാണ്. തന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു ആസ്പെക്ട് മാത്രം എടുത്തിട്ട്, അതായത് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു,
മെഡിക്കൽ എഡ്യൂക്കേഷനിൽ റെക്കമെൻഡേഷൻസ് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഈ റെക്കമെൻഡേഷൻ തന്നെയാണ്. അതായത് മെഡിക്കൽ കോളേജസ് ഷുഡ് അഡ്മിറ്റ് എ മാക്സിമം നമ്പർ ഓഫ് 100 സ്റ്റുഡൻസ്. ഒരു മെഡിക്കൽ കോളേജിൽ 100 കുട്ടികൾ മാത്രമേ ഒരു ടൈമിൽ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. അതേപോലെ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യൻ സിസ്റ്റം ഷുഡ് ബി ടോട്ട് ഇൻ ദി ഫസ്റ്റ് ഡിഗ്രി കോഴ്സ് ഇൻ മെഡിസിൻ. ഹിസ്റ്ററി ഓഫ് മെഡിസിൻ പഠിപ്പിച്ചിട്ടുണ്ടാവണം. അത് ഫസ്റ്റ് ഇയറിൽ തന്നെ ഫസ്റ്റ് ഡിഗ്രി കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഇന്ത്യൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ള റെക്കമെൻഡേഷൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം മോർ ഇമ്പോർട്ടൻസ് ഷുഡ് ബി അറ്റാച്ച്ഡ് ടു പബ്ലിക് ഹെൽത്ത്, എഞ്ചിനീയറിംഗ് ആൻഡ് നഴ്സിംഗ്. ഈ 3 റെക്കമെൻഡേഷൻസും ഡയറക്ട്ലി ഡിസ്കസ്ഡ് ആണ്. ഡയറക്ട്ലി ആ റിപ്പോർട്ടിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവൻ ദോ നമ്മുടെ ഓപ്ഷൻസ് പ്രകാരം നാലാമത്തെ ഓപ്ഷൻ മിസ്സാകുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ട് അതും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ബിക്കോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴും ഈ ആദ്യത്തെ 3 ഓപ്ഷൻസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് there should be provision of 10 beds per student admitted in a medical college. ഒരു സ്റ്റുഡന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ബെഡ്സിന് ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് 10 പേഷ്യന്റ് ബെഡ്സിന് ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റെക്കമെൻഡേഷനും ഇതിന്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ഫൈൻഡ്. ആക്ച്വലി ഐ വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് എനി ഓഫ് ദി പ്രീവിയസ് ഡോക്യുമെന്റ്സ്. അതുകൊണ്ട് മേ ബി അങ്ങനെ റെക്കമെൻഡേഷൻ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വളരെ ടഫാണെന്ന് ആദ്യമേ റിയലൈസ് ചെയ്തേക്കുക. ആൻഡ് നോർമലി ദി ആൻസർ വിൽ ബി ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, ദാറ്റ്സ് ആൻ ഐഡിയ. എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. പക്ഷെ ഇത്തരം ടഫ് ക്വസ്റ്റ്യൻസിൽ നമ്മുടെ കയ്യിലുള്ള വേ എന്ന് പറയുന്നത് അതായിരിക്കും. ഗോട്ട് ഇറ്റ്? പറഞ്ഞ കാര്യം ഓക്കെ, ആ പറഞ്ഞ കാര്യം ഓർത്തേക്കുക. ആദ്യം തന്നെ വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കരുത്. അത് ഏറ്റവും എക്സ്ട്രീം കേസാണ്. ദ സെയിം ടൈം ഇപ്പോൾ രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏത് കമ്മീഷനാണ്? അത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ടൈം പീരീഡ് ചോദിക്കാറുണ്ട്. ലൈക്ക് 1948 കമ്മീഷൻ റിപ്പോർട്ടാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ആൻഡ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു കമ്മീഷനാണ് ഓർത്തേക്കുക. അവരുടെ റെക്കമെൻഡേഷൻസ് പ്രധാനമായിട്ടും എംഫസൈസ് ചെയ്തിരുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലാണ്. ആൻഡ് മേജർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്, പ്രൊമോഷൻ ഓഫ് റിസർച്ച്, then quality and standards, autonomy of universities, teacher training provisions, and utilization of resources, and finally art and culture. Okay, ഇത്രയും കാര്യങ്ങളിൽ ഒരു ബേസിക് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ആൻഡ് ദീസ് ആർ ഓൾ അബൌട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. നൗ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള മേജർ കമ്മീഷൻസ് പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ആയിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറഞ്ഞത്. രണ്ടാമതായിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സോ ഫസ്റ്റ് നമ്മൾ കണ്ടത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കമ്മീഷനായിരുന്നു. 1948-49 ആയിരുന്നു അതിന്റെ ടൈം പീരീഡ്. ദെൻ രണ്ടാമത് വന്നതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1950-53. ഓൾസോ കോൾഡ് മുതലിയാർ കമ്മീഷൻ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് AL മുതലിയാർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് കമ്മീഷൻ അറിയപ്പെടുന്നത്, മുതലിയാർ കമ്മീഷൻ. സോ ടൈറ്റിൽ ഓഫ് ദി റിപ്പോർട്ട്, ദി സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ട്. സെക്കൻഡറി എഡ്യൂക്കേഷനാണ് അതിന്റെ കോൺസെൻട്രേറ്റഡ് ഏരിയ എന്ന് അതുവഴി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ. സോ ദിസ് റിപ്പോർട്ട് ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് സ്കൂൾ കരിക്കുലം ആൻഡ് എക്സാമിനേഷൻസ്, യൂണിവേഴ്സലൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ എല്ലായിടത്തും ഒരേ രീതിയിലാക്കുന്ന ഒരു കൺസെപ്റ്റ്. അതോടൊപ്പം ആൻഡ് ദി നീഡ് ഫോർ റിഗറസ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ്. ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ആവശ്യകതയൊക്കെ ഈ ഒരു റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രധാന ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, പ്രധാന റെക്കമെൻഡേഷൻസ് പറയുകയാണെങ്കിൽ, ഒന്ന് ഇംപ്രൂവ്മെന്റ് ഓഫ് സ്കൂൾ കരിക്കുലം. സോ ദി കമ്മീഷൻ ഫോക്കസ്ഡ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് suggested improvements in school curriculum and examination to make education more relevant and practical. So നിലവിലുള്ള കരിക്കുലത്തിൽ കുറച്ചുകൂടി എന്താ പറയുക, ഇംപ്രൂവ്മെന്റ്സ് ആവശ്യമാണ്. അത്തരത്തിൽ ഇംപ്രൂവ്മെന്റ്സ് വഴി കരിക്കുലം കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആക്കുക. മീൻസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിയുന്ന കുട്ടികൾക്ക് ഒരു പ്രാക്ടിക്കൽ അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞത്. സ്കൂൾ കരിക്കുലം കുറച്ചുകൂടി ബെറ്റർ ആക്കുക. രണ്ടാമതായിട്ട് യൂണിവേഴ്സലൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. So it recommended the universalization of secondary education, ensuring that every child had access to quality secondary education. എല്ലാ കുട്ടികൾക്കും സെക്കൻഡറി എഡ്യൂക്കേഷനുള്ള ആക്സസ് ഉണ്ടാവണം. പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രം പോരാ, സെക്കൻഡറി എഡ്യൂക്കേഷനിൽ കൂടി യൂണിവേഴ്സലൈസേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം.
ഇന്ത്യ മൊത്തമുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു എഡ്യൂക്കേഷണൽ ആക്സസ് കിട്ടണം. അതാണ് രണ്ടാമത്തെ റെക്കമെൻഡേഷൻ. മൂന്നാമതായിട്ട് ടീച്ചർ ട്രെയിനിങ്, റെഗുലർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ടീച്ചേഴ്സിനെ എഫിഷ്യൻ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ ക്വാളിറ്റി ടീച്ചിങ് സെക്കൻഡറി സ്കൂൾസിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ റെക്കമെൻഡേഷൻ. നാലാമതായിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് റെക്കമെൻഡഡ് ദാറ്റ് ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ദി വെർനാക്കുലർ ലാംഗ്വേജ് വിത്ത് ദി പോസിബിലിറ്റി ഓഫ് ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട്. അതായത് വെരിയാർ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അവരുടെ വെർനാക്കുലർ ലാംഗ്വേജ് ആയിരിക്കണം. മലയാളമാണെങ്കിൽ മലയാളമായിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. ദെൻ ഇംഗ്ലീഷ് ഒരു സെക്കൻഡറി സബ്ജക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അല്ലാതെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ തന്നെയാണ് സബ്ജക്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ അവരുടെ ഓൺ ലാംഗ്വേജിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെർനാക്കുലർ ലാംഗ്വേജ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, വെർനാക്കുലർ ലാംഗ്വേജ് ആയിരിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ സോ ദീസ് ആർ ദി മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദാറ്റ് ഈസ് മുദലിയാർ കമ്മീഷൻ. കേട്ടോ, ഓർക്കുക. പ്രധാന റെക്കമെൻഡേഷൻസ്: ഇംപ്രൂവ്മെന്റ് ഓഫ് സ്കൂൾ കരിക്കുലം, ദെൻ യൂണിവേഴ്സലൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ടീച്ചർ ട്രെയിനിങ്, ദെൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വെർനാക്കുലർ ലാംഗ്വേജ് മതി എന്നാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷമുള്ള ഏറ്റവും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ 1964-66. ഓക്കെ, ഇറ്റ്സ് ഓൾസോ കോൾഡ് നാഷണൽ കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ. നാഷണൽ കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ. സോ ഡോക്ടർ DS കോത്താരിയാണ് അതിന്റെ ചെയർപേഴ്സൺ. അതുകൊണ്ടാണ് അത് കോത്താരി കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ടൈറ്റിൽ നാഷണൽ കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് എന്നാണ് അതിന്റെ ടൈറ്റിൽ വരുന്നത്. കോത്താരി കമ്മീഷൻ എന്ന് പറയും. 1964 തൊട്ട് 66 വരെയായിരുന്നു അതിന്റെ ടൈം പീരീഡ്. Then significant information. ഓർക്കുക, the Kothari Commission recommended universalization of education, a common school system, the three language formula. Major recommendations are then promotion of vocational education and the enhancement of teacher training and quality education. So these are the major areas of recommendation. And you must remember, ഈ പറയുന്ന കൊത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് 3 ലെവൽ ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. അതായത് പ്രൈമറി ലെവലുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ഉണ്ട്, സെക്കൻഡറി ലെവൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് ലെവലിലുമായി ബന്ധപ്പെട്ട സജഷൻസ് കൊടുത്ത കമ്മീഷനാണ് കൊത്താരി കമ്മീഷൻ. സോ ഇന്ത്യയിലെ എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ റിഫോർമേഷനും അതിനെപ്പറ്റി പഠിച്ച റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു കൊത്താരി കമ്മീഷന്റെ പർപ്പസ്. അത് പ്രകാരം അദ്ദേഹം കൊടുത്ത റെക്കമെൻഡേഷൻസ് ഇവയാണ്. ഒന്നാമതായിട്ട് എഡ്യൂക്കേഷൻ യൂണിവേഴ്സലൈസ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തണം. രണ്ടാമതായിട്ട് സ്കൂൾ സിസ്റ്റം ഇന്ത്യ മൊത്തം കോമൺ ആയിരിക്കണം, ഒരേ രീതിയിലുള്ള സ്കൂൾ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. മൂന്നാമതായിട്ട് ദെയർ മസ്റ്റ് ബി എ 3 ലാംഗ്വേജ് ഫോർമുല. അതായത് വെർനാക്കുലർ ലാംഗ്വേജ് മസ്റ്റ് ബി ദെയർ, ഹിന്ദി ഒരു അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് പഠിക്കുക, ആൻഡ് ഇംഗ്ലീഷ് പഠിക്കുക. അങ്ങനെ 3 ലാംഗ്വേജ് ഫോർമുല വേണമെന്നാണ് പറഞ്ഞത്, റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ നാലാമതായിട്ട് പ്രൊമോഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് അഞ്ചാമതായിട്ട് എൻഹാൻസ്മെന്റ് ഓഫ് ടീച്ചർ ട്രെയിനിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഇവയൊക്കെയാണ് ഇതിന്റെ റെക്കമെൻഡേഷൻസ് ആയിട്ട് വരിക. ഇറ്റ് ഹാഡ് എ കോംപ്രിഹെൻസീവ് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ റിഫോംസ്. കോംപ്രിഹെൻസീവ് ഇൻ ദി സെൻസ് എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനെയും ഈ ഒരു റിഫോമിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കോംപ്രിഹെൻസീവ് അപ്രോച്ച് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, സോ ആസ് വി സെഡ്, ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ പോളിസി. എന്തുകൊണ്ടാണ് കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്? ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡഡ് ആണ്, ഫ്രം പ്രൈമറി ടു ഹയർ എഡ്യൂക്കേഷൻ. പ്രൈമറി ലെവൽ തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവരുടെ റെക്കമെൻഡേഷൻസ് തന്നിരിക്കുന്നത്. ദെൻ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് എയിംഡ് ടു അച്ചീവ് യൂണിവേഴ്സൽ എലമെന്ററി എഡ്യൂക്കേഷൻ ആൻഡ് റെക്കമെൻഡഡ് എ സിഗ്നിഫിക്കന്റ് എക്സ്പാൻഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. എലമെന്ററി എഡ്യൂക്കേഷൻ എല്ലാവരിലേക്ക് എത്തുക. ദെൻ ഈ നിലവിലുള്ള പ്രൈമറി എഡ്യൂക്കേഷനും അതേപോലെ സെക്കൻഡറി എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും ഒക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തണം, എക്സ്പാൻഡ് ചെയ്യണം. അതാണ് അവരുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ കോമൺ സ്കൂൾ സിസ്റ്റം. സജസ്റ്റഡ് എ കോമൺ സ്കൂൾ സിസ്റ്റം ദാറ്റ് വുഡ് പ്രൊവൈഡ് ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ ചിൽഡ്രൻ റിഗാർഡ്ലെസ് ഓഫ് ദെയർ സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ആക്സസ് ഉണ്ടാവണം. അവർ പഠിക്കുന്നതെല്ലാം ഒരേ രീതിയിലായിരിക്കണം. ഓക്കെ, ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാ കുട്ടികളിലേക്ക് എത്തണം എന്നുള്ളതാണ് കോമൺ സ്കൂൾ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then 3 language formula to promote multilingualism and ensure proficiency in one's mother tongue, the regional language, and Hindi or English. So basically,
അവരുടെ മദർ ടങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹിന്ദിയും ഇംഗ്ലീഷും അങ്ങനെ ഒരു രീതിയിൽ ഒരു 3 ലാംഗ്വേജ് ഫോമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ദി കമ്മീഷൻ എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ടു മീറ്റ് കൺട്രീസ് ഗ്രോവിംഗ് ഇക്കണോമിക് നീഡ്സ്. സോ വൊക്കേഷണൽ എഡ്യൂക്കേഷനും കൂടെ കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ രാജ്യം അത്ര ഈ ഒരു ടൈം പീരീഡ് എടുക്കുവാണെങ്കിൽ 1960s ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ അത്ര ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കാറ്റഗറിയിൽ പോലും പറയാൻ പറ്റാത്ത ഒരു രാജ്യമായിരുന്നു. ഇവോൾവ് ബ്രിട്ടീഷ് വിട്ടുപോയത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഒരുപാടുണ്ടായിരുന്ന ഒരു രാജ്യം എന്ന് തന്നെ പറയാം. അത് ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല. സോ ആ സിറ്റുവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വരുന്നതോടൊപ്പം തന്നെ ആ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ദേ മസ്റ്റ് പോസസ് സംതിങ്, ഒരു വൊക്കേഷണൽ സ്കില്ല് കൂടി അവർക്ക് ഉണ്ടാകണം. ഏതെങ്കിലും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായാൽ മാത്രമേ കുട്ടികൾ ഇത്തരം എഡ്യൂക്കേഷന്റെ ഭാഗമാകൂ എന്നുള്ളൊരു തിരിച്ചറിവാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള റീസൺ. ഓക്കെ, ദെൻ അതോ ഓട്ടോണമി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ് റെക്കമെൻഡഡ് ഗ്രാൻഡിംഗ് ഓട്ടോണമി ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് യൂണിവേഴ്സിറ്റീസ് ടു പ്രൊമോട്ട് അക്കാഡമിക് ഫ്രീഡം ആൻഡ് ഇന്നോവേഷൻ. കൂടാതെ മറ്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് പോലെ തന്നെ ഇവിടെയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓട്ടോണമി കൊടുക്കണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. Then research and innovations promote ചെയ്യുക. Kothari Commission highlighted the need for promoting research and innovation in education and recommended the establishment of research centers and institutions. So research promote ചെയ്യുക, innovations promote ചെയ്യുക. അതിനുവേണ്ടി റിസർച്ച് സെന്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. 1 minute. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക. അനദർ റെക്കമെൻഡേഷൻ ആണ്. ദെൻ ടീച്ചർ ട്രെയിനിങ് ആൻഡ് ക്വാളിറ്റി. സോ ഇറ്റ് റെക്കമെൻഡഡ് ഇംപ്രൂവിംഗ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് എൻഹാൻസിംഗ് ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ബൈ എൻഷുറിംഗ് വെൽ ക്വാളിഫൈഡ് ആൻഡ് മോട്ടിവേറ്റഡ് ടീച്ചർ. സോ ടീച്ചേഴ്സിന്റെ ഒരു പാനൽ, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ പാനൽ ഉണ്ടെങ്കിൽ മാത്രമേ എഡ്യൂക്കേഷൻ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവും ഇതിന്റെ ഭാഗമായിട്ട് പറയാം. Then, so these are the major recommendations. You can see Kothari കമ്മീഷന്റെ മേജർ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ പോളിസി ആണെന്ന് ഓർക്കുക. ദെൻ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, കോമൺ സ്കൂൾ സിസ്റ്റം, 3 ലാംഗ്വേജ് ഫോർമുല, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഓട്ടോണമി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക, ആൻഡ് ഫൈനലി ടീച്ചർ ട്രെയിനിങ് ആൻഡ് ക്വാളിറ്റി. സോ ദീസ് വെർ ദി മേജർ റെക്കമെൻഡേഷൻസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് 3 എഡ്യൂക്കേഷണൽ റിഫോംസിനെ പറ്റിയാണ്. ഏതൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണ് കൺസെപ്റ്റ് എന്നുള്ളതും ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? റൈറ്റ്, ഓക്കെ, ലെറ്റ് മീ മൂവ് ഓൺ. അടുത്തത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ദാറ്റ് ഇസ് NPE 1968. സോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിൽ അധിഷ്ഠിതമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട എഡ്യൂക്കേഷണൽ റിഫോമാണ്. കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു. സോ ഈ കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ എഡ്യൂക്കേഷണൽ പോളിസിയാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968. ഓക്കെ, സോ NPE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 aim to promote education and extend its benefits to all segments of society. എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ, എഡ്യൂക്കേഷൻ എല്ലാ സെഗ്മെന്റ്സിലേക്കും, സൊസൈറ്റിയിലുള്ള എല്ലാ ഏരിയകളിലേക്കും അല്ലെങ്കിൽ എല്ലാ ആളുകളിലേക്കും എത്തണം. അത്തരത്തിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ. നമ്മൾ ഈ പറയുന്ന എല്ലാം സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ബിക്കോസ് നമ്മൾ എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ റെക്കമെൻഡേഷൻസും ഒരേ രീതിയിലാണ്. So universalization of education, elementary education, a 3 language formula, quality enhancement, then equalization of educational opportunities. So these are the major core areas of this education policy. അതായത് നമ്മൾ കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നത്. കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻസിൽ നമ്മൾ പറഞ്ഞതാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ, 3 ലാംഗ്വേജ് ഫോർമുല, then quality enhancement of teacher, and finally a
ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ, ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ദി പോളിസി എയിം ടു റെഡ്യൂസ് ഡിസ്പാരിറ്റീസ് ഇൻ എഡ്യൂക്കേഷണൽ ആക്സസ് ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഓൾ ലെവൽസ്. എഡ്യൂക്കേഷണൽ ആക്സസ് എല്ലാവരിലേക്ക് എത്തണം. അവിടെ ഒരു ഡിസ്പാരിറ്റി ഉണ്ടാകാൻ പാടില്ല. മീൻസ് എഡ്യൂക്കേഷൻ കിട്ടാതിരിക്കുന്ന ഒരു റീജിയൻ ഓഫ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസോ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തണം. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഈ ഒരു പോളിസി പാസ്സാക്കിയിട്ടുള്ളത്. സോ ഫസ്റ്റ്, എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ടീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ആദ്യത്തെ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ദി ന്യൂ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 aim to promote education and extend its benefit to all segments of society. നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ആൻഡ് ഇറ്റ് സ്ട്രെസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂണിവേഴ്സൽ എലമെന്ററി എഡ്യൂക്കേഷൻ ആൻഡ് സോട്ട് ടു റെഡ്യൂസ് ഡിസ്പാരിറ്റീസ് ഇൻ എഡ്യൂക്കേഷണൽ ആക്സസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദെൻ 3 ലാംഗ്വേജ് ഫോർമുല കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഒരു മദർ ടങ്, റീജിയണൽ ലാംഗ്വേജ്, ഇത് പിന്നീട് ഹിന്ദി ഓർ ഇംഗ്ലീഷ്, ആ ഒരു കൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ദെൻ ക്വാളിറ്റി എൻഹാൻസ്മെന്റ്. So NPE 1968 highlighted the importance of improving quality in education at all levels. അതായത് ഈ ഒരു റെക്കമെൻഡേഷൻസ് വരുന്നത് കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെയാണ്. അത് പ്രകാരം എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അത് ഹയർ എഡ്യൂക്കേഷൻ മാത്രമല്ല. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ടീച്ചർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളായാലും അത്തരത്തിൽ ക്വാളിറ്റി എൻഹാൻസ്മെന്റ് വേണ്ട എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത റെക്കമെൻഡേഷൻ. ദെൻ ഈക്വലൈസേഷൻ ഓഫ് educational opportunities. The policy aimed to equalize educational opportunities and remove disparities between different regions and social groups. അതായത് എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തണം. ചില ആളുകളിൽ മാത്രം എഡ്യൂക്കേഷൻ ഒതുങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്, എല്ലാവരിലേക്കും എത്തണം. അടുത്ത റെക്കമെൻഡേഷൻ ആണ് ദെൻ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാം. സോ ഇറ്റ് റെക്കഗ്നൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അഡൾട്ട് എഡ്യൂക്കേഷൻ ആൻഡ് റെക്കമെൻഡഡ് പ്രോഗ്രാംസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു അഡൾട്ട്സ്. അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ introduce ചെയ്തു. So these are the major recommendations അല്ലെങ്കിൽ the results of new policy on education. Okay. So 4 എഡ്യൂക്കേഷൻ റിഫോംസ് കണ്ടു. ഒരു 5-6 എഡ്യൂക്കേഷൻ റിഫോംസ് നമുക്ക് പറയാനുണ്ട്. ബട്ട് ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ യശ്പാൽ കമ്മിറ്റി 1993 യശ്പാൽ കമ്മിറ്റി, ആക്ച്വലി ഡോക്ടർ യശ്പാൽ ആണ് അതിന്റെ ചെയർപേഴ്സൺ ആയിരുന്നത്. അതിന്റെ ടൈറ്റിൽ വന്നിരുന്നത്, ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ടൈറ്റിൽ വന്നിരിക്കുന്നത് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്നാണ്. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്നാണ്. സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ. ദി യശ്പാൽ കമ്മിറ്റി എംഫസൈസ് ദി റീസ്ട്രക്ചറിംഗ് ഓഫ് എഡ്യൂക്കേഷൻ ടു റെഡ്യൂസ് ബർഡൻ ഓൺ സ്റ്റുഡൻസ്. നിലവിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് അഡീഷണൽ ബർഡനായി മാറുവാണ്. ഓക്കെ, ആ ബർഡൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സോ ഇറ്റ് റെക്കമെൻഡഡ് എ ഷിഫ്റ്റ് ഫ്രം കണ്ടന്റ് സെൻട്രിക് അപ്രോച്ച് ടു ലേണർ സെൻട്രിക് ആൻഡ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. നിലവിലുണ്ടായിരുന്ന കണ്ടന്റ് കുട്ടികളിലേക്ക് എത്തിക്കുക, ആ ഒരു അപ്രോച്ച്, കണ്ടന്റ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്നും ലേണർക്ക് എന്താണോ വേണ്ടത്, ലേണർക്ക് പ്രോമിനൻസ് കൊടുക്കുന്ന ലേണർ സെൻട്രിയഡ് അപ്രോച്ചിലേക്ക് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ മാറണം എന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നത് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ്. So the committee advocated for multidisciplinarity, then innovative pedagogical approaches, and continuous evaluation of students instead of relying solely on the end of the term examination. So major recommendations ഇവയൊക്കെയാണ്. ഫസ്റ്റ്, മൾട്ടിഡിസിപ്ലിനറി വേണം. മൾട്ടിഡിസിപ്ലിൻസ് ഫോളോ ചെയ്യുക, മീൻസ് എന്താണ്, പല സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ദെൻ രണ്ടാമതായിട്ട് പെഡഗോജി മാറണം, സ്റ്റൈൽസ് മാറണം. സോ ടീച്ചിങ് സ്റ്റൈൽസ്, പുതിയ ഇന്നോവേറ്റീവ് ആയുള്ള ടീച്ചിങ് മെത്തഡോളജീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ കണ്ടിന്യൂൽ ഇവാലുവേഷൻ ആണ് വേണ്ടത്, ഇയർ എൻഡ് ടെസ്റ്റ് അല്ല. സോ ഇയർ എൻഡ് ഒരു ടെസ്റ്റ് മാത്രം നടത്തുന്നതുകൊണ്ട് കുട്ടിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ബേസിലാണ് കണ്ടിന്യൂസ് ഇവാലുവേഷന് ഉള്ള സജഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവയെല്ലാം ഈ ഒരു യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമാണ്. ഫസ്റ്റ്, റീസ്ട്രക്ചറിംഗ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. Yashpal committee focused on restructuring higher education in India. So it recommended sweeping changes in the system to make it more relevant and student-centered. നിലവിലുള്ള സിസ്റ്റത്തെ സ്റ്റുഡന്റ് സെന്റിയർഡ് ആക്കി മാറ്റുക. അതായത് കണ്ടന്റ് സെന്റിയർഡ് സിസ്റ്റത്തിൽ നിന്നും സ്റ്റുഡന്റ് സെന്റിയർഡ് ആക്കി മാറ്റണം. അതുവഴി ഹയർ എഡ്യൂക്കേഷനെ കുട്ടികളുടെ നീഡിനനുസരിച്ച് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് മാറ്റാൻ സാധിക്കണം എന്നുള്ളത് ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ദെൻ multidisciplinary.
MACTI. So the committee advocated from a shift from a rigid discipline-centric approach to multidisciplinary system. അതായത് ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിനിൽ മാത്രം നിൽക്കുന്ന ഒരു അപ്രോച്ച് മാറി ഫ്ലെക്സിബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. So it suggests that students should have the flexibility to choose a variety of courses from different disciplines. അതായത് പല സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട പല സബ്ജക്റ്റുകൾ അറ്റ് ദി സെയിം ടൈം പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവർക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനും, അതായത് ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിനിൽ ഒതുങ്ങി നിൽക്കാതെ പല ഡിസിപ്ലിൻസിൽ നിന്നുള്ള പല സബ്ജക്റ്റുകൾ അറ്റ് സെയിം ടൈം പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് കിട്ടുക എന്നുള്ളതാണ് മൾട്ടി ഡിസിപ്ലിനാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then innovative pedagogical approaches. So the Ishpal committee recommended the adoption of innovative pedagogical methods, including interactive and problem solving approaches to teaching and learning. So interactive പുതിയ മെത്തേഡുകൾ, പുതിയ ടീച്ചിങ് അപ്രോച്ചുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. Then continuous evaluation. The committee emphasized the need for continuous evaluation of students rather than relying solely on end of the term examination. അല്ലെങ്കിൽ ഇയർ എൻഡ് എക്സാമിനേഷൻ കൺസെപ്റ്റ് മാറ്റി വെച്ചുകൊണ്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉള്ള സ്കോപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു റെക്കമെൻഡേഷൻ. Then decentralization. The committee proposed decentralization of decision making in universities to allow a greater autonomy at institutional level. അതായത് ഓരോ യൂണിവേഴ്സിറ്റീസിന്റെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ഓട്ടോണമി ഗ്രാന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അതുണ്ടായിരിക്കണമെന്നാണ് ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. Then so these are the major recommendations of Ishpal committee. Ishpal committee recommendations ഒന്നല്ല, 7 വർഷം ഓർക്കുക, 1993 ആണ്. കമ്മിറ്റി റെക്കമെൻഡേഷൻസിൽ ഓർക്കേണ്ടത് ഒന്ന് റീസ്ട്രക്ചറിങ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതെങ്ങനെയാ? കണ്ടന്റ് സെൻട്രിക്കിൽ നിന്നും സ്റ്റുഡന്റ് സെൻട്രിയഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആക്കി മാറ്റുക. Then മൾട്ടി ഡിസിപ്ലിനാരിറ്റി, ഇന്നോവേറ്റീവ് പെഡഗോജിക്കൽ അപ്രോച്ചസ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഡീസെൻട്രലൈസേഷൻ, ഇവയാണ് അതിന്റെ മേജർ ഫീച്ചേഴ്സ്. Now next important commission is National Knowledge Commission. 2005 തൊട്ട് 2009 വരെയാണ് നാഷണൽ നോളജ് കമ്മീഷൻ നിലനിന്നിരുന്നത്. നമ്മളോട് ചോദ്യം ചോദിച്ചിരുന്നു, നാഷണൽ നോളജ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അത് 2005 ആണ്. ഓക്കെ, ഇറ്റ് വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ, റിമെമ്പർ ദാറ്റ്. സോ ഇതിന്റെ ചെയർപേഴ്സൺ ആയിരുന്നത് ഡോക്ടർ സാം പിട്രോഡയാണ്. ഇവൻ ദോ ഇതിന്റെ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അദ്ദേഹമാണ് അതിന്റെ ചീഫ് ആയിരുന്നത്. ദെൻ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നത് ഡോക്ടർ സാം പിട്രോഡയാണ്. സോ ടൈറ്റിൽ വേരിയസ് റെക്കമെൻഡേഷൻസ് ആൻഡ് റിപ്പോർട്ട്സ് ഓൺ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് റിപ്പോർട്ട് ടു ദി നേഷൻ 2006 ടുവേർഡ്സ് എ നോളജ് സൊസൈറ്റി ആൻഡ് അതേഴ്സ്. സോ ഇമ്പോർട്ടന്റ് ആയുള്ള 2 റിപ്പോർട്ടുകളാണ് ഈ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് റിപ്പോർട്ട് ടു ദി നേഷൻ 2006, രണ്ടാമതായിട്ട് ടുവേർഡ്സ് എ നോളജ് സൊസൈറ്റി. സോ ഈ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പല റിപ്പോർട്ടുകളിൽ 2 ഇമ്പോർട്ടന്റ് റിപ്പോർട്ടുകളാണ് അവിടെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. സോ നാഷണൽ നോളജ് കമ്മീഷൻ എയിം ടു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻ വേരിയസ് ഫീൽഡ്സ്. എന്തിനു വേണ്ടിയാണ് നാഷണൽ നോളജ് കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പർപ്പസ്. ഇന്ത്യയിൽ പല ഫീൽഡുകളിലും റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയാണ് നാഷണൽ നോളജ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് റെക്കമെൻഡഡ് ക്രിയേറ്റിംഗ് ആൻ environment conducive to research and establishment of new research institutions. So ഈ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയാണ് ഈ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഈ ഒരു നാഷണൽ നോളജ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സോ ദി നാഷണൽ നോളജ് കമ്മീഷൻ ഓൾസോ ഫോക്കസ്ഡ് ഓൺ എൻഹാൻസിംഗ് ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഓൾ ലെവൽസ്, എൻകറേജിംഗ് ദി യൂസ് ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊവൈഡിംഗ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. സോ പ്രൊമോട്ടിങ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. സോ ഇത്തരത്തിലുള്ള നമ്മൾ മുമ്പ് പല കാര്യങ്ങളിൽ പറഞ്ഞ അതേ പർപ്പസ് തന്നെയാണ് ഈ ഒരു നാഷണൽ നോളജ് കമ്മീഷൻ ആയാലും നമുക്ക് കാണാൻ സാധിക്കുക. ലൈക്ക് നമ്മൾ പറഞ്ഞു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ദെൻ അഡീഷണലി പറയാവുന്നത് 2005 ഒക്കെ ആയപ്പോൾ ടെക്നോളജിയുടെ റെലവൻസ് വന്നു. സോ ടെക്നോളജി എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് റെക്കമെൻഡേഷൻസ് ഈ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇറ്റ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് എഡ്യൂക്കേഷൻ പോളിസീസ് ആൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ഇറ്റ്സ് ടെനർ. 2005 തൊട്ട് 2009 വരെയുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഒരു പ്രോമിനന്റ് റോള് ഈ പറയുന്ന നാഷണൽ നോളജ് കമ്മീഷൻ വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ സോ മേജർ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രൊമോഷൻ ഓഫ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഇ ഗവേണൻസ് ഇൻ എഡ്യൂക്കേഷൻ ഒരു ഏരിയയാണ് അഡീഷണലി ഓർക്കേണ്ടത്. ദി കമ്മീഷൻ അഡ്വക്കേറ്റഡ് ഫോർ ദി യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ഇ ഗവേണൻസ് ഇൻ എഡ്യൂക്കേഷൻ
to improve transparency, efficiency, and accessibility in higher education institutions. So this commission recommended the use of technology in education. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇ ഗവേണൻസ് ഒക്കെ കൊണ്ടുവരുന്നത് വഴി കൂടുതൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ആൻഡ് അക്സസിബിൾ ആയിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമെന്ന് ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരുന്നു. Then open and distance education. National Order Commission encouraged the expansion of open and distance education to increase access to higher education, especially for those who were unable to attend traditional institutions. അതായത് ഹയർ എഡ്യൂക്കേഷന്റെ ആക്സസ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഓപ്പൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാം. ഓപ്പൺ സ്കൂളിംഗ് കൺസെപ്റ്റ്, അതേപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൺസെപ്റ്റ്, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി എല്ലാവരിലേക്കും ഹയർ എഡ്യൂക്കേഷൻ എത്തണം. അതായിരുന്നു പർപ്പസ്. Then vocational education. It stressed the importance of vocational education and it recommended its integration with the mainstream educational system to enhance employability. So vocational education mainstream educational systemത്തിന്റെ ഭാഗമായിട്ട് വരണം. അങ്ങനെ മെയിൻസ്ട്രീം എഡ്യൂക്കേഷന്റെ പാർട്ടായിട്ട് തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് എൻഹാൻസ് എംപ്ലോയബിലിറ്റി, സ്റ്റുഡൻസിന്റെ എംപ്ലോയബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഈ ഒരു കൺസെപ്റ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദീസ് ആർ ദി മേജർ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ മേജർ പ്രൊവിഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഒന്ന്, പ്രൊമോഷൻ ഓഫ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഇ ഗവേണൻസ് ഇൻ എഡ്യൂക്കേഷൻ, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ദെൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ദെൻ അടുത്തത് 2010 തൊട്ട് 11 വരെ ഉണ്ടായിരുന്ന രംഗനാഥൻ കമ്മീഷൻ. രംഗനാഥൻ കമ്മീഷൻ വാസ് ചെയർഡ് ബൈ പ്രൊഫസർ അരുൺ നിഗവേക്കർ. അദ്ദേഹമായിരുന്നു അതിന്റെ ചെയർ, അരുൺ നിഗവേക്കർ. റെക്കമെൻഡേഷൻസ് ഫോർ റിഫോംസ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സോ ദിസ് കമ്മീഷന്റെ മേജർ റെക്കമെൻഡേഷൻസ് പറയുന്നത് പ്രധാനമായിട്ടും ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ വരേണ്ട മാറ്റങ്ങളെ പറ്റിയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നത്. സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ. This commission was tasked with reviewing and suggesting reforms for All India Council for Technical Education, which oversees technical education in India. ഇന്ത്യയിലെ AICTE വർക്കുകൾ എന്താണെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുകയും അവരുടെ പെർഫോമൻസിന് വേണ്ട റിഫോംസ് എന്തൊക്കെ വേണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുമാണ് ഈ ഒരു കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. We need to remember, All India Council for Technical Education എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിഫോംസ് സജസ്റ്റ് ചെയ്യുന്ന ബോഡിയാണ്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്ന ബോഡിയാണ് AICTE. So the recommendations include streamlining the approval process for new technical institutions and courses, enhancing the quality of technical education and granting autonomy to high performing institutions. So major recommendations പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അപ്രൂവൽ പ്രോസസ്, പുതിയ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആക്കുക, അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുക. ദെൻ ക്വാളിറ്റി, ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എൻഷുർ ചെയ്യുക. ആൻഡ് ഹൈ പെർഫോമിംഗ് ആയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രംഗനാഥൻ കമ്മീഷൻ. രംഗനാഥൻ കമ്മീഷൻ ചെയർഡ് ബൈ പ്രൊഫസർ അരുൺ നിഗവേക്കർ വാസ് ടാസ്ക്ഡ് വിത്ത് റിവ്യൂവിംഗ് ആൻഡ് സജസ്റ്റിംഗ് റിഫോംസ് ഇൻ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. പ്രധാന പർപ്പസ് എന്ന് പറയുന്നതാണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ അവരുടെ ടാസ്കുകളെ അല്ലെങ്കിൽ അവരുടെ അവരുടെ ആക്ടിവിറ്റീസിനെ ക്രോസ് ചെക്ക് ചെയ്യുക, അതിന്മേൽ റിഫോർമേഷൻ, അതിനുള്ള റിഫോംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വിച്ച് ഓവർസീസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇന്ത്യ. സോ ഈ കമ്മീഷന്റെ മേജർ റെക്കമെൻഡേഷൻസ് പറയുകയാണെങ്കിൽ, ഒന്ന്, റിഫോംസ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. So the commission recommended various reforms in technical education, including streamlining approval process. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്രൂവൽ പ്രോസസ് സ്ട്രീംലൈൻ ചെയ്യുക. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് ക്വാളിറ്റി എൻഹാൻസ്മെന്റ്. സോ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഫാക്കൽറ്റി ക്വാളിറ്റി, ദെൻ ഇൻഡസ്ട്രി അക്കാഡമിക് കൊളാബറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഓട്ടോണമി ടു ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുക. ദെൻ കരിക്കുലം റിവ്യൂ. സോ ഇറ്റ് റെക്കമെൻഡഡ് ദി റിവ്യൂ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കരിക്കുലം ടു എൻഷുർ ഇറ്റ്സ് റെലവൻസ് ടു ദി നീഡ്സ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. അതായത് നിലവിലുള്ള കരിക്കുലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, ഈ നിലവിലെ ഇൻഡസ്ട്രിയും അക്കാഡമിക്കും ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള രീതിയിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്.
ഇൻഡസ്ട്രീസിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ എഡ്യൂക്കേഷൻ പറയുന്നത്. അത്തരത്തിൽ ലിങ്ക് ചെയ്യാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് കരിക്കുലം ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുമുള്ള റെക്കമെൻഡേഷൻ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഇത്രയുമാണ് രംഗനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരുന്നത്. ക്യാൻ സി മേജർ റെക്കമെൻഡേഷൻസ്, റിഫോംസ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എൻഹാൻസ്മെന്റ്, ഓട്ടോണമി ടു ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ കരിക്കുലം റിവ്യൂ. ഏറ്റവും അവസാനമായി നമുക്ക് പറയാനുള്ളത് കമ്മിറ്റി ഫോർ ഇവല്യൂഷൻ ഓഫ് ദി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി 2015 ക്രിയേറ്റ് ചെയ്ത കമ്മിറ്റിയാണ്. സോ കമ്മിറ്റി ചെയർ ചെയ്തിരുന്നത് ഡോക്ടർ കെ കസ്തൂരി രംഗനാണ്. സോ അദ്ദേഹത്തിന്റെ ഈ കമ്മിറ്റിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ആണ്. സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ: ദിസ് കമ്മീഷൻ ഡ്രാഫ്റ്റഡ് ദി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020, എ കോംപ്രിഹെൻസീവ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ നിലവിൽ നമ്മൾ 2020 അഡോപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ 2020 നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസി അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത കമ്മിറ്റിയായിരുന്നു കമ്മിറ്റി ഫോർ ഇവല്യൂഷൻ ഓഫ് ദി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ചെയർ ഡോക്ടർ കെ കസ്തൂരി രംഗനാണെന്ന് ഓർക്കുക. So the NEP 2020 focus on holistic and multidisciplinary education, early childhood education, and use of technology in education, and significant reforms in both school and higher education. So ഇത്തരത്തിൽ മൊത്തത്തിലൊരു മാറ്റമാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൊത്തത്തിലൊന്ന് റീഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. അത് പ്രകാരം മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, ദെൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, ടെക്നോളജി എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ മറ്റ് സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷനിൽ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ആണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വഴി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് NEP 2020 ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ്. സോ ദി കമ്മിറ്റി ഡ്രാഫ്റ്റഡ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 which represents a comprehensive and transformative policy framework for Indian education system. മൊത്തത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മാറ്റം വരുവാണ്. അത്തരത്തിൽ ചേഞ്ച് വന്നിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ് NEP 2020 വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ കൺസെപ്റ്റ്. സോ ദി NEP 2020 emphasizes holistic and multidisciplinary education, promoting critical thinking, creativity, and experiential learning. സോ ഇത്തരത്തില് വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ, അതുവഴി ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുന്നു, ക്രിയേറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കുട്ടികളെ കൂടുതൽ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കും. Then early childhood education. It recommended the universalization of quality early childhood education to lay a strong foundation for learning. എഡ്യൂക്കേഷൻ നമ്മൾ പലപ്പോഴും മുമ്പത്തെ കൺസെപ്റ്റ് പ്രകാരം ഇപ്പോ മാൻഡേറ്ററി എഡ്യൂക്കേഷൻ ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾ 21A പ്രകാരം പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള എഡ്യൂക്കേഷനെ പറ്റിയാണ്. 6 വയസ്സിന് മുമ്പുള്ള എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ ഒരിടത്തും തന്നെ മുമ്പ് മാൻഡേറ്ററി ആയിട്ടോ അല്ലെങ്കിൽ അത് ആ ഒരു കൺസെപ്റ്റിനെ ഫോർമലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഫോർമലൈസേഷൻ ആണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വഴി വരുന്നത്. സോ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കിട്ടിയാൽ മാത്രമേ സ്റ്റുഡൻസിന് മുന്നോട്ട് പോകുമ്പോൾ ബെറ്റർ ലേണിംഗ്സ് ആയിട്ട് മാറാൻ പറ്റൂ എന്നുള്ള കൺസെപ്റ്റ് പ്രകാരമാണ് ഈ ഒരു തിയറി വരുന്നത്, ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന് കൂടുതൽ റെലവൻസ് കൊടുത്തിട്ടുണ്ട് ഫ്രം ബേസ്ഡ് ഓൺ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. റിഫോംസ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ. സ്കൂൾ എഡ്യൂക്കേഷനിൽ വരുന്ന മാറ്റം ഇതാണ്. ദി പോളിസി എയിംസ് ടു റിഫോം സ്കൂൾ എഡ്യൂക്കേഷൻ ബൈ ഇംപ്ലിമെന്റിംഗ് എ ന്യൂ സ്ട്രക്ചർ മാറുവാണ് 5+3+4 ഈ ഒരു സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബൈ റീപ്ലേസിംഗ് ദി പ്രീവിയസ് 10+2 എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം ആദ്യത്തെ 5 വർഷം, പിന്നെ 3 വർഷം, പിന്നെ 3 വർഷം, പിന്നെ 4 വർഷം, അങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻട്രൊഡ്യൂസിങ് എ റിവൈസ്ഡ് കരിക്കുലം ആൻഡ് അസസ്മെന്റ് ഫ്രെയിംവർക്ക്. കരിക്കുലം മൊത്തത്തിൽ മാറുന്നു, അതോടൊപ്പം തന്നെ അസസ്മെന്റ് ഫ്രെയിംവർക്കും കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നു. ദെൻ higher education reforms. So the new education policy focuses on promoting research and innovation, allowing for multiple entry and exit options in higher education, and introducing credit-based system. So multiple entry and exit options എന്ന് പറഞ്ഞാൽ പലയിടത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് ഒന്നെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം അല്ലെങ്കിൽ പുതിയ
ഒരിടത്തുനിന്ന് ഡ്രോപ്പ് ചെയ്ത് മറ്റൊന്നിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ് ആണ് there. ഹയർ എഡ്യൂക്കേഷന്റെ ഈ റിഫോംസ് പ്രകാരം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സും സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. ദെൻ ലാംഗ്വേജ് ആൻഡ് മൾട്ടിലിംഗ്വിസം. The policy promotes multilingualism and encourages students to learn at least 2 languages in addition to their own mother tongue. അവരുടെ മദർ ടങ് കൂടാതെ 2 ലാംഗ്വേജ് എങ്കിലും അഡീഷണലി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ പോളിസി പ്രകാരം സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ടെക്നോളജി. ഇറ്റ് emphasizes the use of technology in education, including online and digital resources for teaching and learning. സോ അത്തരത്തിലുള്ള ടെക്നോളജി എഡ്യൂക്കേഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുക, എഡ്യൂക്കേഷന് ടെക്നോളജിക്ക് സപ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ദെൻ റെഗുലേറ്ററി റിഫോംസ്. NEP 2020 proposes the establishment of a single regulatory body for education. HECA ആണ്. സോ ഒരു സിംഗിൾ റെഗുലേറ്ററി ബോഡി, എഡ്യൂക്കേഷന് വേണ്ടി ഒരു സിംഗിൾ റെഗുലേറ്ററി ബോഡി എന്നുള്ള കൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുക. റീപ്ലേസിംഗ് മൾട്ടിപ്പിൾ റെഗുലേറ്ററി അതോറിറ്റീസ് ടു റെഡ്യൂസ് ബ്യൂറോക്രസി ആൻഡ് ഇംപ്രൂവ് ട്രാൻസ്പെറൻസി. സോ നിലവിലുള്ള പല അതോറിറ്റീസ്, ഇപ്പോൾ നമ്മൾ റെഗുലേറ്ററി അതോറിറ്റീസ് ആയിട്ട് പറയുകയാണെങ്കിൽ UGC ഇസ് ദെയർ, റൈറ്റ്. അതേപോലെ പല റെഗുലേറ്ററി അതോറിറ്റീസ് ഓരോ ഹയർ എഡ്യൂക്കേഷൻ ഏരിയയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഒറ്റ റെഗുലേറ്ററി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ റെക്കമെൻഡേഷൻസ്. നമ്മൾ പറഞ്ഞത് കമ്മിറ്റി ഫോർ ഇവല്യൂഷൻ ഓഫ് ദി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2015 ആണ്. ഈ റെക്കമെൻഡേഷൻസ് വരുന്നത് ഫസ്റ്റ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020, then holistic education, early childhood education, reforms in school education, then higher education reforms, languages and multilingualism, educational technology, then regulatory reforms. So ഇത്രയും areas ആണ്. So is it clear? ഓരോ എഡ്യൂക്കേഷൻ പോളിസിയും അതിന്റെ ഫീച്ചേഴ്സും വളരെ റെലവെന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പോകുന്നത്. ആൻഡ് നൗ 2015 പോളിസി വരെ നമ്മൾ കണ്ടു. 2015 ആ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ പ്രകാരമാണ് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി 2020 ജസ്റ്റിസ് റെഡ്ഡി കമ്മിറ്റി പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ജസ്റ്റിസ് റെഡ്ഡി അദ്ദേഹത്തിന്റെ ചെയർപേഴ്സൺ ആയിരുന്ന ടൈമിലാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ കമ്മിറ്റി വരുന്നത്. സോ ദി കമ്മിറ്റി ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. സോ ഈ ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയാണ്. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി there was a കമ്മിറ്റി, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്മിറ്റി ആയിട്ടാണ് ജസ്റ്റിസ് റെഡ്ഡി കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ. ദി കമ്മിറ്റി വാസ് ഫോംഡ് ടു recommended measures for implementation of national education policy 2020. എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം, അതിനു വേണ്ടിയുള്ള മെഷേഴ്സ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി ഫോം ചെയ്തത്. ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ഡിവൈസിംഗ് an implementation plan, proposing legislative changes and outlining mechanisms for monitoring and evaluating policy implementation to ensure that the reforms proposed in NEP are effectively put into practice. അതായത് ഈ NEP നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ റിഫോംസിനെ പൂർണ്ണമായിട്ട് മാറ്റുവാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പൂർണ്ണമായിട്ട് മാറ്റുവാണ്. അങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഇൻട്രൊഡക്ഷൻ ഏതൊക്കെ ലെവലിൽ ഏതൊക്കെ ടൈമിൽ എങ്ങനെയൊക്കെ വേണം എന്നതിനെ പറ്റി പഠിച്ച് അതിന്മേൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റിസ് റെഡ്ഡി കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തത്. ഫസ്റ്റ് തിങ് നിങ്ങൾ ഓർക്കേണ്ടതാണ്, NEPയുടെ ഇംപ്ലിമെന്റേഷനെ പറ്റി മനസ്സിലാക്കി അതിന്മേൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റിസ് റെഡ്ഡി കമ്മിറ്റിയുടെ പർപ്പസ്. റിമെമ്പർ ദാറ്റ്. ദെൻ എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരും? ഒന്നാമതായിട്ട് ഇംപ്ലിമെന്റേഷൻ പ്ലാൻ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ ടൈമിൽ നമ്മൾ ഈ പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമതായി പ്രപ്പോസിംഗ് ലെജിസ്ലേറ്റീവ് ചേഞ്ചസ്. പുതിയൊരു പോളിസി വരുമ്പോൾ അതിനനുസരിച്ചായിട്ട് നിയമത്തിൽ മാറ്റങ്ങൾ വരണം, നമ്മുടെ നിലവിലുള്ള ലെജിസ്ലേച്ചറിൽ മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കണം, എന്തൊക്കെയാണ് ചേഞ്ചസ് വേണ്ടത്, അതിനു വേണ്ടിയുള്ള സജഷൻസ് തരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ആൻഡ് ഔട്ട്ലൈനിങ് മെക്കാനിസം ടു മോണിറ്റർ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ പോളിസി മോണിറ്റർ ചെയ്യാനുള്ള മെക്കാനിസം എന്താണ്, കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള മെക്കാനിസം എങ്ങനെ വേണം, തുടങ്ങിയ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റിസ് റെഡ്ഡി കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന് ഫസ്റ്റ് ഈസ് നമ്മൾ പറഞ്ഞു ഇംപ്ലിമെന്റേഷൻ പ്ലാൻ, ദെൻ ഇംപ്ലിമെന്റേഷൻ റോഡ് മാപ്പ് എന്ന് പറഞ്ഞത്. സോ ദ കമ്മിറ്റി വാസ് റെസ്പോൺസിബിൾ ഫോർ ഡിവൈസിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ഫോർ NEP 2020. എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈമിലാണ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സോ ഡീറ്റെയിലിംഗ് ഹൗ വേരിയസ് ആസ്പെക്ട് ഓഫ് ദി പോളിസി വുഡ്
വി പുട്ട് ഇൻ ടു പ്രാക്ടീസ്. പോളിസിയുടെ ഡിഫറെന്റ് ആസ്പെക്ട്സ് നമ്മൾ എങ്ങനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും, അതിനുവേണ്ടിയുള്ള ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കമ്മിറ്റിയാണ്. രണ്ടാമതായി ലീഗൽ റിഫോംസ്. ഇറ്റ് റെക്കമെൻഡഡ് ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് ടു എൻഷുർ ദി എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് NEP 2020, ഇൻക്ലൂഡിംഗ് അമെൻഡ്മെന്റ്സ് ടു എക്സിസ്റ്റിംഗ് ലോസ് ആൻഡ് ക്രിയേഷൻ ഓഫ് ന്യൂ ലെജിസ്ലേഷൻ വെയർ നെസസറി. സോ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം എവിടെയൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്, നിലവിലുള്ള നിയമത്തിൽ എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അത് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു പർപ്പസ് ആയിട്ട് നമുക്ക് പറയാം. Then monitoring and evaluation, as we said. So the committee outlined the mechanisms for monitoring and evaluating the progress of policy implementation. So എങ്ങനെയാണ് ഈ പറയുന്ന പോളിസി ഇംപ്ലിമെന്റേഷൻ മോണിറ്റർ ചെയ്യേണ്ടത്, അതിനു വേണ്ടിയുള്ള ഒരു മെക്കാനിസവും കമ്മിറ്റി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദി മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് ദി കമ്മിറ്റി. ഓർക്കുക, ഇത്രയുമാണ് ജസ്റ്റിസ് റെഡ്ഡി കമ്മിറ്റിയെ പറ്റി പറയാനുള്ളത്. സോ കഴിഞ്ഞ ഒരു 50 minutes ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിഫറെന്റ് കമ്മിറ്റീസ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ട മേജർ കമ്മിറ്റീസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഈ ഒരു ഏരിയയിൽ നിന്നും വി ആർ എക്സ്പെക്ടിങ് 1 question. ആ ഒരു ക്വസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തത്. സോ അത്രയും സിഗ്നിഫിക്കന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫൈൻ. സോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs നമുക്ക് കാണാം. ഹു വാസ് ദി ചെയർപേഴ്സൺ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ? ഈ പേരുകൾ ഇനി ഫെമിലിയർ ആയിരിക്കണേ. ഏത് കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ? ആ ഇയർ പറയണമെന്നില്ല. ഇയർ പറഞ്ഞിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഏത് കമ്മീഷനാണെന്ന് അപ്പൊ തന്നെ മനസ്സിലേക്ക് വരണം. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ഫൈൻ. ഓപ്ഷൻ എ, രാധാകൃഷ്ണൻ കമ്മീഷൻ. വെരി ഗുഡ്. Then അടുത്തത്, ദി കൊത്താരി കമ്മീഷൻ, ഓൾസോ നോൺ ആസ് നാഷണൽ കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ, റെക്കമെൻഡഡ്. കൊത്താരി കമ്മീഷന്റെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? ജസ്റ്റ് നോക്കൂ. എ കോമൺ സ്കൂൾ സിസ്റ്റം, 3 language formula, multidisciplinarity in education, all of the above. Yes, very good. All of the above. ഇവ മൂന്ന് തന്നെ അവരുടെ റെക്കമെൻഡേഷന്റെ ഭാഗമാണ്. Then അടുത്തത്, which committee was responsible for drafting new education policy 2020? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഡ്രാഫ്റ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരുന്ന കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റ് ചെയ്യാൻ Delhi Committee. Committee for Evaluation of New Education Policy. Evolution of New Education Policy. ആ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഡോക്ടർ കെ കസ്തൂരി രംഗന്റെ പേരുള്ള കമ്മിറ്റിയാണ്. ഓക്കെ, സോ ദാറ്റ്സ് യുവർ ആൻസർ. കസ്തൂരി രംഗൻ കമ്മിറ്റി, മറക്കരുത്, കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ്. നൗ യശ്പാൽ കമ്മിറ്റി ഫോക്കസ്ഡ് ഓൺ. യശ്പാൽ കമ്മിറ്റി ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്തത്? Expanding technical education, promoting research and innovation, reducing burden on students, reforming primary education. Yashpal Committee. Yeah. Burden കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് പർപ്പസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. Now, National Knowledge Commission was chaired by, that is not that important, അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. ചെയർപേഴ്സൺ ആയിരുന്നത് സാം പിട്രോഡയാണ്. നാഷണൽ നോളജ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നത്. Now, the Ranganathan Commission was primarily concerned with. Ranganathan Commissionന്റെ primary purpose എന്തായിരുന്നു? സ്കൂൾ എഡ്യൂക്കേഷൻ റിഫോം ആണോ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിഫോം ആണോ, ഹയർ എഡ്യൂക്കേഷൻ റിഫോം ആണോ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിഫോം ആണോ? ഓക്കെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE ആണ് അവിടെ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്തത്. Then അടുത്തത്, the policy, national policy on education 1968 emphasized. National policy on education 1968 emphasized. എന്താണ് പ്രധാനമായിട്ട് അതിന്റെ റെക്കമെൻഡേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്? Multidisciplinarity in higher education, promoting research and innovation, universal elementary education, then encouraging vocational education.
ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുത്തത് ഇപ്പൊ എല്ലാം അതിന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുത്തിരുന്നത് എലമെന്ററി എഡ്യൂക്കേഷൻ യൂണിവേഴ്സലായി ചെയ്യാന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് അതിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് നമ്മൾ കൊടുത്തത്. അതാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരിക. റിമെമ്പർ ദാറ്റ്. നൗ ദി കമ്മിറ്റി ഫോർ ഇവല്യൂഷൻ ഓഫ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഈസ് ചെയർഡ് ബൈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന കമ്മീഷൻ. കസ്തൂരി രംഗൻ കമ്മീഷൻ. നൗ ദി സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോക്കസ്ഡ് ഓൺ ഏതിലായിരുന്നു? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ടീച്ചർ ട്രെയിനിങ്, സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് കരിക്കുലം, ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ്. യെസ്, സ്കൂൾ എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. സ്കൂൾ എഡ്യൂക്കേഷനും കരിക്കുലമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. നൗ ജസ്റ്റിസ് റെഡ്ഡി കമ്മിറ്റി വാസ് ഫോംഡ് ടു. എന്തിനു വേണ്ടിയാണ് ജസ്റ്റിസ് റെഡ്ഡി കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്നത്? റിവ്യൂ ദി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് സിസ്റ്റം, draft a new education policy, recommend measures for implementation of NEP 2020, assess the impact of Ranganathan Commission recommendations. എന്തിനു വേണ്ടിയാണ്? യെസ്, ഇംപ്ലിമെന്റേഷൻ ആണ് അതിന്റെ പർപ്പസ്. NEP 2020 ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ. സോ ആ ഏരിയ നമ്മൾ പറഞ്ഞു, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു ഐഡിയ കിട്ടും എല്ലാവർക്കും? ഓക്കെ, സോ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 നാഷണൽ മൂക്ക് കോർഡിനേറ്റർ പ്രോഗ്രാം. അതായത് നമുക്കിവിടെ UGC വന്നിട്ടുണ്ട്, കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മീഷൻ വന്നിട്ടുണ്ട്, NIOS വന്നിട്ടുണ്ട്, NITTR. ഇതൊക്കെ മൂക്ക് കോർഡിനേറ്റേഴ്സ് ആണ് ഓരോ ലെവലിലുള്ള. അതായത് നമ്മുടെ സ്വയം പോലുള്ള മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കോർഡിനേറ്റേഴ്സിന്റെ ലിസ്റ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് അവർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാം ഏതാണ് എന്നുള്ളത് മാച്ച് ചെയ്യണം. അതായത് നമുക്ക് പ്രോഗ്രാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോൺ ടെക്നോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ആർ ദെയർ, ദെൻ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം, നോൺ ടെക്നോളജി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം, ഔട്ട് ഓഫ് സ്കൂൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫോർ ക്ലാസ് 9 to 12. ഇത് മാച്ച് ദി ഫോളോയിങ് ആയിട്ടാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിട്ടാണ് ചേരുക എന്ന് നിങ്ങൾ ആലോചിച്ചു. എന്നീ ഐഡിയ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഓപ്ഷൻ ഡി. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് UGCയെ പറ്റി പറയാം, ബ്രീഫ്ലി മാത്രം കേട്ടോ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. UGC ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻ ഇന്ത്യ റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ്, ഡിറ്റർമിനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓവർസീ ചെയ്യാം. അതിന്റെ അപ്പെക്സ് ബോഡി എന്നുള്ള രീതിയിലാണ് UGC നിലവിൽ നിലനിൽക്കുന്നത്. ഓക്കെ, സോ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി ലിസ്റ്റ്, നമുക്ക് കണ്ട ലിസ്റ്റ് പ്രകാരം when UGC is a national MOOC coordinator, ആക്ച്വലി ഇത് ഓവർസീ ചെയ്യുന്നത് കോർഡിനേഷൻ ഓഫ് നോൺ ടെക്നോളജി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. ഓക്കെ, നോൺ ടെക്നോളജി ബേസ്ഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ആണ് പ്രധാനമായിട്ടും UGC കോർഡിനേറ്റ് ചെയ്യുന്നത്. ദെൻ കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ actually is a inter-university center that facilitates the production and dissemination of educational content. ഇന്റർ-യൂണിവേഴ്സിറ്റി സെന്റർ ആണ്. പല യൂണിവേഴ്സിറ്റികളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർ-യൂണിവേഴ്സിറ്റി സെന്റർ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതിന് പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് അത് ആളുകളിലേക്ക്, സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക. ഇതാണ് പ്രധാനമായിട്ടും കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം
ടീച്ചർ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ആസ്പെക്ട്സ് ഏറ്റെടുത്ത് ചെയ്യുന്നത് കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ദെൻ NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, NIOS. ദെൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. മിനിസ്ട്രി ഓഫ് HR എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണോ, രണ്ടും ഒന്നാണ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇഫ് NIOS is the നാഷണൽ കോർഡിനേറ്റർ, അതൊരു കൈകാര്യം ചെയ്യുന്നത് നോൺ ടെക്നോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോ നോൺ ടെക്നോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ആണ് അവരുടെ കൈകാര്യം ചെയ്യുന്ന ഏരിയ. ആൻഡ് NITTTR Chennai is one of the National Institute of Technology Technical Teacher Training and Research in India. അവര് ഇത് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഔട്ട് ഓഫ് സ്കൂൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആണ്. സോ ബാച്ച് ഫോളോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ക്യാൻ സീ ഹിയർ UGC നോൺ ടെക്നോളജി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ആണ് കൈകാര്യം ചെയ്യുക. ദെൻ കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അവര് ടീച്ചർ ട്രെയിനിങ് ആക്ടിവിറ്റീസ് ആണ് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ദെൻ NIOS നോൺ ടെക്നോളജി, അവിടെ ഒരു എറർ ഉണ്ട്, ഒരു മിസ്റ്റേക്ക് ഉണ്ട്, റെക്ടിഫൈ ചെയ്യുക. NIOS കൈകാര്യം ചെയ്യുന്നത് ഒരിക്കലും ഇതാവില്ല. NIOS കൈകാര്യം ചെയ്യുന്നത് 9 to 12 എഡ്യൂക്കേഷൻ ആയിരിക്കും കേട്ടോ. അതൊന്ന് ചേഞ്ച് ചെയ്യണം. ബിക്കോസ് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് NIOS കൈകാര്യം ചെയ്യുന്ന ഏരിയ. ദെൻ ഇത് ഞാൻ റെക്ടിഫൈ ചെയ്തിട്ട് പറയാം. അതൊന്ന് മാച്ച് ചെയ്ത് എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. ഐ വിൽ കറക്റ്റ് ഇറ്റ് കേട്ടോ. റെക്ടിഫൈ ചെയ്തിട്ട് പറയാം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു NEP 2020, ഇതൊക്കെ റീസെന്റ് കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഞാൻ ഒരുപാട് ഏരിയ നിങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്തതാണ്. അതിൽ ചില കാര്യങ്ങളിൽ ചില എറേഴ്സ് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് പോകാം, പ്രോബ്ലം ഇല്ല. സോ അക്കോർഡിംഗ് ടു NEP 2020, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ നോട്ട് ബി ദി ഫംഗ്ഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം? നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം NETF പുതിയൊരു NEP പ്രകാരമുള്ള NEPയുടെ ഒരു ബോഡി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവരുടെ ഫംഗ്ഷൻ അല്ലാത്ത ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, NETFന്റെ ഫംഗ്ഷൻ അല്ലാത്ത ഏതാണ് യൂസ് ചെയ്യുന്നത്? ടു എൻവിഷൻ സ്ട്രാറ്റജിക് ഫസ്റ്റ് ഏരിയാസ് ഇൻ എഡ്യൂക്കേഷൻ ടെക്നോളജി. സോ ബിഫോർ ദാറ്റ് എന്താണ് NETF എന്ന് കാണാം. അപ്പോൾ അതിന്റെ ഏരിയാസ് ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. സോ NETF നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം, ഫുൾ ഫോം എന്ന് ഓർത്തേക്കുക. നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം ആണ് NETF. So purpose, the NETF is envisioned as a platform to facilitate exchange of ideas, experiences and good practices in education technology. So പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ ടെക്നോളജി പ്രൊമോട്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഐഡിയാസ് ഷെയർ ചെയ്യുക, ദെൻ എഡ്യൂക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഗുഡ് പ്രാക്ടീസസ് ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോഡി കൊണ്ട് എയിം ചെയ്യുന്നത്. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് a space for collaboration and innovation in integral technology in education, integration of technology in education. So technology educationന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക, അതിനു വേണ്ടിയുള്ള ഒരു ഫോറം. ഓക്കെ, എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ടെക്നോളജി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഫോറം. ഇതിൽ കൊളാബറേഷൻസ് ഉപയോഗിച്ചുകൊണ്ടും യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും ടെക്നോളജി എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്, എഡ്യൂക്കേഷൻ റിഫോംസിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ക്ലാസിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബോഡി എയിം ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം. സോ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എംവിഷൻ സ്ട്രാറ്റജിക് ടെസ്റ്റ് ഏരിയ. സോ NETF is expected to identify and envision strategic areas where education technology can have transformative impact on education. അതായത് എവിടെയൊക്കെയാണ് നമുക്ക് ഈ എഡ്യൂക്കേഷൻ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കോർ ഏരിയാസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്ട്രാറ്റജിക് ടെസ്റ്റ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ ഏരിയയിൽ ടെക്നോളജി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ടെക്നോളജി ഇൻട്രൊഡക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമതായിട്ട് ബിൽഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കേപ്പബിലിറ്റീസ്. ദി ഫോറം ഈസ് ടാസ്ക്ഡ് വിത്ത് എൻഹാൻസിങ് ഇന്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കേപ്പബിലിറ്റീസ് ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി. അതിന് വേണ്ട ഹ്യൂമൻ റിസോഴ്സിന് നമുക്ക് ആവശ്യമാണ്, അതേപോലെ തന്നെ അതിന് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. സോ ടെക്നോളജി എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി, എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള
റിസോഴ്സ് സപ്പോർട്ടാണ് ആവശ്യം, അവ കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ പർപ്പസ്. ഓക്കെ, സോ ബിൽഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കേപ്പബിലിറ്റീസ്. ദെൻ മൂന്നാമതായിട്ട് ആർട്ടിക്കുലേറ്റ് ന്യൂ ഡയറക്ഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. സോ ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു ഏരിയയിൽ റിസർച്ച് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ. സോ NETF is responsible for articulating new directions for research and innovation in the field of education technology. എഡ്യൂക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യാനും അതിന് പുതിയ വഴികൾ കാണിച്ചു കൊടുക്കാനുമുള്ള ഒരു ബോഡിയായിട്ട് ആക്ട് ചെയ്യുക. ദിസ് ഇൻവോൾവ്സ് സ്റ്റേയിങ് എബ്രസ്റ്റ് ഓഫ് എമർജിംഗ് ടെക്നോളജീസ് ആൻഡ് ട്രെൻഡ്സ്. പുതിയ ട്രെൻഡുകളുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുക, പുതിയ ടെക്നോളജീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതികൾ എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, റിലേറ്റഡ് ഇന്നോവേഷൻസും അതേപോലെ റിസർച്ചും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഫോർ കൊളാബറേറ്റീവ് എക്സ്ചേഞ്ച്. So NETF serves as a platform for collaborative exchange, bringing together experts, educators and stakeholders in the field of education technology. അതായത് ഇത്തരത്തിലുള്ള എല്ലാ ആളുകളെയും, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ കൊണ്ടുവരിക. ഓക്കെ, സോ കൊളാബറേറ്റീവ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ എക്സ്പെർട്സിനെ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ദെൻ അടുത്തത് ഫെസിലിറ്റേറ്റ് യൂസ് ഓഫ് ദി ടെക്നോളജി. The forum aims to facilitate effective use of technology for learning, ensuring that educational technologies contribute to improved learning outcomes. So, ഇത്തരത്തിൽ നമുക്ക് ഒരു ലേണിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ടെക്നോളജി ലേണിംഗിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു ബോഡിയുടെ പർപ്പസ് ആണ്. ദെൻ റെക്കമെൻഡ് പോളിസി ഇന്റർവെൻഷൻ. NETF may provide recommendations for policy interventions related to integration of technology in education. എഡ്യൂക്കേഷനിലേക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് ടെക്നോളജി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാനും NETFന്റെ പർപ്പസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ഏരിയാസ്. നമ്മൾ പറഞ്ഞ നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറമിന്റെ 4 ഏരിയാസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് തേഴ്സ്റ്റ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ ബിൽഡ് ഇന്റലക്ച്വൽ ആൻഡ് institutional capabilities, then articulate new directions for research and innovation, and provide a platform for collaborative exchange, facilitate use of technology for learning, then recommend policy interventions. So these are the major areas. Okay, so you need to remember എന്താണ് ഈ ഒരു ഫോറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം. സോ ബേസിക് പർപ്പസ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ, ആ ഒരു ഏരിയയിൽ റിസർച്ചുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക, എഡ്യൂക്കേഷനിലേക്ക് എങ്ങനെ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം, അതുവഴി എഡ്യൂക്കേഷൻ ക്വാളിറ്റി എങ്ങനെ എൻറിച്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോറം ചെയ്യുന്നത്. ദെൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, NRF. NEP നമ്മൾ ഈ പറയുന്ന NEPയുടെ ഒരു ഏരിയയാണ്. NEP സജസ്റ്റ് ചെയ്യുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി സജസ്റ്റ് ചെയ്ത ഒരു ഏരിയയാണ്, ഒരു പില്ലാർ എന്ന് പറയാം, അല്ലെങ്കിൽ ടെക്നോളജി ഇന്റർവെൻഷന് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ബോഡി എന്നുള്ള രീതിയിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം വരുന്നത്. ഇത് കൂടാതെ മറ്റ് ചില ബോഡീസ് കൂടിയുണ്ട്. അതിലൊന്നാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. സോ NEP പ്രോസസ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ടു ഫോസ്റ്റർ എ സ്ട്രോങ് റിസർച്ച് കൾച്ചർ ആൻഡ് പ്രൊമോട്ട് റിസർച്ച് ഇൻ ഇന്ത്യ. സോ നമ്മൾ ഇത് മുമ്പ് കണ്ടത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ടെക്നോളജി ഇന്റർവെൻഷൻ ആണ്. സോ ടെക്നോളജി എഡ്യൂക്കേഷനിൽ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യാം, അതെങ്ങനെ കൊണ്ടുവരാം, അതിനെ പറ്റിയാണ് NETF പറയുന്നത്. വേറാസ് രണ്ടാമത്തെ പില്ലാറായിട്ടുള്ള നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു ഫോസ്റ്റർ എ സ്ട്രോങ് റിസർച്ച് കൾച്ചർ ആൻഡ് പ്രൊമോട്ട് റിസർച്ച് ഇൻ ഇന്ത്യ. ഇതിൽ റിസർച്ച് കൾച്ചർ പ്രൊമോട്ട് ചെയ്യാം, അതിനു വേണ്ടിയുള്ള ഒരു ബോഡി ആയിട്ടാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആക്ട് ചെയ്യുന്നത്. ദ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ഫണ്ട് ആൻഡ് സപ്പോർട്ട് ഹൈ ക്വാളിറ്റി റിസർച്ച് അക്രോസ് ഡിസിപ്ലിൻസ്. സോ ഒരു ഫണ്ടിങ് ഏജൻസി എന്നുള്ള രീതിയിലാണ്, റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫണ്ടിങ് ഏജൻസി എന്നുള്ള രീതിയിലായിരിക്കും ആക്ട് ചെയ്യുക. സോ ഹൈ ക്വാളിറ്റി റിസർച്ചുകൾക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. So NEP emphasizes the importance of foundational literacy and numeracy. The National Mission on Foundational Literacy and Numeracy is envisaged to ensure that every child attains the required proficiency in reading and mathematics by grade 3. അതായത് ഈ ഒരു ബോഡിയുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാം ഗ്രേഡ് എത്തുന്ന ടൈമിൽ തന്നെ എല്ലാ കുട്ടികൾക്കും ബേസിക് ലെവലിലുള്ള ലിറ്ററസിയും അതേപോലെ തന്നെ ബേസിക് ലെവലിലുള്ള മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റിയും എത്തിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു മിഷൻ ടാസ്ക് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, ഗ്രേഡ് 3 ആകുമ്പോഴും ആവുന്ന ടൈമിൽ തന്നെ ആ ഒരു മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷനും അതേപോലെ തന്നെ ലാംഗ്വേജ് ഫൗണ്ടേഷനും അതേ ലിറ്ററസിയും അവർക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ഒരു മിഷൻ എയിം ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി മറ്റൊരു റെക്കമെൻഡേഷൻ ആണ്. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി. So NEP proposes the creation of state school standards authority in each state to ensure the compliance of schools with the standards set by the state school standard authority. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓരോ സ്കൂളുകളിലും പറയുന്ന രീതിയിലുള്ള പറയുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് സ്റ്റേറ്റ് ലെവലിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബോഡിയാണ് സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി. സ്കൂൾ ലെവലിലുള്ള എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് വ്യക്തമാണ് എന്ന് ഉറപ്പാക്കുകയാണ് ഈ ഒരു ബോഡിയുടെ പർപ്പസ്. ദെൻ അടുത്തത് രാഷ്ട്രീയ ശിക്ഷ ആയോഗ്, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയും, രാഷ്ട്രീയ ശിക്ഷ ആയോഗ്. സോ ദി NEP envision the creation of Rashtriya Shiksha Ayog, National Education Commission, as a high-level body to provide overall policy, planning and coordination for education in India. So ഇതൊരു ഹൈ ലെവൽ ബോഡിയാണ്. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടോപ്പ് ലെവൽ ബോഡി എന്നുള്ള രീതിയിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ നോളജ് കമ്മീഷൻ പോലെ തന്നെ ഇന്ത്യയിൽ വരുന്ന എഡ്യൂക്കേഷൻ പ്ലാനിങ് പൂർണ്ണമായിട്ടും ചെയ്യുന്ന ഒരു ബോഡി ആയിട്ടായിരിക്കും രാഷ്ട്രീയ ശിക്ഷ ആയോഗ് ഓർ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, HECI. So NEP proposes the establishment of Higher Education Commission of India to replace University Grants Commission. UGC റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിന് പകരമായിട്ട് വരുന്ന ഒരു ബോഡി ആയിട്ടാണ് HECA വരുന്നത്. ഓക്കെ, ഏറ്റവും അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള അപ്പെക്സ് ബോഡി എന്നുള്ള രീതിയിലായിരിക്കും HECA വരുന്നത്. സോ HECA intended to be a higher education regulatory body with the focus on improving the quality and accessibility of higher education. So basically നമ്മൾ UGC എന്താണോ ചെയ്തിരുന്നത് ആ ഒരു പ്ലേസിലേക്ക് പുതിയൊരു അപ്പെക്സ് അതോറിറ്റി വരുന്നു. അത് പ്രകാരം ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷനിലെ ആക്സസിബിലിറ്റി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മേജർ റെക്കമെൻഡേഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് HECI. സോ നമ്മൾ പറഞ്ഞ 3-4 ബോഡീസിനെ പറ്റി, അതായത് NEP പ്രകാരം പറയുന്ന 3-4 ഇമ്പോർട്ടൻറ്റ് പില്ലാഴ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് NETF, നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, ദെൻ നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി, ദെൻ നാഷണൽ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി. സ്റ്റേറ്റ് ലെവൽ സ്കൂൾസിന് മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഉള്ളത്. ഇതുകൂടാതെ രാഷ്ട്രീയ ശിക്ഷ ആയോഗ്, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് HECI, ദാറ്റ് ഈസ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, സോ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ഏരിയ നോക്കി. According to NEP 2020, which of the following will not be the function of National Education Technology Forum? നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറത്തിന്റെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടു. അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറത്തിന്റെ ഫംഗ്ഷൻ അല്ലാതെ വരുന്നത്? ഫസ്റ്റ്, ടു എൻവിഷൻ സ്ട്രാറ്റജിക് ടെസ്റ്റ് ഏരിയാസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ടു ബിൽഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കേപ്പബിലിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ ടെക്നോളജി, പ്രൊവൈഡ് ഗ്രാന്റ്സ് ഫോർ സെറ്റിംഗ് അപ്പ് educational technology centers and in central government institutions, to articulate new directions for research, innovation and education technology. Definitely നമുക്ക് പറയാം ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ബോഡിയുടെ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് വരുന്നില്ല. ബാക്കിയുള്ള 3 നമ്മൾ കണ്ടതാണ്. സ്ട്രാറ്റജിക് ടെസ്റ്റ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, ഇന്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കേപ്പബിലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ദെൻ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ അതിനുള്ള വഴികാട്ടിയായിട്ട് ആക്ട് ചെയ്യുക. ഇതൊക്കെ ഈ ഒരു ബോഡിയുടെ പർപ്പസ് ആണ്. പക്ഷേ ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് NETFന്റെ ഭാഗമായിട്ട് വരുന്നില്ല. ഓക്കെ, നൗ സോ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ലഭിച്ചു ഇന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ഏരിയയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം റീസെന്റ് ഏരിയാസ് ആണ്. റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള 2020 ശേഷമുള്ള മാറ്റങ്ങളാണ്. അത്തരം ഏരിയ ആയിരിക്കും കൂടുതലായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്.
So give sufficient significance for these areas. Now, another question. National Skill Qualification Framework. മറ്റൊരു ബോഡിയാണ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് is a competency based framework that organizes all qualifications according to a series of levels of. അതായത് ആക്ച്വലി എന്താണ് ഈ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. ബോഡി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നാണ് ഇതിന്റെ പേര്. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഇസ് എ കോമ്പിറ്റൻസി ബേസ്ഡ് ഫ്രെയിംവർക്ക് that organized qualifications based on series of levels, each indicating learning skill, knowledge and aptitude. അതായത് ഓരോ സ്റ്റുഡന്റിന്റെയും ഓരോ ലേണറുടെയും സ്കില്ല്, നോളജ്, ആപ്റ്റിറ്റ്യൂഡ് ഈ 3 ഏരിയയിൽ എത്രമാത്രം പ്രൊഫിഷ്യൻസി ഓരോ കുട്ടികൾക്കും ഉണ്ട്, ഓരോ ലേണർക്കും ഉണ്ട്, ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ബോഡി എന്നുള്ളത് അറിയാം. പ്രൊഫിഷ്യൻസി അസസ് ചെയ്യാനുള്ള ഒരു ബോഡി ആയിട്ടാണ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ആക്ട് ചെയ്യുന്നത്. So it is designed to bring about uniformity and standardization in skill development across various sectors and provide a clear pathway for individuals to progress their career. അതായത് ഒരു സ്കിൽ സെറ്റിന് ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് വേണം. എങ്ങനെയായിരിക്കണം ഓരോ സ്കിൽസിനെയും നമ്മൾ അസസ് ചെയ്യുന്നത്, എത്രമാത്രം ഇംപ്രൂവ്മെന്റ്സ് ആണ് ഓരോ ലെവലിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, യൂണിഫോം ആയിട്ടുള്ള സ്കിൽ ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയാണ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ആക്ട് ചെയ്യുന്നത്. ഇതിൽ 3 ലെവലിലാണ് അസസ്മെന്റ് നടക്കുന്നത്. ഒന്ന് സ്കിൽ, ബേസിക് സ്കിൽസ്, ദെൻ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നത്. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഇസ് എ കോമ്പിറ്റൻസി ബേസ്ഡ് ഫ്രെയിംവർക്ക് ദാറ്റ് ഓർഗനൈസ്ഡ് ഓൾ ക്വാളിഫിക്കേഷൻസ് അക്കോർഡിംഗ് ടു എ സീരീസ് ഓഫ് ലെവൽസ് ഓഫ്. എന്തൊക്കെയാണ് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു. വൺ ഈസ് സ്കിൽ, then knowledge, then see skill, knowledge and aptitude. ഈ 3 ഏരിയയാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എ, സി ആൻഡ് ഇ, ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. മനസ്സിലായോ എന്താണ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന്? ഓക്കെ, സോ ഈ 3 ലെവലിലായിരിക്കും കോമ്പിറ്റൻസി അസസ് ചെയ്യുന്നത്. Now, what is the full form of NHERC? NHERC അതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ NHERC എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇതെല്ലാം പുതിയ ബോഡീസ് ആണ്, പുതിയ ക്വസ്റ്റ്യൻസ് ആണ്, പുതിയ ക്വസ്റ്റ്യൻ ഏരിയാസ് ആണ്. സോ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ട്. സോ NHERC ഈ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ടോപ്പിക് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അതായത് HECI is proposed to replace the University Grants Commission. അത് UGCയെ മാറ്റിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബോഡിയാണ്. UGCക്ക് പകരമായിട്ട് വരാനിരിക്കുന്ന അപ്പെക്സ് റെഗുലേറ്ററി ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്ന ബോഡി ആയിരിക്കും HECI. സോ ഇറ്റ് എയിംസ് ടു സ്ട്രീംലൈൻ ദി റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് പ്രൊമോട്ട് ക്വാളിറ്റി, ഓട്ടോണമി ആൻഡ് ഇന്നോവേഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനിലെ എൻ്റയർ റെഗുലേറ്ററി പ്രോസസ്സും ഹയർ എഡ്യൂക്കേഷനെ മൊത്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ബോഡി എന്നുള്ള രീതിയിലായിരിക്കും HECI ആക്ട് ചെയ്യുന്നത്. Then HECI has multiple verticals to fulfill various roles. ഇതിന് പല ഭാഗങ്ങളുണ്ട്. HECIയുടെ തന്നെ പല ഓർഗൻസ് ഉണ്ടെന്ന് പറയാം. അതാണ് ഇൻക്ലൂഡിംഗ് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ, NAC. ഇപ്പോഴത്തെ NAC ചെയ്യുന്ന അതേ പർപ്പസ് NAC ആയിരിക്കും ചെയ്യുന്നത്. അതേപോലെ ദി ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ, ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ and General Education Council and the National Higher Education Regulatory Council. So these are the different elements, like different branches, different verticals of HECI. National Higher Education Council of India different verticals ആണ്. ഒന്ന് National Accreditation Council, രണ്ടാമതായിട്ട് Higher Education Grants Council, then General Education Council and National Higher Education Regulatory Council. Okay, അതിൽ നിന്നാണ് നമ്മൾ ചോദിച്ചിരുന്നത്. സോ ലെറ്റ് സീ വാട്ട് ഈസ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ഈസ് ഇൻഡീഡ് വൺ ഓഫ് ദി വെർട്ടിക്കൽസ് അണ്ടർ HECI. നമ്മൾ പറഞ്ഞു, സെർവിങ് ആസ് ദി പ്രൈമറി റെഗുലേറ്ററി ബോഡി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു റെഗുലേറ്ററി ബോഡി, പ്രൈമറി റെഗുലേറ്ററി ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നത് HECI ആണ്. സോറി, NHERC ആണ്. It is designed to bring multiple regulatory functions under single authority, excluding medical and legal education. അതായത് ഒരു റെഗുലേറ്ററി ബോഡി എന്നുള്ള രീതിയിൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ആണ്. അതുകൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷനിൽ വരുന്ന എല്ലാ ഏരിയാസും എക്സെപ്റ്റ് മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ അതിനുവേണ്ടി വേറെ ബോഡി ആയിരിക്കും. അതല്ലാതെ ബാക്കിയുള്ള എല്ലാ ഫ്രെയിംവർക്കും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരും. എല്ലാ ഹയർ എഡ്യൂക്കേഷനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ആയിട്ടാണ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ആക്ട് ചെയ്യുന്നത്. സോ HECയുടെ ഭാഗമായിട്ടാണ് ഇവ വരുന്നത്. ദെൻ രണ്ടാമതായിട്ട് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ, രണ്ടാമത്തെ വെർട്ടിക്കൽ ആണ്. സോ NAC is meant to accredit institutions based on various parameters, including good governance, public self-disclosure norms, and outcomes. Accreditation is crucial for assessing and ensuring the quality of higher education institutions. ഇന്ന് NAC accreditation എന്നൊക്കെ പറയുന്നത് പോലെ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് HECയിൽ വരാൻ പോകുന്ന ബോഡിയാണ് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. ഓക്കെ, ഈ നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ആയിരിക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും വേരിയസ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രേഡ് ചെയ്യാൻ പോകും. അത്തരത്തിൽ ഗുഡ് ഗവേണൻസ്, ദെൻ പബ്ലിക് സെൽഫ് ഡിസ്ക്ലോഷർ, ഡിഫറെന്റ് നോംസ് ആൻഡ് ഔട്ട്കംസ് ഇവയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് NAC, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ, അടുത്ത വെർട്ടിക്കൽ. നാഷണൽ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ ഇസ് ഡിസൈൻ ടു ഫെസിലിറ്റേറ്റ് ദി ഫണ്ടിങ്. UGCയുടെ ബേസിക് പർപ്പസ് അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ ആയിരിക്കും. ഫണ്ടിങ് ആൻഡ് ഫിനാൻസിങ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ based on transparent criteria. It plays a role in allocating financial resources to institutions. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫിനാൻഷ്യൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലായിരിക്കും ഫണ്ടിങ് ഫ്ലോ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിലാണ് തീരുമാനിക്കുന്നത്. ഇത് ട്രാൻസ്പെറന്റ് ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് സുതാര്യമായിരിക്കും. ആ രീതിയിൽ എങ്ങനെ ഫണ്ട് മൂവ്മെന്റ് നടത്താം എന്നുള്ളതാണ് ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ ചെയ്യാൻ പോകുന്നത്. ദെൻ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. So General Education Council is responsible for creating a framework for learning outcomes in higher education programs, often referred to as graduate attributes. അതായത് ലേണിംഗ് ഔട്ട്കംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുട്ടികൾ എന്ത് പഠിച്ചു, എന്തൊക്കെയാണ് അവർക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്, ഈ ഒരു ലേണിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത്, ആ ലേണിംഗ് ഔട്ട്കംസിനെ കൃത്യമായിട്ട് നിർവചിക്കുക, അതിനുവേണ്ടി ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് GECയുടെ പർപ്പസ്. സോ ഇറ്റ് also contributes to the development of higher education qualification framework. So national education qualification framework ഡെവലപ്പ് ചെയ്യുന്നതിനും ഒരു സപ്പോർട്ട് ചെയ്യുന്നത് GEC ആണ്. ഓക്കെ, സോ GEC ആണ് ഈ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെന്റ്, ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം യഥാർത്ഥത്തിൽ NEP-യുമായി ബന്ധപ്പെട്ടാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പുതിയ പ്രൊവിഷൻസ് ആണ്. സോ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാന്ന് ഓർക്കുക. റിമെമ്പർ ദിസ്. യെസ്, NETF-നെ പറ്റി പറഞ്ഞു. ദെൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞു. ദെൻ നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി, സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി, നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, ദെൻ HECI, ഈ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ പല വെർട്ടിക്കൽസ്, അത് ചെയ്യുന്ന ഡിഫറെന്റ് ആസ്പെക്ട്സ് വെച്ചുകൊണ്ടാണ് ഈവൻ NSQF ആയാലും നാഷണൽ സ്കെയിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ആയാലും അതിന്റെ ഭാഗമായിട്ട് വരും. അതിൽ മേജർ വെർട്ടിക്കൽസ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതിന് ഒരു വെർട്ടിക്കൽ ആണ്. അതിന്റെ ഭാഗമായിട്ട് വരുന്നത് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ, ദെൻ ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. സോ ദീസ് ആർ ദി മേജർ ബോഡീസ്. ഇതൊക്കെ ഒന്ന് ഇതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഓരോ കൗൺസിൽ കൊണ്ട്, അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ശരി, അടുത്ത ഒരു ക്വസ്റ്റ്യൻ.
following the recommendations of which committee the Central Advisory Board of Education was revived in 1935. സോ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കമ്മീഷൻസിനെ പറ്റിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇൻഡിപെൻഡൻസിന് മുമ്പ് ദി കമ്മിറ്റി ദി സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബോഡിയെ റിവൈവ് ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എസ് വുഡ് കമ്മിറ്റി, ദെൻ ഹാർട്ടോ കമ്മിറ്റി, വുഡ് അബോട്ട് കമ്മിറ്റി, സാഡ്ലർ കമ്മിറ്റി. ഇത് നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് മെയിൻ കമ്മിറ്റീസ് ആണല്ലോ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കമ്മിറ്റീസ് ആണ് ഓപ്ഷൻസിലുള്ളത്, ഹാർട്ടോ കമ്മിറ്റി, സാഡ്ലർ കമ്മിറ്റി. ദെൻ വുഡ് കമ്മിറ്റി മേ ബി വുഡ്സ് ഡിസ്പാച്ച് ആയിരിക്കും. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റെലവെന്റ് ഫോർ us. വുഡ്സ് ഡിസ്പാച്ച് മാത്രം മനസ്സിലാക്കുക. ദെൻ വുഡ് അബോട്ട് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി പ്രോമിനന്റ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടില്ല. ഐ തിങ്ക് വെറുതെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഓക്കെ, എനിവേ ലെറ്റ്സ് സി. റൈറ്റ് ആൻസർ ഈസ് ഹാർട്ടോ കമ്മിറ്റി. കമ്മിറ്റീസിനെ ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ്, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള മേജർ എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള 4-5 എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നാമത്തെയാണ് വുഡ്സ് ഡിസ്പാച്ച്. 1854 വുഡ്സ് ഡിസ്പാച്ച് ക്രിയേറ്റ് ചെയ്തത്. സോ ഓഫൺ റിഗാർഡഡ് ആസ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, ബിക്കോസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന ബേസിക് ഡോക്യുമെന്റ് ആണ്. ഇത് പ്രകാരം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒരു കമ്പൽസറി തിങ് ആക്കി മാറ്റുമായിരുന്നു. So often regarded as the Magna Carta of English education in India, this dispatch was prepared by Sir Charles Wood. It emphasized the importance of providing education in English and the promotion of science and literature. So ഈ ഒരു ചാൾസ് വുഡിന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം, ആ റെക്കമെൻഡേഷൻസ് ആണ് വുഡ്സ് ഡിസ്പാച്ച് എന്നറിയപ്പെടുന്നത്. ഇത് പ്രകാരം അവർ എംഫസൈസ് ചെയ്തിരുന്ന ഏരിയ ഒന്ന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക ആൻഡ് പ്രൊമോഷൻ ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. It laid the foundation of development of a systematic educational structure in India. ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു കമ്മീഷനാണെന്ന് പറയാം വുഡ്സ് ഡിസ്പാച്ച്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നു ബിക്കോസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കി മാറ്റുന്നത് ഈ ഒരു ഡിസ്പാച്ച് വഴിയാണ്. അതോടൊപ്പം സയൻസിനും ലിറ്ററേച്ചറിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഈവൻ ദോ ഇന്ത്യയിലെ ആദ്യത്തെ സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തത് വുഡ്സ് ഡിസ്പാച്ച് ആണെന്ന് പറയാം. ദെൻ അതിനുശേഷം വന്നിരിക്കുന്ന അടുത്ത കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ 1982-83. ഹണ്ടർ കമ്മീഷൻ, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതിനെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് കൂടി പറയും. ഇറ്റ് വാസ് സ്റ്റേഡ് ബൈ സർ വില്യം ഹണ്ടർ. ദി കമ്മീഷൻ എയിം ടു ഇവാലുവേറ്റ് the progress of education since Wood's dispatch and recommended reforms. വുഡ്സ് ഡിസ്പാച്ച് പ്രകാരം പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ് എത്രമാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നതിനെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹണ്ടർ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തത്. ഗോട്ട് ഇറ്റ്? വുഡ്സ് ഡിസ്പാച്ച് പ്രകാരം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ റെക്കമെൻഡേഷൻസ് എത്രമാത്രം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തുകൊണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ് ഹണ്ടർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. സോ ഇറ്റ് എംഫസൈസ് ദി നീഡ് ഫോർ പ്രാക്ടിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് കോൾഡ് ഫോർ ഇൻക്രീസ്ഡ് ഗവൺമെന്റ് എയ്ഡ് ടു എഡ്യൂക്കേഷൻ. സോ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ കമ്മീഷൻ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുത്തത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കാനുള്ളതാണ്. ബിക്കോസ് കുട്ടികളിലേക്ക് എഡ്യൂക്കേഷൻ എത്തണമെങ്കിൽ അതുവഴി അവർക്കൊരു ബെനിഫിറ്റ് വേണം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ കുട്ടികൾ എഡ്യൂക്കേഷന്റെ ഭാഗമാകൂ എന്നുള്ള റെക്കമെൻഡേഷൻ ഇതിന്റെ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എഡ്യൂക്കേഷനുള്ള എയ്ഡ് കൂടുതലായിട്ടുള്ള സപ്പോർട്ട് കൂടുതലായിട്ട് കൊടുക്കണം എന്നുള്ളതും ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ദെൻ അടുത്തത് സാഡ്ലർ കമ്മീഷൻ. ഇറ്റ് വാസ് അപ്പോയിന്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ 1917 ടു എൻക്വയർ ഇൻ ടു ദി കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. സോ എന്തിനു വേണ്ടിയാണ് സാഡ്ലർ കമ്മീഷൻ? ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ നിലവിലുള്ള കണ്ടീഷൻ എന്താണ് അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തത്. കമ്മീഷൻ വാസ് ഹെഡഡ് ബൈ സർ മൈക്കിൾ സാഡ്ലർ. ദി കമ്മീഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1919. The report was a comprehensive document that deals with the various aspects of university education in India. So actually ഇത് കൽക്കട്ട എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, കൽക്കട്ട എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത് സാഡ്ലർ കമ്മീഷൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് അതിന്മേൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാഡ്ലർ കമ്മീഷൻ ബിൽ ക്രിയേറ്റ് ചെയ്തത്. വാട്ട് ഹാപ്പൻഡ് വാസ്
ഈ ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കൽക്കട്ട യൂണിവേഴ്സിറ്റി മാത്രമല്ല ഇന്ത്യയിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റീസിലും വേണ്ട റെക്കമെൻഡേഷൻസും സജഷൻസും ഒക്കെ സാലറി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇതൊരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ റെക്കമെൻഡേഷൻ ആണെന്ന് നമ്മൾ പറയാനുള്ള കാരണം. സോ ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് various aspects of university education in India. The report recommended establishment of a university organization to coordinate the work of the universities and promote higher education in the country. അതായത് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റീസിന്റെ വർക്ക്സിനെ ഓവർസീ ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ വേണം. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നും അതേപോലെ ഹയർ എഡ്യൂക്കേഷനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണമെന്നും ഒക്കെയുള്ള റെക്കമെൻഡേഷൻസ് സാലറി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നു. സോ സാലറി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഓർക്കും? ആദ്യം ഓർക്കേണ്ടത്, ഞാൻ ഓർക്കേണ്ട ഏരിയ ആയതുകൊണ്ടാണ് വീണ്ടും നിർത്തുന്നത്. സാലറി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുക, ഇത് ഓൾസോ നോൺ ആസ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് കൂടി പറയും. ബിക്കോസ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് അതിന്മേൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാലറി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്. 1917 അപ്പോയിന്റ് ചെയ്തത്. ആൻഡ് ആക്ച്വലി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ മൊത്തം പ്രശ്നങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കാരണം അദ്ദേഹം സജസ്റ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റീസിന് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റി വേണം. UGCയെ പോലെ, നിലവിലുള്ള UGCയെ പോലെ യൂണിവേഴ്സിറ്റീസിനെ മൊത്തമായിട്ട് കോർഡിനേറ്റ് ചെയ്യാവുന്ന ഒരു അതോറിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ഹയർ എഡ്യൂക്കേഷന്റെ പ്രൊമോഷന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. ഇത് രണ്ടുമാണ് സാലറി കമ്മീഷന്റെ മേജർ റെക്കമെൻഡേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ദെൻ അടുത്തത് ഹാർട്ടോ കമ്മിറ്റി. നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ ഹാർട്ടോ കമ്മിറ്റിയാണ്. സോ ഹാർട്ടോ കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സൈമൺ കമ്മീഷൻ. 1929 സൈമൺ കമ്മീഷൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. സോ സൈമൺ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തതാണ് ഹാർട്ടോ കമ്മിറ്റി. ആസ് ആൻ ഓക്സിലറി കമ്മിറ്റി ചെയർഡ് ബൈ ഫിലിപ്പ് ഹാർട്ടോക്ക് ടു പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ എഡ്യൂക്കേഷൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻസിന്റെ പ്രശ്നങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യൻസിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ടൈമിൽ എഡ്യൂക്കേഷനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി, എഡ്യൂക്കേഷന്റെ പ്രോബ്ലംസ് എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തു. ആ കമ്മിറ്റിയാണ് ഹാർട്ടോ കമ്മിറ്റി. സോ ദി ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സ്കൂൾസ് ആൻഡ് കോളേജസ് ഹാഡ് റിസൾട്ടഡ് ഇൻ ഡിക്ലൈൻ ഓഫ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ്. ബട്ട് ഹാപ്പൻ ടു അസ്, ഈ ഒരു ഹാർട്ടോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ ടൈമിൽ സ്കൂൾസും അതേപോലെ തന്നെ കോളേജസും ഒക്കെ കൂടി. അങ്ങനെ കൂടിയപ്പോൾ എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു. ദി ഹാർട്ടോ കമ്മിറ്റി വാസ് ഫോംഡ് ടു report on educational development. It concentrated its attention more on primary and secondary education and less on university education. ഹാർട്ടോ കമ്മിറ്റി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പ്രൈമറി എഡ്യൂക്കേഷനിലും സെക്കൻഡറി എഡ്യൂക്കേഷനിലുമാണ്. കൂടുതൽ ടേഴ്സറി ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ദെൻ ഇറ്റ് ഡിവോട്ടഡ് far more attention to mass education than secondary and university education. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാസ് എഡ്യൂക്കേഷൻ ആണ്, എലമെന്ററി എഡ്യൂക്കേഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഹാർട്ടോ കമ്മിറ്റി. ദെൻ ദി സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ CABE വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1920. ബിക്കോസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, സാലറി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമൊക്കെ സജഷൻസ് ഉണ്ടായിരുന്നു. ഒരു സെൻട്രൽ ബോർഡ് വേണം, സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡ് വേണം എന്നുള്ള സജഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രകാരം 1920 തന്നെ ഈ ബോഡി ക്രിയേറ്റ് ചെയ്തു. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഡിസോൾവ് ഇൻ 1923. 1923 ആയപ്പോൾ ആ ബോഡി ഡിസോൾവ് ചെയ്തത്. ആസ് എ മെഷർ ഓഫ് ഇക്കോണമി, ഇറ്റ് വാസ് റിവൈസ്ഡ് ഇൻ 1935 ഫോളോയിങ് ദി റെക്കമെൻഡേഷൻസ് ഓഫ് ഹാർട്ടോ കമ്മിറ്റി. അതായത് ആദ്യം അത് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഒഴിവാക്കിയതാണ്. അന്നത്തെ പ്രശ്നങ്ങൾ കാരണം അത് ഒഴിവാക്കിയതാണ്. പിന്നീട് ഹാർട്ടോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം വീണ്ടും ഈ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഏരിയ. സോ ആദ്യം ക്രിയേറ്റ് ചെയ്തത് സാലറി കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷമാണ്. പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു. പിന്നീട് ഹാർട്ടോ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം റിവൈവ് ചെയ്തത് ഹാർട്ടോ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. ദെൻ മറ്റൊരു കമ്മീഷനാണ് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ളത്, സർജൻ പ്ലാൻ 1944, ഫോർമുലേറ്റഡ് ബൈ J.W. Sargent. This plan aimed at post-war educational development in India. ഇൻഡിപെൻഡൻസിന് 1944 ആണ്. അതായത് സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇന്ത്യൻസിന്റെ സപ്പോർട്ട് വേണം. പ്രധാന പ്രശ്നം അതാണ്, സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇന്ത്യൻസിന്റെ സപ്പോർട്ട് വേണം ബ്രിട്ടീഷിന്. ആ ഒരു ടൈമില് അവരപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ വാറിന് ശേഷം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒക്കെ തരാം എന്നുള്ളതായിരുന്നു അവരുടെ
അവരുടെ ആക്ച്വലി ഓഫർ ആയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. മുമ്പ് ഇതേപോലെ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ അന്ന് പല കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ചെയ്തത് എന്താണ്? ആക്ച്വലി ചെയ്തത് 1920 പ്രശ്നങ്ങൾ, ഒരുപാട് ജാലിയൻവാലാബാഗ് കഴിയുന്നു, അതിനുശേഷം സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അതെല്ലാം 1920-21 ടൈം പീരീഡിൽ ഇന്ത്യ ഫേസ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ അന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞൊന്നും തന്നില്ല, നമ്മൾ പക്ഷെ സപ്പോർട്ട് ചെയ്തു. വീണ്ടും അതേപോലെ സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോഴും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ സപ്പോർട്ട് ചോദിച്ചപ്പോഴാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരണ്ട, വിട്ടുപൊക്കോളാൻ, ആ രീതിയിലുള്ളൊരു പ്രതിഷേധം ആ ഒരു ടൈമിൽ ഓർഗനൈസ് ചെയ്തിരുന്നു. അത് റിസൾട്ട്, ഈ പ്രതിഷേധങ്ങളുടെയൊക്കെ റിസൾട്ടായിട്ട് ഇന്ത്യയിൽ വാറിന് ശേഷം എഡ്യൂക്കേഷൻ റിഫോംസ് എങ്ങനെയായിരിക്കണം, അതേപോലെ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട പോളിസീസ് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പല കമ്മീഷൻസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ക്യാബിനറ്റ് മിഷനൊക്കെ 1945 ഇന്ത്യയിലേക്ക് വരുന്നതൊക്കെ. ഓക്കെ, എനിവേ സർജന്റ് പ്ലാൻ ആ ഒരു ടൈമിലെ എഡ്യൂക്കേഷൻ റിഫോംസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. സോ ദിസ് പ്ലാൻ എയിംഡ് അറ്റ് പോസ്റ്റ് വാർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഇറ്റ് പ്രപ്പോസ്ഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ യൂണിവേഴ്സിറ്റി ഇൻ ഈച്ച് പ്രൊവിൻസ് ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്റർമീഡിയറ്റ് കോളേജസ്. ഓരോ യൂണിവേഴ്സിറ്റീസും ഓരോ പ്രൊവിൻസിലും വേണം, ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള കോളേജസ് ഡെവലപ്പ് ചെയ്യണം. ദെൻ ദി പ്ലാൻ പ്ലേഡ് എ റോൾ ഇൻ ഷേപ്പിംഗ് ദി എഡ്യൂക്കേഷണൽ പോളിസീസ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്. അതായത് സർജൻ പ്ലാന്റെ ഈ എഡ്യൂക്കേഷണൽ റിഫോംസിന്റെ റെക്കമെൻഡേഷൻസ് വെച്ചുകൊണ്ടാണ് പിന്നീട് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മളുടെ എഡ്യൂക്കേഷൻ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും. ആക്ച്വലി നമ്മളുടെ എഡ്യൂക്കേഷൻ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, റിഫോംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സർജൻ പ്ലാൻ അവിടെ ഒരു ബേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് ആയാലും അതിനുശേഷം വന്നിരിക്കുന്ന റിപ്പോർട്ടുകളായാലും ഏറ്റവും അവിടെ ചേഞ്ച് ചെയ്തത് സർജൻ പ്ലാൻ പ്രകാരമുള്ള റെക്കമെൻഡേഷൻസിനെയാണെന്ന് തന്നെ പറയാം. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ എഡ്യൂക്കേഷൻ റിഫോംസ് ബിഫോർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള മേജർ എഡ്യൂക്കേഷൻ റിഫോംസ് ജസ്റ്റ് ഒന്ന് നോക്കുക. വൂഡ്സ് ഡിസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ, ഹാർട്ടോ കമ്മിറ്റി, ദെൻ സർജൻ പ്ലാൻ. ദെൻ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഇൻ ബിറ്റ്വീൻ പറയേണ്ടതാണ്. 1937 വാദ സ്കീം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ. ദി സ്കീം അസോസിയേറ്റഡ് വിത്ത് മഹാത്മാഗാന്ധി എയിം ടു പ്രൊവൈഡ് പ്രാക്ടിക്കൽ ആൻഡ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ. ഇറ്റ് എംഫസൈസ്ഡ് ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ലേണിംഗ് ത്രൂ പ്രൊഡക്റ്റീവ് വർക്ക് ആൻഡ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഫിസിക്കൽ, ഇന്റലക്ച്വൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ്. സോ ഇതിന് ഇൻ ബിറ്റ്വീൻ വന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ. 1937 മഹാത്മാഗാന്ധിയുടെ ലീഡർഷിപ്പിൽ കൊണ്ടുവന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു അത്. ആ സിസ്റ്റം പ്രകാരം ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഒരു ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് വർക്കുകൾ പഠിച്ചുകൊണ്ട് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്തു പഠിക്കുക. നമ്മൾ പറയില്ലേ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ. ദെൻ അതോടൊപ്പം തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഫിസിക്കൽ, ഇന്റലക്ച്വൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ്, ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാൻ ആയിട്ടാണ് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് മഹാത്മാഗാന്ധിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയാം. 1937 ഈ സ്കീം കൊണ്ടുവന്നത്. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ ഇസ് ഹാർട്ടോ കമ്മിറ്റി. നൗ മറ്റൊരു ക്വസ്റ്റ്യൻ. ഗീവൺ ബിലോ, നമ്മൾ ആ ഏരിയ കഴിഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് പോവാണ്. ഗീവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. ദി ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഈസ് ദി ചാൻസലർ ഓഫ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. സെക്കൻഡ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ക്യാൻ ഡിസൈൻ their own syllabus and coursework. എന്ത് തോന്നുന്നു? വാട്ട് ഈസ് എ ഡീംഡ് യൂണിവേഴ്സിറ്റി? ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള യൂസേജ് തെറ്റാണ്, അത് മാറ്റണമെന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. ഡീംഡ് ടു ബി എ യൂണിവേഴ്സിറ്റി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്താണ് ഡീംഡ് ടു ബി എ യൂണിവേഴ്സിറ്റി? ദീസ് ആർ നോട്ട് ആക്ച്വൽ യൂണിവേഴ്സിറ്റി, എന്നാൽ പിന്നീട് യൂണിവേഴ്സിറ്റി ആയേക്കാം. ഓക്കെ, അതായത് നിലവിൽ അതൊരു യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല, എന്നാൽ യൂണിവേഴ്സിറ്റി ആകാൻ ചാൻസ് ഉള്ള, അതേ രീതിയിൽ അത്രയും നല്ല എക്യുപ്മെന്റ്സ് ഉള്ള അല്ലെങ്കിൽ അത്രയും കേപ്പബിലിറ്റീസ് ഉള്ള, ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, ഡെവലപ്മെന്റ് ഉള്ള തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഡീംഡ് ടു ബി എ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്തരം യൂണിവേഴ്സിറ്റീസിന്റെ പ്രൊവിഷൻസ് വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ദി governor of the state is the chancellor of that deemed university. Is it true? Then deemed university can decide their own syllabus or coursework.
വാട്ട് യു തിങ്ക്? എന്ത് തോന്നുന്നു? പറ്റൂ? ആക്ച്വലി മനസ്സിലാക്കുക, രണ്ടും ശരിയാണ്. ഒന്നാമതായിട്ട് ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ഏതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയാലും അതിന്റെ ചാൻസലർ എന്ന് പറയുന്നത്, ഏതൊരു യൂണിവേഴ്സിറ്റി ആയാലും അതിന്റെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ല, യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അതിന്റെ ചാൻസലറായിട്ട് ആക്ട് ചെയ്യുന്നത് ഗവർണർ തന്നെയായിരിക്കും. രണ്ടാമതായിട്ട് ഏതൊരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടേതായ സിലബസും അവരുടേതായ കോഴ്സ് വർക്കും ക്രിയേറ്റ് ചെയ്യാൻ റൈറ്റുണ്ട്. ആ ഡീംഡ് യൂണിവേഴ്സിറ്റി സെൽഫ് ഗവേണിംഗ് ആണ്, അതുകൊണ്ട് അവർക്കും അത്തരത്തിൽ കോഴ്സ് വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. കൺസെപ്റ്റ് കിട്ടിയോ? മനസ്സിലായോ? ശരി, ഡീംഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്തു. അടുത്തത്, വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് ദീക്ഷ? ദീക്ഷ നമ്മൾ ഐ തിങ്ക് ICT-യുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണല്ലേ? ICT-യുമായി ബന്ധപ്പെട്ട് ദീക്ഷ പോർട്ടലിനെ പറ്റി പറഞ്ഞു. എന്തായിരുന്നു അത്? യെസ്, വെരി ഗുഡ്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. Diksha is digital infrastructure for knowledge sharing. You can see it. Diksha, which stands for Digital Infrastructure for Knowledge Sharing, is an initiative by Indian government to provide a digital platform for teachers and students. So teachers, basically teachers-ന് ഒരു ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു മീഡിയ പ്ലാറ്റ്ഫോം, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാം. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഇറ്റ് എയിംസ് ടു റെവല്യൂഷണൈസ് ദി വേ ടീച്ചേഴ്സ് ആക്സസ് ആൻഡ് യൂസ് ലേണിംഗ് മെറ്റീരിയൽ, മേക്കിംഗ് ഇറ്റ് മോർ ഇന്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ്. സോ മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാനും അതേപോലെ തന്നെ ഡിഫറെന്റ് ഫാക്കൽറ്റീസ് തമ്മിൽ നെറ്റ്വർക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് കിട്ടും. സോ ദി primary goal of Diksha is to provide a platform that offers engaging e-content in various formats like text, video, audio, interactive content for teachers, students and parents. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് വേണ്ടിയായിരുന്നു മാത്രം. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടി കോഴ്സ് കണ്ടന്റും മെറ്റീരിയൽസും ഒക്കെ ആക്സസ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ദീക്ഷ ആക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഏരിയ നമ്മൾ പറയുമ്പോൾ ഡിഫറെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ ഡിഫറെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സിനെ പറ്റി നമുക്ക് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കാണ്, NIRF, which was launched by Ministry of Education. NIRF ranks higher education institutions based on various parameters such as teaching, research, outreach and perception. This initiative aims to promote excellence in higher education. അതായത് ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻസിനെ റാങ്ക് ചെയ്യുന്ന ഒരു മെത്തേഡ്, അത് അത്തരം ഒരു റാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ടീച്ചിങ് ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാകാം, റിസർച്ച്, ഔട്ട്റീച്ച്, പെർസെപ്ഷൻ പോലുള്ള പല ആസ്പെക്റ്റുകൾ എടുത്തുകൊണ്ടാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയും ഇങ്ങനെ റാങ്ക് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് NIRF റാങ്കിങ്. ദെൻ സ്റ്റഡി ഇൻ ഇന്ത്യ, SII, Study in India, is a program that is designed to attract international students to pursue higher education in India. അതായത് ഫോറിൻ സ്റ്റുഡൻസിനെ ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷന് പെർസ്യൂ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം, ഒരു ഇനിഷ്യേറ്റീവാണ് സ്റ്റഡി ഇൻ ഇന്ത്യ. സോ ഇറ്റ് ഓഫേഴ്സ് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് കോഴ്സസ് അക്രോസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. പല തരത്തിലുള്ള ഒരുപാട് കോഴ്സസ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് ഓഫർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് സ്റ്റഡി ഇൻ ഇന്ത്യ. ദെൻ അടുത്ത സ്കീം രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ, RUSA, is a centrally sponsored scheme that aims to provide strategic funding to eligible state level higher education institutions. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ചോദിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏത് ബോഡിയാണ് ഈ ഒരു ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫണ്ടിങ് എന്താണ്? സ്റ്റേറ്റ് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട സ്ട്രാറ്റജിക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാനാണ്. So it focuses on improving infrastructure, facility, faculty, quality and overall quality of education. So സ്റ്റേറ്റ് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം, അതിനു വേണ്ടിയുള്ള സെൻട്രൽ ലെവൽ ഇനീഷ്യേറ്റീവാണ് RUSA.
ഓക്കെ, റുസ വീണ്ടും വീണ്ടും ഓർക്കുക, ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ്. റുസയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. എന്തിനു വേണ്ടിയാണ്? സെൻട്രൽ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആണ്. ആ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റിനകത്തുള്ള സ്റ്റേറ്റ് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. അതാണ് ഇതിന്റെ പർപ്പസ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് മേ ബി ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഫാക്കൽറ്റി എൻറിച്ച്മെന്റ് ഓർ ഓവറോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും ആകാം. ഇതെല്ലാമാണ് റുസ ചെയ്യുന്നത്. ദെൻ അടുത്ത് സ്വയത്തെ പറ്റി നമ്മൾ ഇനിയും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് സ്വയം is a ഓൺലൈൻ പ്ലാറ്റ്ഫോം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ICT-യുമായി ബന്ധപ്പെട്ടത്. ദെൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി NDL. NDS ഈസ് എ ഡിജിറ്റൽ റെപ്പോസിറ്ററി ഓഫ് ലേണിംഗ് റിസോഴ്സസ്. ഇവയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ, ഞാൻ വേഗം പറഞ്ഞു പോവാണ്. NDL ഈസ് എ ഡിജിറ്റൽ റെപ്പോസിറ്ററി ഓഫ് ലേണിംഗ് റിസോഴ്സസ് including textbook, articles, videos and more. It provides a single window access to e-resources for learners and educators. നമുക്ക് ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽസ് അക്സസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. ഇതുവഴി നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ അക്സസ് ചെയ്യാം, ആർട്ടിക്കിൾസ് അക്സസ് ചെയ്യാം, വീഡിയോസ് അക്സസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ റെപ്പോസിറ്ററിയാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. ദെൻ ഉന്നത് ഭാരത് അഭിയാൻ, UBA. UBA എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? UBA എന്താണ്? ഇറ്റ് ആൻ ഇനീഷ്യേറ്റീവ് ടു കണക്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് റൂറൽ കമ്മ്യൂണിറ്റീസ്. അതായത് വില്ലേജുകളെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു 5 റൂറൽ വില്ലേജുകളെയും ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഏൽപ്പിക്കുക. അവർ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ വില്ലേജുകളും ഇവരെ ഏൽപ്പിക്കുകയാണ്. അതുപ്രകാരം ഇറ്റ് എൻകറേജസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു അഡോപ്റ്റ് വില്ലേജസ് ആൻഡ് വർക്ക് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്ട്സ്. ഈ വില്ലേജിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഏറ്റെടുത്ത് ചെയ്യുകയും അതേപോലെ അവരുടെ ഡെവലപ്മെന്റ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ഇന്റർവെൻഷൻസ് നടത്തുക. ഇതൊക്കെയാണ് UBA എയിം ചെയ്യുന്നത്. UBA 2.0 ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. UBA 1 കഴിഞ്ഞു, UBA 2.0 ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. Then Smart India Hackathon. Smart India Hackathon is a national-wide initiative to promote innovation and problem solving through technology. So ഇതൊരു ഹാക്കത്തോൺ ആണ്, കേട്ടിട്ടില്ലേ? സോ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇന്നോവേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ അതിനുവേണ്ടിയാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് നടത്തുന്നത്. സോ ഇറ്റ് ബ്രിങ്സ് ടുഗദർ സ്റ്റുഡൻസ്, ഇൻഡസ്ട്രി ആൻഡ് ഗവൺമെന്റ് ടു സോൾവ് റിയൽ വേൾഡ് ചലഞ്ചസ്. നിലവിലുള്ള റിയൽ വേൾഡ് ചലഞ്ചസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ സ്റ്റുഡൻസിനെയും ഇൻഡസ്ട്രീസിനെയും അതേപോലെ ഗവൺമെന്റിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു മെക്കാനിസം. അതാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ. ഓക്കെ, ദെൻ അടുത്തത് നാഷണൽ ഡിജിറ്റൽ ഡെപ്പോസിറ്ററി. ദാറ്റ് യു നോ റൈറ്റ്? എന്തായിരുന്നു നാഷണൽ ഡിജിറ്റൽ ഡെപ്പോസിറ്ററി? ആർക്കെങ്കിലും ഒന്ന് പറയാമോ മൈക്ക് ഓൺ ചെയ്ത് പെട്ടെന്ന്? നമ്മൾ ഓൾറെഡി ICT ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ് ഇത്തരം സെയിം ഏരിയാസ് ഹയർ എഡ്യൂക്കേഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി? NAD, the online storehouse of academic certificates, right? അല്ലേ? ഓർക്കുന്നുണ്ടോ? Yes or no? യെസ്, നമ്മളുടെ അക്കാഡമിക് അവാർഡ്സും നമ്മുടെ സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റെപ്പോസിറ്ററിയിൽ അവൈലബിൾ ആക്കും. അത് പ്രകാരമുള്ള ബെനിഫിറ്റ്സ് എന്താണ്? ഒരു ഫോർജറി ഇല്ലാന്ന് ഉറപ്പാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ സേഫ് കസ്റ്റഡി എൻഷുർ ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ വെരിഫിക്കേഷൻ ഒക്കെ പോസിബിൾ ആവും. അതൊക്കെയാണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. NAD is a centralized repository for academic certificates. It aims to eliminate the need for physical certificates by digitally storing and verifying academic documents. ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സിന്റെ ആവശ്യം ഇല്ലാതാക്കുകയാണ്. അത് ഡിജിറ്റലി ഇത്തരം ഡോക്യുമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത് വഴിയും അതേപോലെ വെരിഫൈ ചെയ്യുന്നത് വഴിയും അത്തരം ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സിന്റെ ആവശ്യം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അടുത്തത് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, ദാറ്റ് ഈസ് NPTEL. NPTEL ചാനൽസിലൊക്കെ കാണാറുണ്ടാവും, റൈറ്റ്? An initiative aims to provide high quality learning resources to students and teachers across the country through an online platform.
ഓൺലൈൻ വഴി ഹൈ ക്വാളിറ്റി വീഡിയോ റിസോഴ്സസും അതേപോലെ ലെക്ചർ റിസോഴ്സും ഒക്കെ അവൈലബിൾ ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് NPTEL. ഓക്കെ, ദെൻ അടുത്തത് പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്, PMRF, പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്. This initiative aims to encourage research in the country by providing financial assistance to students pursuing research in science and technology. അതായത് ബേസിക്കലി സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കുക, ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് IITസിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IITസിലും IIMലും ഒക്കെ ചെയ്യുന്നവർക്കാണ്. ഒക്കെ നമ്മൾ റിസർച്ച് ചെയ്യുവാണെങ്കിൽ അതിനാണ് ഇത്തരം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ്. ഓർക്കുക. അടുത്തത് സ്കീം ഫോർ, സോ നമ്മൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത്? IITയും IIScയും ആണ് കേട്ടോ. IIM എന്ന് ഞാൻ പറഞ്ഞു വിചാരിക്കണം, ഒന്ന് ഇഗ്നോർ ചെയ്യുക, ഒന്ന് മാച്ച് കളഞ്ഞേക്കുക. IITസിലും IIScസിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും റിസർച്ച് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ റിസർച്ച് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് സ്പാർക്ക്, സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. Scheme for promotion of academic and research collaboration. This initiative aims to promote collaboration between Indian and foreign institutions in the areas of research and education. ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിനെ ഫോറിൻ ടൈപ്പിൽ, ഫോറിൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായുള്ള ടൈപ്പിൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക, റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഇതൊക്കെയാണ് സ്പാർക്ക് എയിം ചെയ്യുന്നത്. സോ ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏത് ഏരിയയിലാണ്? റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ ടൈപ്പുകൾ കൊണ്ടുവരാം, കൊളാബറേഷൻസ് കൊണ്ടുവരാം. അതുവഴി ഇന്ത്യൻ സ്റ്റുഡൻസിനും ഫോറിൻ സ്റ്റുഡൻസും ഒരുമിച്ച് കൊണ്ടുള്ള റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യുക, ഇന്ത്യൻ ഫാക്കൽറ്റീസും ഫോറിൻ ഫാക്കൽറ്റീസും ഒരുമിച്ച് നിന്നുള്ള റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു സ്കീം ടാർഗറ്റ് ചെയ്യുന്നത്, സ്പാർക്ക്. അടുത്തത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, NTA. So an initiative aims to conduct entrance examination for admission to higher education institutions in the country. So entrance examination conduct ചെയ്യാനുള്ള പർപ്പസോട് കൂടിയാണ് NTA ടെസ്റ്റിംഗ് ഏജൻസിയാണ്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഓരോ ഏരിയയിലുമുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള ടാസ്ക് ആണ് NTA ഏറ്റെടുത്തിരിക്കുന്നത്. ദെൻ GIAN, ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദി ഇനീഷ്യേറ്റീവ് എയിംസ് ടു ഇൻവൈറ്റ് ഫോറിൻ ഫാക്കൽറ്റീസ് to teach courses in Indian higher education institutions. അതായത് ഫോറിൻ ഫാക്കൽറ്റീസിനെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുകയും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യിപ്പിക്കുകയും ഒക്കെയാണ് ഇതിന്റെ ഒരു പർപ്പസ്. സോ എമിനന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഇവിടെ വന്ന് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുവഴി നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടി എന്താ പറയുക, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എയിം ചെയ്യുന്നത്. ദെൻ ഇത്രയും മേജർ ഇനീഷ്യേറ്റീവ്സ് ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞ ഇനീഷ്യേറ്റീവ്സ് ദീക്ഷയിലാണ് തുടങ്ങിയത്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്, ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക്, സ്റ്റഡി ഇൻ ഇന്ത്യ, രാഷ്ട്രീയ ഉച്ചത ശിക്ഷാ അഭിയാൻ, സ്വയം, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, ഉന്നത് ഭാരത് അഭിയാൻ, സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ, നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്, ദെൻ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. സ്പാർക്കിന്റെ ഫുൾ ഫോം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്പാർക്കിന്റെ ഫുൾ ഫോം ഇതാണെന്ന് ഓർത്തേക്കാം. ദെൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി GIAN. എനി ഡൗട്ട്സ്? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണ്? ഓക്കെ, ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു NEP 2020, more higher education institutions shall be established and developed in underserved regions to ensure full. According to NEP 2020, NEP 2020യുടെ ഒരു പ്രൊവിഷൻ ആയിട്ട് പറയുന്നതാണ്, more higher education institutions shall be established and developed in underserved regions to ensure full dash. എന്തിനു വേണ്ടിയാണ് വേണമെന്ന് പറയുന്നത്?
3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി. അതാണ് ചോദ്യം. നമ്മളുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ആക്സസ്, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഈ 3 കാര്യങ്ങൾ എൻഷുർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ഹൈലൈറ്റ്സ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു തവണ ഒന്ന് വായിച്ചേക്കുക. ബിക്കോസ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അത്രയും റീസെന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയതുകൊണ്ട് ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ് അറ്റ്ലീസ്റ്റ് വൺസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഗീവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. രണ്ട് ചോദിച്ചിരിക്കുന്നത് NPTEL പറ്റിയാണ്. NPTEL പറ്റി നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞുള്ളൂ. സോ ദി സ്റ്റേറ്റ്മെന്റ് 1, NPTEL is the smallest online repository in the world of courses in engineering, basic sciences and selected humanities and management subjects. Statement 2, NPTEL is a joint venture of IITs and IISc funded by Ministry of Education, Government of India, and it was launched in 2000. രണ്ട് ക്വസ്റ്റ്യൻസ് എത്രമാത്രം ഡീപ്പാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആദ്യത്തെ ഇറ്റ്സ് എ സ്മോളസ്റ്റ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. ബിക്കോസ് NPTEL ഇന്ത്യയിലാണ്. അത്രയും ഒരു വലിയ സ്റ്റോർ ഹൗസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് എ സ്മോളസ്റ്റ് വൺ. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് റോങ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ലോഞ്ചിങ് ടൈമുമായി ബന്ധപ്പെട്ടാണ്. 2000-ലാണോ NPTEL ലോഞ്ച് ചെയ്തത്? അല്ല, NPTEL ലോഞ്ച് ചെയ്തത് 2003-ലാണ്. ഓക്കെ, സോ NPTEL ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2003-ലാണ്. റിമെമ്പർ ദാറ്റ്. സോ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഓൺലൈൻ റെപ്പോസിറ്ററി, നോട്ട് ദി സ്മോളസ്റ്റ് വൺ. ലാർജസ്റ്റ് ഓൺലൈൻ റെപ്പോസിറ്ററി ആണ്. അതോടൊപ്പം തന്നെ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2003. രണ്ട് ഓപ്ഷനും തെറ്റായിരുന്നു. രണ്ട് ഓപ്ഷനും അത്ര പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് വരില്ല, എന്നാലും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. സോ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. സോ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, which stands for VSET, right, is an initiative by Indian government to provide quality education in engineering. ഏതൊക്കെ ഏരിയത്തിലാണെന്ന് ഓർക്കുക. എഞ്ചിനീയറിംഗ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, 3 കോർ ഏരിയത്തിലും. എഞ്ചിനീയറിംഗ് ആകാം, സയൻസ് ആകാം, ഹ്യൂമാനിറ്റീസ് ആകാം, ത്രൂ ഓൺലൈൻ കോഴ്സസ്. ഇറ്റ് ഈസ് എ ജോയിന്റ് വെഞ്ചർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IITസും ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc. NPTEL was launched in 2003 with a goal of enhancing quality of engineering education in India. എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാത്ത പർപ്പസോടുകൂടി 2003 ലോഞ്ച് ചെയ്തതാണ് NPTEL. ആൻഡ് യു നീഡ് ടു റിമെമ്പർ, സ്വയം കോഴ്സസ് എല്ലാം ഈ ഒരു സ്വയം എന്ന് പറയുന്നത് NPTELും ഒരേ രീതിയിലാണ്, ഒരേ ലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ജോയിന്റ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഓൺലൈൻ കോഴ്സസ് ആയിട്ടാണ് ഓഫർ ചെയ്യുന്നത്. ദെൻ ഫ്രീ ആക്സസ് ആണ്, പ്രൊവൈഡിങ് ഫ്രീ കോഴ്സസ് എന്നുള്ള രീതിയിൽ. വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യും. സർട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ അതിന് പേയ്മെന്റ് കൊടുക്കാം. ബാക്കി കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പേയ്മെന്റ് നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. സർട്ടിഫിക്കേഷൻ പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവിടെ ഫീ ആയിട്ട് ഒരു ചെറിയ നോമിനൽ ഫീ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ദെൻ ഡൈവേഴ്സ് സബ്ജക്ട്സ് ആർ അവൈലബിൾ. ക്വാളിറ്റി കണ്ടന്റ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഓപ്പൺ ആക്സസ് റെപ്പോസിറ്ററി, സബ്ജക്റ്റിന്റെ മെറ്റീരിയൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. കൊളാബറേഷൻ വിത്ത് ഇൻഡസ്ട്രീസ്, ടൈഅപ്പിലുള്ള കോഴ്സുകൾ ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് NPTELന്റെ TELുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഒരു ബ്രോഡ് 2-3 മേജർ ഏരിയാസ് നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏൻഷ്യന്റ് ഇന്ത്യയുമായി കണക്ട് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ലൈക്ക് യൂണിവേഴ്സിറ്റീസ്, ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, ദെൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതെല്ലാം ഒരു 10 minutes ബ്രേക്കിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വിൽ ടേക്ക് എ 10 minutes break. ആഫ്റ്റർ ദാറ്റ് വിൽ കണ്ടിന്യൂ. ഓക്കെ, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓഡിബിൾ ആണല്ലോ? ഓഡിബിൾ ആണോ? ഓക്കെ, ശരി. സോ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്.
In Upanishadic age, Mithili, sorry, Upanishadic age, Mithali became a prominent seat of the Brahmanical system of education. It was named. ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷന്റെ പ്രോമിനന്റ് സെന്റർ ആയിരുന്നു മിതാരി. അതിന്റെ പേരെന്തായിരുന്നു ആ ടൈമിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റിമെമ്പർ, ഇത് ജസ്റ്റ് ആ ആൻസർ എന്നുള്ള രീതി ഓർത്താൽ മതി. വിദേഹ എന്നാണ് ആ ടൈമില് ആ ഒരു പ്രോമിനന്റ് സെന്റർ ഓഫ് ലേണിംഗിന്റെ പേര് ഇങ്ങനെയായിരുന്നു, വിദേഹാസ് എന്നായിരുന്നു. ഓക്കെ, എനിവേ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റ്, ഈ ഒരു ഏരിയ പറയുവാണെങ്കിൽ ദർ ആർ ഡിഫറെന്റ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ്. സോ ഈ യൂണിവേഴ്സിറ്റീസിനെ നമ്മൾ ഇന്ന് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ബ്രാഹ്മണിക്കൽ സെന്റർ ഓഫ് ലേണിംഗ്, ദെൻ ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ്, അതേപോലെ ജൈനിസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ബ്രാഹ്മണിക്കൽ സെന്റേഴ്സ് ഓഫ് ലേണിംഗ്, പ്രോമിനന്റ് ആയിട്ടുള്ള ബ്രാഹ്മണിക്കൽ സെന്റേഴ്സ് ഓഫ് ലേണിംഗ് ആണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് ഈസ് തക്ഷശില ഓർ ടാക്സില. ടാക്സിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് ഇപ്പൊ പാകിസ്ഥാനിലാണ്. സോ പാകിസ്ഥാൻ ആ റീജിയനിലാണ് ടാക്സില യൂണിവേഴ്സിറ്റി വരുന്നത്. ദെൻ അവിടെ ഫോളോ ചെയ്തിരുന്ന സിസ്റ്റം ബ്രാഹ്മണിക്കൽ ഓർ വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ദെൻ ഇറ്റ് ഈസ് നോട്ടബിൾ ഫോർ ഋഗ്വേദ ആൻഡ് ആയുർവേദ സ്റ്റഡീസ്. പ്രോമിനന്റ് ആയിട്ടുള്ള വർക്ക്സ് അല്ലെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിരുന്നത് ഋഗ്വേദ ബേസ് ചെയ്തിട്ടും ആയുർവേദ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ആയിരുന്നു. ദെൻ നോട്ടബിൾ ഫിഗേഴ്സ് ചരക ഓർ വിഷ്ണുഗുപ്ത ഓർ ചാണക്യ, ഓൾ ആർ സെയിം കേട്ടോ. ആൻഡ് ആൻ ഏൻഷ്യന്റ് ഇന്ത്യൻ ഫിസീഷ്യൻ. Okay, so believed to have studied in a studied and practiced. So എനിക്ക് ആള് ചെറുതായിട്ടൊന്ന് മാറി തോന്നുന്നു. ചരകാരായിരുന്നു. Anyone please support me? ചരക. ആ ഏതായിരുന്നു? ആ ഓപ്പറേഷൻ ആദ്യമായിട്ട് ചെയ്ത് വെക്കിയല്ലേ, അതല്ലേ? എനിവേ അത് സുശ്രുതയാണല്ലേ ഈ ഓപ്പറേഷൻ ചെയ്തത്. ഓക്കെ, ചരക എനിവേ ആയുർവേദ എക്സ്പേർട്ട് ആയിരുന്നു. ഞാൻ ആള് മാറിപ്പോയി, ഞാൻ ഉദ്ദേശിച്ചത് ചാണക്യയാണ്. ചാണക്യ, വിഷ്ണുഗുപ്ത എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അർത്ഥശാസ്ത്ര എഴുതിയാണ്. അത് നമ്മുടെ പ്രോമിനന്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറിയുമായി ബന്ധപ്പെട്ട പ്രോമിനന്റ് വർക്ക്സ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, രണ്ടുപേരെ ഞാൻ പേരൊന്ന് ചെറുതായിട്ട് മാറിപ്പോയാണ്, ക്ഷമിക്കുക. സോ ചരക, ഏൻഷ്യന്റ് ഇന്ത്യൻ ഫിസിഷ്യൻ who believed to have studied and practiced medicine here. ആയുർവേദയിൽ ഇദ്ദേഹം പ്രൊമനന്റ് വർക്ക്സ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മെഡിസിൻ പഠിച്ചു എന്ന് പറയുന്ന സ്ഥലം ടാക്സിലയാണ്. അതോടൊപ്പം സബ്ജക്ട്സ് പറയുകയാണെങ്കിൽ അപ്പാർട്ട് ഫ്രം വേദിക് സ്റ്റഡീസ്, ദി സെന്റർ ഈസ് നോൺ ഫോർ ഇറ്റ്സ് എംഫസിസ് ഓൺ സയൻസ്, മെഡിസിൻ ആൻഡ് മിലിറ്ററി സ്ട്രാറ്റജി. സോ പ്രോമിനന്റ് സബ്ജക്ട്സ് ഇതൊക്കെയാണ്. സയൻസ്, വേദിക് സ്റ്റഡീസ് ഈസ് ദെയർ. വേദിക് സ്റ്റഡീസ് കൂടാതെ സയൻസിന്റെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിരുന്നു. അതോടൊപ്പം മെഡിസിൻ, ദെൻ മിലിറ്ററി സ്ട്രാറ്റജി, ഈ ഏരിയാസിലൊക്കെയാണ് കൂടുതൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. കൂടാതെ ടാക്സിലയുടെ അഡ്മിഷൻ പ്രോസസ് പറയുകയാണെങ്കിൽ അഡ്മിഷൻ ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു എനി സ്പെസിഫിക് കാസ്റ്റ് ഓർ ക്രീഡ്. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടോ ക്രീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റുഡൻസ് ഫ്രം വേരിയസ് റീജിയൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ് കെയിം ടു സ്റ്റഡി. സോ സ്റ്റഡി എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു, ആക്സസിബിൾ ആയിരുന്നു എന്ന് പറയാം. അക്കാഡമിക്സ്, ദി കരിക്കുലം ഇൻക്ലൂഡഡ് ദി വേദാസ്, വേദാംഗാസ്, then philosophies, astronomy and the other branches of knowledge. ഇതിലുള്ള പല അക്കാഡമിക്കൽ ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേദാസ്, അതേപോലെ വേദാംഗാസ് എന്ന് പറഞ്ഞാൽ വേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അഡീഷണൽ സോഴ്സസ്, സോ റിച്വൽസ് ആണ് പ്രധാനമായിട്ടും വേദാംഗാസിൽ വരുന്നത്. ദെൻ ഫിലോസഫി, അസ്ട്രോണമി ആൻഡ് അതർ ബ്രാഞ്ചസ് ഓഫ് നോളജ്, ഇതെല്ലാം തക്ഷശിലയുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഓഫർ ചെയ്തത് സബ്ജക്റ്റാണ്. ദെൻ കാശി ഓർ വാരണാസി, ഈ ഒരു സെന്റർ ഓഫ് ലേണിംഗ് എന്നുള്ള രീതിയിലാണ്, യൂണിവേഴ്സിറ്റീസ് എന്നുള്ള രീതിയിലല്ല. സെന്റർ ഓഫ് ലേണിംഗ് എന്നുള്ള രീതിയിൽ കാശിയെ പറ്റി പറയുമ്പോൾ ലൊക്കേഷൻ ഉത്തർപ്രദേശ്, ഇന്ത്യ. സിസ്റ്റം ബ്രാഹ്മണിക്കൽ ഓർ വേദിക് എഡ്യൂക്കേഷൻ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നോട്ടബിൾ ഫോർ വേദിക് സ്റ്റഡീസ് ആൻഡ് ഫിലോസഫി. ദെൻ ഗംഗാ ഘട്ട്സ്, കാശി സിറ്റുവേറ്റഡ് ഇൻ ദി ബാങ്ക്സ് ഓഫ് റിവർ ഗാംഗസ് റിവർ ആൻഡ് ദി ഘട്ട്സ് along the river served as a location for philosophical debates and discussions. ഒരുപാട് ഫിലോസഫിക്കൽ ഡിബേറ്റ്സും ഡിസ്കഷനും ഒക്കെ നടന്ന റീജിയൻ ആയിട്ടാണ് ഇതിനെ കരുതുന്നത് കാശി. ദെൻ അഡ്മിഷൻ ഓപ്പൺ ടു സ്റ്റുഡൻസ്. കാശിയിലുള്ള എഡ്യൂക്കേഷൻ റീജിയൻ സെന്റേഴ്സിലൊക്കെ എഡ്യൂക്കേഷൻ പ്രോമിനൻസിൽ നമുക്ക് യഥാർത്ഥത്തിൽ എല്ലാ സ്റ്റുഡൻസിനും ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾക്കും എൻട്രി കൊടുത്തിരുന്നു.
ദി എംഫസിസ് ഓൺ വേദിക് സ്റ്റഡീസ് ആൻഡ് ഫിലോസഫി, പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വേദിക് എഡ്യൂക്കേഷനും അതോടൊപ്പം ഫിലോസഫിയുമാണ്. ദെൻ അക്കാഡമിക്സ്. അക്കാഡമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വാരണാസി വാസ് ദി ഹബ് ഫോർ വേദിക് സ്റ്റഡീസ് ആൻഡ് ദി സ്കോളർ എൻഗേജ്ഡ് ഇൻ ഡിസ്കഷൻ ഇൻ വേരിയസ് ഫിലോസഫിക്കൽ ടോപ്പിക്സ്. വേദിക് സ്റ്റഡീസ് ആണ് പ്രധാനമായിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഫിലോസഫിക്കൽ ഡിസ്കഷനും ഒക്കെ നടന്നിരുന്ന ഒരു റീജിയൻ ആണ് വാരണാസി. ദെൻ അടുത്തത് അയോധ്യ. അയോധ്യയിലേക്ക് വരുമ്പോൾ ബ്രാഹ്മണിക്കൽ സ്റ്റഡീസ് ആണ്, വേദിക് എഡ്യൂക്കേഷൻ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. വേദിക് സ്റ്റഡീസ് തന്നെയാണ് അയോധ്യ റീജിയനും വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ സെന്റേഴ്സ്. 3 മേജർ സെന്റേഴ്സ് ബ്രാഹ്മണിക്കൽ സെന്റേഴ്സ് ആയിട്ട് പറയാവുന്ന 3 സെന്റേഴ്സ് ആണ്. ഒന്ന് തക്സില, ദെൻ കാശി, ദെൻ അയോധ്യ. ഇനി ബുദ്ധിസ്റ്റ് സെന്റേഴ്സ് ഓഫ് ലേണിംഗ്. ബുദ്ധിസ്റ്റ് സെന്റേഴ്സിലേക്ക് വരുമ്പോൾ ആദ്യത്തത് നളന്ദയാണ്. ദി ലൊക്കേഷൻ വരുന്നത് ബീഹാർ. സിസ്റ്റം ബുദ്ധിസ്റ്റ് സിസ്റ്റമാണ്. നോട്ടബിൾ ഫോർ ബുദ്ധിസ്റ്റ് ഫിലോസഫി, മാത്തമാറ്റിക്സ്, മെഡിസിൻ ആൻഡ് ആസ്ട്രോണമി. ദീസ് ആർ ദി മേജർ സബ്ജക്ട്സ്. ലൈബ്രറി, അവിടുത്തെ ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പറയേണ്ട അവിടുത്തെ ലൈബ്രറിയാണ്. നളന്ദ യൂണിവേഴ്സിറ്റി ഹാഡ് എ മാസീവ് ലൈബ്രറി കോൾഡ് ധർമ്മഗഞ്ച്, മൗണ്ടൻ ഓഫ് ട്രൂത്ത് എന്നുള്ള രീതിയിൽ. എന്താണ് അതിന്റെ മീനിങ്? സോ വിച്ച് വാസ് കൺസിഡേർഡ് ദി ലാർജസ്റ്റ്, വൺ ഓഫ് ദി ലാർജസ്റ്റ് ലൈബ്രറീസ് ഓഫ് ഏൻഷ്യന്റ് ടൈംസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറീസിൽ ഒരെണ്ണമായിരുന്നു ഈ ധർമ്മഗഞ്ച്. Then subjects, the curriculum included Buddhist philosophy, astronomy, grammar, logic, and medicine. So these were the different subjects. Admission Nalanda was open to students from different parts of the world. Admission was based on merit. How did admission test? Admission tough, വളരെ ടഫ് ആയിട്ടുള്ള അഡ്മിഷൻ എക്സാമിനേഷൻ, അഡ്മിഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ. അത് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ടെസ്റ്റ് മെറിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അഡ്മിഷൻ കൊടുത്തിരുന്നത്. അഡ്മിഷൻ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ചെലവും യൂണിവേഴ്സിറ്റി തന്നെ വഹിക്കുമായിരുന്നു. ആൻഡ് സ്റ്റുഡൻസ് ഹാഡ് ടു പാസ് ആൻ എൻട്രൻസ് എക്സാമിനേഷൻ. ആ എൻട്രൻസ് എക്സാമിനേഷൻ വളരെ ടഫാണ്. പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ചെലവും സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നില്ല. അക്കാഡമിക്സ്, ദി കരിക്കുലം കവേർഡ് വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ബുദ്ധിസ്റ്റ് ഫിലോസഫി, ലോജിക്, മെഡിസിൻ, ആസ്ട്രോണമി ആൻഡ് ലാംഗ്വേജസ്. ദെൻ അടുത്ത യൂണിവേഴ്സിറ്റിയാണ് വിക്രമശില, ബുദ്ധിസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള. ലൊക്കേഷൻ ബീഹാർ. They are notable for Buddhist philosophy and logic. Pedagogy, Vikramshila was known for its unique teaching method. Different types of teaching methods were used. അവിടെ യൂസ് ചെയ്യുന്ന യൂണിക് ടീച്ചിങ് മെത്തേഡ് തന്നെ വിക്രംശിലയിലെ പ്രോമിനന്റ് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എംഫസൈസിങ് ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ ആസ് എസെൻഷ്യൽ കോമ്പോണൻസ് ഓഫ് ലേണിംഗ്. ലേണിംഗിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന പെഡഗോജിക്കൽ സ്റ്റൈൽ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഡിബേറ്റ് ആൻഡ് ഡിസ്കഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അത് തന്നെ ലേണിംഗിലേക്ക് നയിക്കുന്ന രീതിയിലാണ് വിക്രംശിലയിലെ സ്ട്രക്ചർ വരുന്നത്, ടീച്ചിങ് സിസ്റ്റം വരുന്നത്. ദെൻ അഡ്മിഷൻ സിമിലർ ടു നളന്ദ. അഡ്മിഷൻ വാസ് ബേസ്ഡ് ഓൺ മെറിറ്റ്. മെറിറ്റ് വെച്ചിട്ടാണ് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്തത്. സ്റ്റുഡൻറ് ഹാഡ് ടു ഡെമോൺസ്ട്രേറ്റ് ദെയർ പ്രൊഫിഷ്യൻസി ഇൻ വേരിയസ് സബ്ജക്ട്. അഡ്മിഷന് വേണ്ടി അവർക്ക് ആ സബ്ജക്റ്റിലുള്ള പ്രൊഫിഷ്യൻസി എന്താണെന്നുള്ളത് കാണിക്കുക. ഒരു അഡ്മിഷൻ ടെസ്റ്റ് അല്ല, ഒരു എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലല്ല, എന്നാലും പ്രൊഫിഷ്യൻസി അനുസരിച്ചുകൊണ്ടാണ് സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുത്തിരുന്നത്. അക്കാഡമിക്സ്, വിക്രംശില സ്പെഷ്യലൈസ്ഡ് ഇൻ സ്റ്റഡി ഓഫ് ബുദ്ധിസ്റ്റ് ഫിലോസഫി ആൻഡ് ലോജിക്. 2 ഏരിയ എന്ന് പറയുന്നത്, ഒന്ന് ബുദ്ധിസ്റ്റ് ഫിലോസഫി, രണ്ടാമതായിട്ട് ലോജിക്. ഈ 2 ഏരിയയിലാണ് വിക്രംശില സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. ദെൻ ജെയിൻ സെന്റേഴ്സ് ഓഫ് ലേണിംഗ്. ജെയിൻ സെന്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രാവണ ബെൽഗോള, ലൊക്കേഷൻ കർണാടക, സിസ്റ്റം ജെയിൻ ആണ്. നോട്ടബിൾ ഫോർ ജെയിൻ ഫിലോസഫി ആൻഡ് സ്ക്രിപ്ചേഴ്സ്. ദെൻ ഗോമതേശ്വര സ്റ്റാച്യു. ശ്രാവണ ബെൽഗോള is famous for a monolithic Gomadeshwara statue, which and served as a center for the study of Jain philosophy and scriptures. So ഈ ശ്രാവണ ബെൽഗോള ഫേമസ് ആയിരിക്കുന്ന റീസൺ ഒക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ജെയിൻ സെന്റേഴ്സിൽ ഒരെണ്ണമാണ് ശ്രാവണ ബെൽഗോള എന്ന് ഓർത്താൽ മതി. ദെൻ അഡ്മിഷൻ വാസ് ഓപ്പൺ ടു സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ജെയിൻ ഫിലോസഫി. ജെയിൻ ഫിലോസഫി സ്ക്രിപ്ചേഴ്സിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാമായിരുന്നു. ദെൻ അക്കാഡമിക്സ് ഫോക്കസ് ഓൺ ജെയിൻ റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് ഫിലോസഫി. പ്രോമിനന്റ് ആയിട്ട് ജെയിൻ റിലീജിയസ് ടെക്സ്റ്റും ജെയിൻ ഫിലോസഫിയുമാണ് പഠിപ്പിച്ചിരുന്നത്. ദെൻ കുണ്ടൽപൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് ലൊക്കേഷൻ വരുന്നത്. ജെയിൻ ഫിലോസഫിയാണ്, ജെയിൻ സ്റ്റഡീസ് ആണ് പ്രധാനമായിട്ട് വന്നത്. ദെൻ ബിസൈഡ്സ് ബീയിങ് എ സെന്റർ ഓഫ് ലേണിംഗ്, കുണ്ടൽപൂർ ഈസ് ഓൾസോ എ സിഗ്നിഫിക്കന്റ് ജെയിൻ പിൽഗ്രിമേജ് സൈറ്റ്. സോ ഒരു സെന്റർ ഓഫ് ലേണിംഗ് കൂടാതെ ഒരു പിൽഗ്രിമേജ് സൈറ്റ് കൂടിയാണ് ഈ പറയുന്ന കുണ്ടൽപൂർ. അഡ്മിഷൻ സ്റ്റുഡൻസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ജെയിൻ സ്റ്റഡീസ്. ആർക്ക് വേണമെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജെയിൻ സ്റ്റഡീസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും കുണ്ടൽപൂരിൽ ജോയിൻ ചെയ്യാം. അക്കാഡമിക്സ്, ദി സെന്റർ ഓഫേർഡ് കോഴ്സസ് ഇൻ ജെയിൻ ഫിലോസഫി ആൻഡ് സ്ക്രിപ്ചേഴ്സ്. ജെയിൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കുണ്ടൽപൂരിലും
കോഴ്സുകളായിട്ട് ഓഫർ ചെയ്തിരുന്നത്. ദെൻ മറ്റ് സെന്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ ഈസ് ഉജ്ജയിൻ. സോ ലൊക്കേഷൻ ഇസ് മധ്യപ്രദേശ്, ഇന്ത്യ. സിസ്റ്റം വേരിയഡ് ആണ്, അതായത് ഇറ്റ്സ് എ മിക്സ്ചർ. വേദിക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, ജെയിൻ ഫിലോസഫി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊടുത്തിരുന്ന ഒരു പ്രോമിനന്റ് സെന്റർ ഓഫ് ലേണിംഗ് ആണ് ഉജ്ജയിൻ. ദെൻ നോട്ടബിൾ ഫോർ അസ്ട്രോണമി, മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോളജി. 3 ഏരിയയിലാണ് പ്രോമിനന്റ് ആയിട്ടും ഉജ്ജയിൻ കോഴ്സുകൾ ഓഫർ ചെയ്തിരുന്നത്. ദെൻ ഉജ്ജയിൻ വാസ് എ മേജർ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോളജി. The observatory built by Maharaja Jai Singh II in the 18th century continues this tradition. 18th century മഹാരാജ ജയ്സിംഗ് ടു ഒരു ഒബ്സർവേറ്ററി അവിടെ ബിൽഡ് ചെയ്തിരുന്നു. ഈ ഒരു അതായത് അസ്ട്രോണമിയിലും അതേപോലെ അസ്ട്രോളജിയിലുമുള്ള സ്റ്റഡീസ് കോഴ്സസ് ഓഫർ ചെയ്യുന്ന ട്രഡീഷൻ ഇന്നും കണ്ടിന്യൂ ചെയ്തു. Then admission, Ujjain attracted scholars interested in astronomy and astrology. Then city was a center for advanced studies in these fields. So prominent ആയിട്ടുള്ള 2 ഏരിയ നമ്മൾ ഓർക്കുക. ഉജ്ജയിൻ പറയുവാണെങ്കിൽ 2 ഏരിയസിലാണ് പ്രൊമിനന്റ് ആയിട്ട് വരുന്നത്. ഒന്ന് അസ്ട്രോണമിയിലും രണ്ടാമതായിട്ട് ആസ്ട്രോളജിയിലും. സോ അക്കാഡമിക് സ്കോളേഴ്സ് വെർ എൻഗേജ്ഡ് ഇൻ സ്റ്റഡി ഓഫ് മാത്തമാറ്റിക്കൽ അസ്ട്രോളജി ആൻഡ് അതർ റിലേറ്റഡ് സ്റ്റഡീസ്. മാത്തമാറ്റിക്കൽ അസ്ട്രോളജി ആൻഡ് റിലേറ്റഡ് സ്റ്റഡീസ്. ഓക്കെ. ദെൻ വളബി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ലൊക്കേഷൻ ഗുജറാത്ത് ആണ്. സിസ്റ്റം മിക്സ്ചർ, ജെയിൻ, ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ്. ദ നോട്ടബിൾ ഫോർ ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ സ്റ്റഡീസ്. വളബി ഡിക്ലൈൻഡ് ആഫ്റ്റർ ദി അറബ് ഇൻവേഷൻ. അറബ് ഇൻവേഷൻ വരുന്നത് 1192 അതിനുശേഷം ഡിക്ലൈൻ ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇൻവേഷന്റെ ഭാഗമായിട്ട് തന്നെ ഡിസ്ട്രക്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് വളബി. ആൻഡ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഗ്രേറ്റ് വളബി ലൈബ്രറി ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലോസസ് ടു ദി ഏൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ. ആ ഒരു വളബി ലൈബ്രറി നശിപ്പിച്ചത് ഏറ്റവും വലിയൊരു നഷ്ടമായിട്ടാണ് കരുതപ്പെടുന്നത്. അഡ്മിഷൻ, വളബി welcomed students from different backgrounds, including Brahminical, Buddhist and Jain scholars. പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്കും ഒരുമിച്ച് പഠിക്കാവുന്ന ഒരു അവസരമാണ് ഒരുക്കിയിരുന്നത്. അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ ദി സെന്റർ വാസ് നോൺ ഫോർ ഡൈവേഴ്സ് സ്റ്റഡീസ് ഇൻക്ലൂഡിംഗ് ലിറ്ററേച്ചർ, ഗ്രാമർ, ലോജിക് ആൻഡ് ഫിലോസഫി. പല സബ്ജക്റ്റുകൾ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്കോപ്പ് അവിടെ ഉണ്ടായിരുന്നു. ലിറ്ററേച്ചർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഗ്രാമർ, ലോജിക് ആൻഡ് ഫിലോസഫി. ഇതാണ് കോർ ഏരിയസ് ആയിട്ട് പറയാവുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ. നമ്മൾ ആ ഒരു സെന്റേഴ്സ് ഓഫ് ലേണിംഗിനെ ക്ലാസിഫൈ ചെയ്തതാണ്. ബുദ്ധിസ്റ്റ് സെന്റേഴ്സ് ഓഫ് ലേണിംഗ്, അതേപോലെ ബ്രാഹ്മണിക്കൽ സെന്റേഴ്സ് ഓഫ് ലേണിംഗ്, ദെൻ ജെയിൻ സെന്റേഴ്സ് ഓഫ് ലേണിംഗ് ആൻഡ് ഫൈനലി ഒരു മിക്സ്ഡ് അതർ സെന്റേഴ്സ് ഓഫ് ലേണിംഗ്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? Is it clear? Yes, sir. Yes, sir. Okay, sir. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും റീസെന്റ് ആയിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ബി മോഡൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫോർ ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ അറ്റ് പാർ വിത്ത് IITs, IIMs with the aim to attract highest global standards in quality education. അതായത് താഴെ തന്നിരിക്കുന്ന ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റീസിനുള്ള ഒരു മോഡലാണ്. അതായത് IITസിനും IIMും ഒക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോഡലാണ്. ആ മോഡലിന്റെ പേരെന്താണ്? ദിസ് ഇസ് സജസ്റ്റഡ് ബൈ നമ്മളുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മളുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെ ഈ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മോഡലിന്റെ പേര് MERUS എന്നാണ്. MERUS, മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി. ഈ ഒരു സ്റ്റാറ്റസിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എയിം ചെയ്യുന്നത്. ഓക്കെ. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്. ജസ്റ്റ് ഓർത്താൽ മാത്രം മതി. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ മെൻഷൻ ദാറ്റ് ഇസ് പ്രൊവൈഡഡ് ഇൻ NEP. NEPയിൽ പറയുന്ന ഒരു മെൻഷൻ മാത്രമാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എയിം ചെയ്യുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. സ്വയം നാഷണൽ കോർഡിനേറ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് AICTE, UGC, NPTEL, then CEC. ഡൊമൈൻ ആൻഡ് കണ്ടന്റ് ഡെവലപ്മെന്റ്. അതിനകത്ത് ഡിഫറെന്റ് ഡൊമൈൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഡൊമൈൻസിലെ ഏതൊക്കെ ആളുകളാണ് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് മനസ്സിലാക്കാം. സോ കോഴ്സ് കണ്ടന്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് സ്വയം കോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് സെൽഫ് ബേസ്ഡ് ആൻഡ് ഇന്റർനാഷണൽ കോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അവരുടെ ഏരിയ എന്ന് പറയുന്നത് സെൽഫ് ബേസ്ഡ് ആൻഡ് ഇന്റർനാഷണൽ കോഴ്സസ് ആണ്. അതേപോലെ NPTEL എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നത് NPTEL ആണ്, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ദെൻ UGC ക്രിയേറ്റ് ചെയ്തത് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ. നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ കോഴ്സസ് ആണ് UGC ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ CEC കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷന് വേണ്ട സപ്പോർട്ടിംഗ് കോഴ്സസ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മീഷൻ അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ. ദെൻ NCERT സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. IGNOU ഔട്ട് ഓഫ് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ട സപ്പോർട്ട്, ഔട്ട് ഓഫ് സ്കൂൾ. ദെൻ IIBMB മാനേജ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂർ, അവരാണ് മാനേജ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ക്രിയേഷൻ നടത്തുന്നത്. ദെൻ NITTR അത് പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അവരാണ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസിന് വേണ്ട കണ്ടന്റ് ക്രിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ഏരിയ. കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നു, ഒന്ന് റെക്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു ഏരിയയിൽ നിന്നുമാണ് വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ കോർഡിനേറ്റിംഗ് ഏജൻസിയും അവർ ഏത് ഏരിയയാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാം. ജസ്റ്റ് നോക്കുക. സോ തന്നിരിക്കുന്ന ലിസ്റ്റിനെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കി. AICTEയുടെ പർപ്പസ് എന്താണ്? സെൽഫ് ബേസ്ഡ് ആൻഡ് ഇന്റർനാഷണൽ കോഴ്സസ് ആണ് AICTE ഓഫർ ചെയ്യുന്നത്. സോ AICTE സെൽഫ് ബേസ്ഡ് ആൻഡ് ഇന്റർനാഷണൽ കോഴ്സസ്. UGC ഓഫർ ചെയ്യുന്നത് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ. UGC ഓഫർ ചെയ്യുന്നത് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ. NPTEL എഞ്ചിനീയറിംഗ് ആണ് ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. NPTEL എഞ്ചിനീയറിംഗ്. ദെൻ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ആണ് CEC ഓഫർ ചെയ്യുന്നത്. CEC ഓഫർ ചെയ്യുന്നത് CEC എന്താണ്? കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് അവർ ഓഫർ ചെയ്യുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ആണ്. സോ ഇതാണ് സ്വയം പ്ലാറ്റ്ഫോമിൽ സ്വയം കോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്ന 8 ഇമ്പോർട്ടൻറ്റ് ബോഡീസ്. അവരുടെ കോഴ്സ് ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് നോക്കുക, ഇതുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഒരു ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതും സെയിം കൺസെപ്റ്റ് തന്നെയാണ് ചോദിച്ചിരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഏതാ ആൻസർ? A3 വരുന്ന ഏതാണ്? ഓപ്ഷൻ C, റൈറ്റ്. A3, B4, then C1 and D2. So option C is right. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇസ് ഇറ്റ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഇതൊക്കെ പുതിയ ഏരിയാസ് ആണ്, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഏരിയാസ് ആണ്. സോ യു ക്യാൻ എക്സ്പെക്ട് സച്ച് ക്വസ്റ്റ്യൻസ്. നൗ അടുത്തൊരു ക്വസ്റ്റ്യൻ. ആ NEPയുടെ ഡോക്യുമെന്റ് വായിക്കണം എന്ന് പറയാനുള്ള റീസൺ ഇതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടോ. ഫൈൻഡ് ഔട്ട് ദി നെയിംസ് ഓഫ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസ് ഹൂസ് നെയിംസ് ആർ മെൻഷൻഡ് ഇൻ NEP 2020. NEP 2020 മെൻഷൻ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? നളന്ദ, തക്ഷശില, മിഥില, വളഭി, വിക്രമശില. Okay, so the answer is actually Orca A. Nalanda is mentioned, then the Takshashila is mentioned. പക്ഷേ മിഥിലയെ പറ്റിയുള്ള മെൻഷൻ അവിടെ ഇല്ല. വളഭി മെൻഷൻ ചെയ്തിരുന്നു, അതോടൊപ്പം തന്നെ വിക്രമശില മെൻഷൻ ചെയ്തിരുന്നു. സോ ഈ 4 യൂണിവേഴ്സിറ്റീസ് ആണ് NEP 2020 മെൻഷൻ ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ നെയിംസ് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ പറഞ്ഞിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ നെയിംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നളന്ദ, തക്ഷശില, വളഭി ആൻഡ് വിക്രമശില. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ആക്ട് ഓഫ് ഇൻകോർപ്പറേഷൻ പാസ്ഡ് ബൈ ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയി ലോർഡ് കാനിങ് ഇൻ ജാനുവരി 1857? സോ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് 1857 ക്രിയേറ്റ് ചെയ്തത്? സിമ്പിളി അങ്ങനെയാണ് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി ചോദിച്ചതാണ്. അന്ന് ചോദിച്ചപ്പോൾ 1857 ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രോവിനന്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 1857 ക്രിയേറ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊവിൻഷ്യൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത്. അതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നു. അതായത് അന്നത്തെ വൈസ്രോയി ആയിരുന്നത് ലോർഡ് കാനിങ് ആണ്. വൈസ്രോയ എന്ന് പറഞ്ഞാൽ 1857 അദ്ദേഹം ഗവർണർ ജനറൽ ആണ്. 1858
എയ്റ്റില് വൈസ്രോയി പദവി വന്നതിന് ശേഷം അദ്ദേഹം വൈസ്രോയി ആയി മാറുന്നു. സോ അദ്ദേഹം തന്നെയായിരുന്നു ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലും. സോ ആ ഒരു കൺസെപ്റ്റാണ് അവർ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയി ലോർഡ് കാനിങ്. അദ്ദേഹം പാസ്സാക്കിയ ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ട 3 യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ 3 പ്രൊവിൻസസ് ആണ്. അന്ന് ബ്രിട്ടീഷ് പ്രൊവിൻസസ് ആയിരുന്ന 3 ഏരിയ. ഒന്ന് കൽക്കട്ട പ്രൊവിൻസ്, ദെൻ മദ്രാസ് ആൻഡ് ബോംബെ. കൽക്കട്ട യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി ആൻഡ് ബോംബെ യൂണിവേഴ്സിറ്റി. 3 പ്രൊവിൻസിലും ഓരോ യൂണിവേഴ്സിറ്റി വീതമാണ് 1857 ക്രിയേറ്റ് ചെയ്തത്. ഈ 3 യൂണിവേഴ്സിറ്റീസ് ആണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി ആൻഡ് ബോംബെ യൂണിവേഴ്സിറ്റി. സോ ദി റൈറ്റ് ആൻസർ ഈസ് that ACD. ഓർക്കാമല്ലോ, 2 തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത് 1857 ക്രിയേറ്റ് ചെയ്ത ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കോളേജസ്, യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കോളേജസ് ഉണ്ടായിരുന്നു. എന്നാലും ഗവൺമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ 3 യൂണിവേഴ്സിറ്റീസിനെയാണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി, ബോംബെ യൂണിവേഴ്സിറ്റി ആൻഡ് മദ്രാസ് യൂണിവേഴ്സിറ്റി. ഓക്കെ. Then, how many regional centers of UGC are there in India? ഇന്ത്യയിൽ UGCയുടെ എത്ര റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്? 6 റീജിയണൽ സെന്റേഴ്സ് ആണ് UGC ഉള്ളത്. 6 റീജിയണൽ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. 6 റീജിയണൽ സെന്റേഴ്സിൽ ഒരെണ്ണം പൂനെ, ദെൻ ഭോപ്പാൽ, കൊൽക്കത്ത, ഹൈദരാബാദ്, ഗുവാഹത്തി ആൻഡ് ബാംഗ്ലൂർ. ഈ 6 റീജിയണൽ സെന്റേഴ്സ് ആണ് UGCക്ക് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് കേട്ടോ. ശരി, സോ ദാറ്റ് ഈസ് ഫൈൻ, റൈറ്റ്? ക്ലിയർ അല്ലേ? ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള കുറേ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മറ്റ് റീജിയൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയണം. ഇതിന്റെയൊക്കെ ആൻസർ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ലോഞ്ച്ഡ് ഇൻ 2013 വിത്ത് ദി പർപ്പസ് ടു പ്രൊവൈഡ് വാട്ട്? ഇവിടെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ പറയണം. സ്ട്രാറ്റജിക് ഫണ്ടിങ് ടു എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ സ്കീമിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി. വെരി ഗുഡ്. സ്ട്രാറ്റജിക് ഫണ്ടിങ്, സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്ട്രാറ്റജിക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. സി ഒന്നും പറയല്ലേ, ബിക്കോസ് നമ്മൾ ഇത് കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് റുസ. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട സ്ട്രാറ്റജിക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിന്റെ പർപ്പസ്. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചോളാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. NIRF നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ ഇംപ്രിന്റ്. എന്താണ് ഇംപ്രിന്റ്? ഇംപ്രിന്റിന്റെ ഫുൾ ഫോം ഓർക്കുക: ഇമ്പാക്ട് ഇൻ റിസർച്ച്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. അതായത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഫീൽഡിലെ റിസർച്ച് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് അതോടൊപ്പം തന്നെ ഒരു എഞ്ചിനീയറിംഗ് പോളിസി ക്രിയേറ്റ് ചെയ്യുക. ഇത് രണ്ടുമാണ് ഇംപ്രിന്റിന്റെ പർപ്പസ്. ഒന്നാമതായിട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഫീൽഡ്, എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട റിസർച്ച് ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യുക. ഈ 2 പർപ്പസ് വെച്ചുകൊണ്ടാണ് ഇംപ്രിന്റ് ലോഞ്ച് ചെയ്തത്. ലൈക്ക് ഇംപ്രസ്, സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ ഇംപ്രസ് ആണ്, എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ അത് ഇംപ്രിന്റ് ആണ്. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് പാൻ IIT IISc joint initiative to develop a new education policy and a roadmap for research to solve the major engineering and technology challenges. ഇതാണ് പർപ്പസ്. എഞ്ചിനീയറിംഗ് ടെക്നോളജി ചാലഞ്ചസ്, ഇന്ത്യ ഫേസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ടെക്നോളജി ചാലഞ്ചസ് സോൾവ് ചെയ്യാനുള്ള ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും ഒരു റോഡ് മാപ്പും, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടിയുള്ള ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ്. സോ ദി പ്രിൻസിപ്പൽ മോട്ടോ റിമെയിൻസ് ദി സെയിം ഫോർ ഈച്ച് ഡൊമൈൻ. എനിവേ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് ആൻ എഡ്യൂക്കേഷൻ പോളിസി ഇൻകൾക്കേറ്റിംഗ് സയന്റിഫിക് ടെമ്പറിമെന്റ് ആൻഡ് ഇന്നോവേഷൻ. ഫസ്റ്റ് തിങ് ഈസ് എഡ്യൂക്കേഷൻ പോളിസി, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ടു ഡെവലപ്പ് എ റിസർച്ച് റോഡ് മാപ്പ്, റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക, അതിനുവേണ്ടിയുള്ള ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇത് രണ്ടുമാണ് ഇംപ്രിന്റ് പർപ്പസ്. ഇംപ്രിന്റ് ഫുൾ ഫോം ചോദിച്ചിട്ടുള്ളതാണ്: ഇമ്പാക്ടിംഗ് റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. ഓക്കെ, ദെൻ UAY രാഷ്ട്രീയ ഉച്ചതർ ആവിഷ്കാർ യോജന. ഉച്ചതർ ആവിഷ്കാർ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്ട് ടു സേ, it was announced in 2015 with a view to promoting innovation of a higher order which directly impacts the needs of industry.
അതായത് ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള ഇൻഡസ്ട്രീസിന് റെലവെന്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യാം. മാനുഫാക്ചറിങ് ഫീൽഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വേണം. അവർക്ക് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ആവശ്യം, അത്തരത്തിലുള്ള ഇന്നോവേഷൻസ് നടത്തുക. അങ്ങനെ അക്കാഡമി ഇൻഡസ്ട്രി കൊളാബറേഷൻ ആണ് UAY ടാർഗറ്റ് ചെയ്യുന്നത്. ഉച്ചതർ ആവിഷ്കാർ യോജന. കൺസെപ്റ്റ് കിട്ടിയോ? സോ എവിടെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്? ഒരു ഇൻഡസ്ട്രി അക്കാഡമിക് കൊളാബറേഷൻ. എന്തിനു വേണ്ടിയായിരിക്കും? ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഇന്നോവേഷൻസ്, അവർക്ക് ആവശ്യമുള്ള ഏരിയയിൽ ഇന്നോവേഷൻസ് കണ്ടക്ട് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ഏരിയയിൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക, പുതിയ ടെക്നോളജീസ് കൊണ്ടുവരിക. അതുവഴി ഈ എഡ്യൂക്കേഷനും കുട്ടികൾ എഡ്യൂക്കേഷൻ നടത്തുന്നതോടൊപ്പം തന്നെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കണം? ഇൻഡസ്ട്രീസിന് ബെനിഫിഷ്യൽ ആയിരിക്കണം. ആ ഒരു രീതിയിൽ ഇൻഡസ്ട്രി അക്കാഡമി കൊളാബറേഷൻ ആണ് ഉച്ചതർ ആവിഷ്കാർ യോജന ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ ഫണ്ടിങ് ഷെയർ ചെയ്യുന്നതൊക്കെ ഇൻഡസ്ട്രിയും ഷെയർ ചെയ്യും, ഇൻഡസ്ട്രിയും അതിന്റെ ഒരു പോർഷൻ ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് UAY. ദെൻ GIAN ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഫോറിൻ സയന്റിസ്റ്റിനെയും ഓണ്ടർപ്രണേഴ്സിനെയും ഒക്കെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എത്തിച്ച് അവിടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, കോഴ്സസ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക, ഇതൊക്കെയാണ് GIAN ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ സ്വയം, നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദാറ്റ്. സ്വയം പ്രഭ ഓർക്കുന്നുണ്ടല്ലോ, 80 DTH ചാനലുകളാണ്. ആ 80 DTH ചാനലുകളിൽ മെയിൻ ആയിട്ടുള്ള ചാനലുകളുടെ നമ്പേഴ്സ് പേരുകൾ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ICTയുടെ ഭാഗമായി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് നിങ്ങൾ എന്തായാലും നോക്കണം. ദെൻ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC came into existence on 28th December 1953. ക്രിയേറ്റ് ചെയ്തത് 1953-ലാണ്. ബിക്കം എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കിയത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത് 1956-ലാണ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ക്രിയേറ്റ് ചെയ്ത ബോഡി. സോ ആ നിയമം പാസ്സാക്കുന്നത് 1956-ലാണ്. അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് UGC മാറി. ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്, എക്സാമിനേഷൻ ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. സോ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ, ദെൻ സ്റ്റാൻഡേർഡ് ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഇവയൊക്കെയാണ് UGC എയിം ചെയ്യുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന ന്യൂഡൽഹിയിലാണ്. 6 റീജിയണൽ സെന്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി അറിയാമല്ലോ, ഓൺലൈൻ സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ അക്കാഡമിക് അവാർഡ്സ്. ദെൻ ടെക്യുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2002. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ടെക്യുപ്പ്. സോ ദി പ്രോജക്ട് കമൻസ്ഡ് വിത്ത് വേൾഡ് ബാങ്ക് അസിസ്റ്റൻസ്. നീഡ് ടു റിമെമ്പർ ദിസ്. വേൾഡ് ബാങ്ക് അസിസ്റ്റൻസോട് കൂടി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്ത സ്കീമായിരുന്നു എന്ത്? ടെക്യുപ്പ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു 10 മുതൽ 12 വർഷങ്ങൾക്കുള്ളിൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. അത് 2-3 ഫേസുകളായിട്ട് പതുക്കെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ടെക്യുപ്പ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടാർഗറ്റ് എന്ന് പറയുന്നത് അതായിരുന്നു. ദെൻ എയിം ഓഫ് ടെക്യുപ്പ്. സോ ദി പ്രോഗ്രാം എയിംസ് ടു ഓവർഹോൾ ദി ക്വാളിറ്റി ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ലോ ഇൻകം സ്റ്റേറ്റ്സ് ആൻഡ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ള ഇപ്പോൾ ലോ ഇൻകം സ്റ്റേറ്റ്സ് ആൻഡ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്, ആസാം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളൊക്കെ ഇല്ലേ, അവരൊക്കെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്നുള്ള രീതിയിൽ ഒരു സ്കോപ്പിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ലോ ഇൻകം സ്റ്റേറ്റ്സ് ആണ്. ഇവരുടെയൊക്കെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീം കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്. 2002-ൽ സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ്. അന്ന് ക്രിയേറ്റ് ചെയ്തപ്പോൾ 10-12 വർഷങ്ങൾക്കുള്ളിൽ തീർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് പല ഫേസുകളായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അതോടൊപ്പം നിങ്ങൾ ഓർക്കണം, ഇത് വേൾഡ് ബാങ്ക് അസിസ്റ്റൻസോട് കൂടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ദെൻ അടുത്തത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്, PMMNMTT. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്. The scheme was launched in March 2015 by the Ministry of Human Resource Management. In the Ministry of Education ആണ്. Under this scheme, it will set up 50 centers of excellence for curriculum and pedagogy with the necessary emphasis on maths and science. പ്രധാനമായിട്ടും ഇത് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ഇനിഷ്യേറ്റീവ് ആണ്. പ്രധാനമായിട്ടും മാത്സ് ആൻഡ് സയൻസ് ടീച്ചേഴ്സിന്. അതിനുവേണ്ടി ഇന്ത്യയിൽ മൊത്തമായിട്ട് ഒരു 50 സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ക്രിയേറ്റ് ചെയ്യും. അവിടെ പല രീതിയിലുള്ള ട്രെയിനിങ്, ലൈക്ക് ബേസിക് ട്രെയിനിങ് ആകാം, റീട്രെയിനിങ് ആകാം, റിഫ്രഷർ കോഴ്സസ് ആകാം, ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ആകാം, അതേപോലെ ജനറൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയോ
സ്കിൽ ഡെവലപ്മെന്റ്, പെഡഗോജിക്കൽ സ്കിൽ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള പല ഏരിയാസിൽ ടീച്ചേഴ്സിന്റെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അതുവഴി വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി പാനൽ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നാഷണൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ് കൊണ്ട് എയിം ചെയ്യുന്നത്. ഓക്കെ, റിമെമ്പർ ദാറ്റ് ഇതൊരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ആണെന്ന് ഓർക്കുക. ആൻഡ് ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഇറ്റ് വിൽ ഓൾസോ എംപവർ ടീച്ചർ ആൻഡ് ഫാക്കൽറ്റി ത്രൂ ട്രെയിനിങ്, റീട്രെയിനിങ്, റിഫ്രഷർ ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ്. അങ്ങനെയൊക്കെ ടീച്ചേഴ്സിനെ എംപവർ ചെയ്യാം. അതോടൊപ്പം ഇറ്റ് ഈസ് മാൻഡേറ്റഡ് ടു എൻഷുർ കോർഡിനേറ്റഡ് അപ്രോച്ച് so as to holistically approach the various shortcomings relating to teachers and teaching across educational spectrum. So basically that is the thing. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, നിലവിലുള്ള പോരായ്മകൾ അവോയ്ഡ് ചെയ്യുക, ബെറ്റർ ആക്കാൻ വേണ്ടി ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ക്യാമ്പസ് കണക്ട്. ക്യാമ്പസ് കണക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം അണ്ടർ ദിസ് പ്രോഗ്രാം 21,000 colleges and 20 classrooms in each college will be made Wi-Fi enabled. അതാണ് പർപ്പസ്. ഇന്ത്യയിലുള്ള ഏതാണ്ട് 21,000 കോളേജുകളും ആ 21,000 കോളേജുകളിൽ ഓരോ കോളേജിലും 20 ക്ലാസ് റൂമുകളിലും വൈഫൈ എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ എയിം. അതുവഴി ഏതാണ്ട് 4.2 ലക്ഷം ക്ലാസ് റൂമുകളിൽ വൈഫൈ എത്തിക്കുകയും അതുവഴി 1.5 കോടി കുട്ടികൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അത് ക്യാമ്പസുകളിൽ എത്തിക്കുന്നതിന്റെ കാര്യമാണ്. അതുകൂടാതെ യൂണിവേഴ്സിറ്റീസിൽ 600 യൂണിവേഴ്സിറ്റീസിൽ 1 Gbps ബാൻഡ്വിഡ്ത്തിലുള്ള വൈഫൈ എത്തിക്കുക. ഇതും ക്യാമ്പസ് കണക്റ്റിന്റെ ഭാഗമാണ്. ഓക്കെ, സോ 2 ഇനീഷ്യേറ്റീവ്സ് ആണ്. കോളേജുകളിൽ എത്തിക്കുക, ദെൻ യൂണിവേഴ്സിറ്റീസിൽ എത്തിക്കുക. ഇത് രണ്ടും വൈഫൈ എത്തിക്കാനുള്ള ഇനീഷ്യേറ്റീവ് ആണെന്ന് ഓർക്കുക. ദെൻ അതോടൊപ്പം നമ്മൾ പറഞ്ഞ ഒരു പ്രോമിനന്റ്, ഒരു ഇമ്പോർട്ടന്റ് മിഷനാണ് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ NME-ICT. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, അതാണ് NME-ICT എന്ന് പറയുന്നത്. സോ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി aims to leverage the potential of information and communication technology in teaching and learning process. So ICT ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം. ICTക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആ ഒരു രീതിയിൽ എങ്ങനെ ICTയെ നമുക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം, അതുവഴി എങ്ങനെ ടീച്ചിങ് ലേണിംഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം, ഇതാണ് NME-ICT മിഷൻ എയിം ചെയ്യുന്നത്. ഇത് പ്രകാരം പല രീതിയിലുള്ള ഇന്റർവെൻഷൻ ഉണ്ട്. ഒന്ന് കണ്ടന്റ് ജനറേഷൻ. എന്തൊക്കെ കണ്ടന്റ് ആണോ? കണ്ടന്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കോപ്പിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അത് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ രണ്ടാമതായിട്ട് പ്രൊവൈഡിങ് കണക്ടിവിറ്റി. കോളേജുകളിലും അതേപോലെ പോളിടെക്നിക്കുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുക എന്നുള്ളതും ഈ മിഷന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലോ കോസ്റ്റ് ആസ് ഡിവൈസ്. പുതിയ ഇത്തരത്തിലുള്ള ICT ബേസ്ഡ് ഡിവൈസുകളെ, പുതിയ രീതിയിലുള്ള ICT ബേസ്ഡ് ടെക്നോളജീസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക, അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ NME-ICTയുടെ പർപ്പസ് ആണ്. യു ക്യാൻ സീ ഹിയർ 3 മേജർ കോമ്പോണൻസ് ആണ് വരുന്നത്. ഒന്ന് കണ്ടന്റ്സ്, ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ജനറേഷൻ, ദെൻ കണക്ടിവിറ്റി എൻഷുർ ചെയ്യുക, ദെൻ മൂന്നാമതായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക. ഇത് മൂന്നുമാണ് NME-ICT ടാർഗറ്റ് ചെയ്യുന്ന 4 ഏരിയാസ്. ഓക്കെ, റിമെമ്പർ NME-ICTയുടെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. NME-ICT എന്താണെന്ന് ഓർക്കുക. ദ നാഷണൽ നോളജ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ. പറയൂ, ഏത് വർഷമായിരുന്നു? നാഷണൽ നോളജ് കമ്മീഷൻ അറിയാലോ, 2005. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞു. 2005 നാഷണൽ നോളജ് കമ്മീഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഇൻ വിച്ച് ഇയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ DS കൊത്താരി വാസ് സെറ്റപ്പ്. കൊത്താരി കമ്മീഷൻ ക്രിയേറ്റ് ചെയ്ത വർഷം ഏതാണ്? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്നോട്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു വലിയ ഏരിയാസ് ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏത് വർഷമാണ് കൊത്താരി കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്? Right answer is option D. Very good. Then Prime Minister Research Fellowship is for students pursuing PhD program in PMRF. എവിടെ PhD ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്? നിങ്ങൾ പറയൂ. ഞാനത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയൂ. എവിടെ PhD ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് PMRF വരുന്നത്?
സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണോ? ഓക്കെ, വെരി ഗുഡ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാണുമ്പോൾ പലപ്പോഴും എവിടെ ചെയ്യുന്നവർക്കും തോന്നാം, പക്ഷെ പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് കൊടുത്തുകൊണ്ട് അവര് അഡ്മിഷൻ എടുക്കുന്നത്, അതായത് റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ IITസിലും IIScയിലും റിസർച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫെലോഷിപ്പ് അവർ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് IIT ആൻഡ് IISc. You can see it here. Those who are willing to pursue PhD course in Indian Institute of Technology or Indian Institute of Science, അവർക്ക് വേണ്ടിയാണ് ഈ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. Then, which one of the following is an educational FM radio network? Educational FM radio network. ഇത് താഴെ തന്നിരിക്കുന്നത് ഏതാണ്? Yeah, very good. That is Gyanvani. Gyanvaniയാണ് FM radio network. ഗ്യാൻ ദർശൻ എന്ന് പറയുന്നത് ടെലിവിഷൻ ചാനലാണ്. ഇഗ്നു സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ടെലിവിഷൻ ചാനലാണ് ഗ്യാൻ ദർശൻ. ദെൻ ഗ്യാൻവനി ഇസ് എൻ FM റേഡിയോ നെറ്റ്വർക്ക്. ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ മേജർ സിറ്റീസിലെല്ലാം റൺ ചെയ്യുന്ന ഒരു FM റേഡിയോ നെറ്റ്വർക്ക് ആയിട്ടാണ് ഗ്യാൻവനി വരുന്നത്. അതിന്റെ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്നത് വേരിയസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. NGOs ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് ഏജൻസീസ്, UN ഏജൻസീസ്, മിനിസ്ട്രീസ് സച്ച് ആസ് അഗ്രികൾച്ചർ, എൻവിയോൺമെന്റ്, ഹെൽത്ത്, വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ, അങ്ങനെയുള്ള ഡിഫറെന്റ് മിനിസ്ട്രീസും ഡിഫറെന്റ് NGOസും അതേപോലെ NCERT, NIOS എല്ലാം ചേർന്നുകൊണ്ടാണ് ഇതിലെ കോഴ്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഗ്യാൻധാര എന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റ് ഓഡിയോ കൗൺസിലിംഗ് സർവീസ് ആണ്, വിച്ച് ഇസ് ഓഫേർഡ് ബൈ ഇഗ്നു. ഇഗ്നു ഓഫർ ചെയ്യുന്ന ഒരു ഇന്റർനെറ്റ് ഓഡിയോ കൗൺസിലിംഗ് സർവീസിന്റെ പേരാണ് ഗ്യാൻധാര. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ ഏരിയയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ടേമുകളെല്ലാം കണ്ടത്. ബിക്കോസ് ആ ക്വസ്റ്റ്യൻ ഏരിയ നോക്കണം. അതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിന്റെ ഓരോ ടേമും ഗ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത്തരം ക്വസ്റ്റ്യൻ ഏരിയയിൽ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഓരോ പോയിന്റും ഇനി റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. റിപ്പീറ്റ് ചെയ്യുന്നില്ല, മെനി ടൈംസ് ഇറ്റ് വാസ് റിപ്പീറ്റഡ് മെനി ടൈംസ് കേട്ടോ. ദെൻ അടുത്തത്, സീ ദി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞ വർഷവും വന്നു. കഴിഞ്ഞ വർഷം ചോദിച്ചപ്പോൾ വേറെ രീതിയായിരുന്നു, അതിന് മുമ്പ് ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. Which one of the following universities is not among the first three that were established during 1857? 1857 എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റി ഏതാണ്? പറയൂ. ചെയ്ത മൂന്നെണ്ണം ഓർത്തു കഴിഞ്ഞാൽ ചെയ്യാത്ത പറയാമല്ലോ. യെസ്, 3 യൂണിവേഴ്സിറ്റീസ്, കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. 3 പ്രസിഡൻസീസ് ഉണ്ടായിരുന്നു, 3 പ്രസിഡൻസിയിലും ഓരോ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിന്റെ ഭാഗമല്ലാത്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ദെൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി, ബോംബെ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി. അതിനുശേഷം വന്ന പ്രൊമിനന്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1875. 1875 അലിഗർ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തു. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് 3 ഓഫ് ക്യാമ്പസ് സെന്റേഴ്സ് ഉണ്ട്. ഒന്ന് മലപ്പുറത്താണ്, ദെൻ മുസ്രിബാദ്, ദെൻ കിഷൻജംഗ്. ഓക്കെ, സോ വൺ ഈസ് ഇൻ കേരള, വൺ ഈസ് ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് വൺ ഈസ് ഇൻ ബീഹാർ. Then Gyanvani launched by IGNO to cover the educational needs of India refers to എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ ആൻസർ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇറ്റ് ഈസ് എ എഡ്യൂക്കേഷണൽ FM റേഡിയോ നെറ്റ്വർക്ക്. Which one of the following coordinates, promotes and funds research activities of all social science disciplines? സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസിന് വേണ്ട റിസർച്ച് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസി ഏതാണ്? സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട റിസർച്ച് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസി. പറയൂ ആൻസർ. നോ ആൻസർ. ഓക്കെ, സി ICSSR. ICSSRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1959 by the government of India to promote research in social science in the country. സോ പ്രധാനമായിട്ട് സോഷ്യൽ സയൻസ് ഏരിയയുമായി ബന്ധപ്പെട്ട റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ICSSR ക്രിയേറ്റ് ചെയ്തത്. സോ ICSSRന്റെ 2 മേജർ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് റൈസ് 2022 ആണ്,
റൈസ് 2022 എന്ന് പറഞ്ഞാൽ എന്താണ്? റീവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ. ഇതാണ് റൈസ് 2022 എന്ന് പറയുന്നത്. റൈസ് RISE 2022. ഓക്കെ, റീവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ ബൈ 2022. സോ അക്കോർഡിംഗ്ലി ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കുക എന്നുള്ള പർപ്പസ് ആണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ത്യയിലുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും, പ്രധാനമായിട്ടും ഹയർ എഡ്യൂക്കേഷൻ ആണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് വഴി ടാർഗറ്റ് ചെയ്തിരുന്നത്. അതിനുവേണ്ടി ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യാനുണ്ടായി. ആ ബോഡിയാണ് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി. ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി. ഓക്കെ, സോ ഇനീഷ്യലി അത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണ്, ഹയർ എഡ്യൂക്കേഷനെ ഫിനാൻസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടി മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ സ്കോപ്പ് ഇംപ്രൂവ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അത് പ്രകാരം ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷനും മെഡിക്കൽ എഡ്യൂക്കേഷനും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് എൻലാർജ്ഡ് ടു എൻകംപാസ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. സോ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി എന്ന് പറയുമെങ്കിലും സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ടും അതേപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് റൈസ് 2022. ദെൻ അടുത്ത ഒരു സ്കീമാണ് ഇംപ്രസ്. ഇംപ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇംപ്രസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റൈറ്റ്? സോ ഇംപ്രസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് എന്നാണ്. ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. ബിക്കോസ് നമ്മൾ ഇംപ്രിന്റിനെ പറ്റി പറഞ്ഞു. ഇംപ്രിന്റ് എന്ന് പറയുന്നത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട റിസർച്ച് പ്രൊമോഷൻ ആണ്. എന്നാൽ ഇംപ്രസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക. സോ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ഓഗസ്റ്റ് 2018 had sanctioned the scheme Impactful Policy Research in Social Science, IMPRESS, at a cost of rupees 414 crore for the implementation up to 2021. 2021 വരെ എന്നുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തതാണ്. എനിവേ ഇംപ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സയൻസ് റിസർച്ചിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, അത്തരത്തിലുള്ള നല്ല റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇംപ്രസ് സ്കീം എയിം ചെയ്യുന്നത്. സോ ICSSRന്റെ 2 ഇനീഷ്യേറ്റീവ്സിനെ പറ്റി പറഞ്ഞു. ഈ 2 ഇനീഷ്യേറ്റീവ്സും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. One is RISE 2022, second one is IMPRESS. ഓക്കെ, HEFA പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ് HEFA? ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി. ഇറ്റ് ഇസ് എ ജോയിന്റ് വെഞ്ചർ ഓഫ് മിനിസ്ട്രി ഓഫ് HRD ആൻഡ് മിനിസ്ട്രി ഓഫ് HRD എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കാനറ ബാങ്കിന്റെ ജോയിന്റ് വെഞ്ചർ ആണ്. അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 91% എക്സ്പെൻഡിച്ചർ വഹിക്കും, 9% വിൽ ബി ബേൺ ബൈ ദി കാനറ ബാങ്ക്. ആ ഒരു റേഷ്യോയിലാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ്, അതായത് റൈസിംഗ് 2020 ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ഒരു ഇനീഷ്യേറ്റീവ് ക്രിയേറ്റ് ചെയ്തെങ്കിലും ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് അത് സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരും. അതിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ബോഡി ആയിട്ടാണ് HEFA ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ദി കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഓഫ് ടിബറ്റ് വാസ് ബിൽഡ് മെയിൻലി ത്രൂ ദി റൈറ്റിംഗ്സ് ഓഫ് സ്കോളേഴ്സ്? ടിബറ്റിനെ പറ്റി കൂടുതൽ നമുക്ക് സ്കോളേഴ്സിന്റെ റൈറ്റിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ്? പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിൽ കൂടി വായിക്കാം. ടിബറ്റൻ സ്കോളേഴ്സിന്റെ റൈറ്റിംഗ്സിൽ നിന്നും കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഇത് നളന്ദ, വിക്രംശില, ജഗദല ഓർ മിഥില. ഓക്കെ, സോ ലെറ്റ്സ് സീ വിക്രമശില. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് വിക്രമശിലയാണ്. അവിടെ വിക്രമശിലയെ പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞു എന്ന് സംശയമുണ്ട്. ജസ്റ്റ് നോക്കുക. വിക്രമശില വാസ് ഫൗണ്ടഡ് ബൈ കിങ് ധർമ്മപാല. 8th സെഞ്ചുറിയിലാണ് ഈ ഒരു സെന്റർ ഫൗണ്ട് ചെയ്തത്. ദെൻ ഇറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊമിനന്റ് സെന്റേഴ്സ് ഓഫ് ബുദ്ധിസ്റ്റ് ലേണിംഗ് സെന്റർ ആണെന്ന് ആലോചിക്കുക. ദെൻ ഇറ്റ് ഈസ് മെയിൻലി ഈ വിക്രമശിലയെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത് ടിബറ്റൻ സോഴ്സിൽ നിന്നാണ്, എസ്പെഷ്യലി ഫ്രം ദി റൈറ്റിംഗ്സ് ഓഫ് താരനാഥ. ഒരു ടിബറ്റൻ മോങ്ക് ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ നിന്നാണ് വിക്രമശിലയെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ യൂണിവേഴ്സിറ്റി ഹാഡ് 6 colleges വിത്ത് ഈച്ച് വിത്ത് എ സ്റ്റാഫ് ഓഫ് എ സ്റ്റാൻഡേർഡ് സ്ട്രെങ്ത് ഓഫ് 108 ടീച്ചേഴ്സ്. ഓരോ കോളേജിലും 108 ടീച്ചേഴ്സ് വീതം ഉണ്ടായിരുന്നു. ആൻഡ് എ സെൻട്രൽ ഹാൾ കോൾഡ് ഹൗസ് ഓഫ് സയൻസ് വിത്ത് ഇറ്റ് 6 gates ഓപ്പണിംഗ് ടു 6 colleges.
ഒരു സെൻട്രൽ ഹാൾ ഉണ്ട്. ആ സെൻട്രൽ ഹാളിൽ നിന്നും 6 ഗേറ്റുകൾ, ഈ 6 ഗേറ്റുകളും ഓരോ കോളേജസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു സ്ട്രക്ചറിലാണ് വിക്രമശില ക്രിയേറ്റ് ചെയ്തിരുന്നത്. ദെൻ ദി യൂണിവേഴ്സിറ്റി ഈസ് വെൽ നോൺ ഫോർ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഇൻ ദി സബ്ജക്ട് തന്ത്ര. താന്ത്രിസമാണ് പ്രധാന സബ്ജക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിരുന്നത്. ദെൻ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഗ്രാജുവേറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സിറ്റി, ദർ ആർ മെനി ലൈക്ക്, അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതിസ ദിബൻകര, ഫൗണ്ടർ ഓഫ് ശർമ്മ ട്രഡീഷൻ ഓഫ് ടിബറ്റൻ ബുദ്ധിസം. ബുദ്ധിസത്തിന്റെ ഒരു ടൈപ്പാണ് ശർമ്മ ട്രഡീഷൻ. അതിന്റെ ഫൗണ്ടറാണ് അദീസ ദിബൻകര. അദ്ദേഹം അവിടുത്തെ ഒരു സ്കോളർ ആയിരുന്നു. ഗ്രാമർ, ലോജിക്, മെറ്റാഫിസിക്സ്, റിച്വലിസം, ദീസ് വേർ ദി മെയിൻ സബ്ജക്ട്സ്. ഓക്കെ, വിക്രമശിലയാണ് ആ ഒരു ടിബറ്റൻ റൈറ്റിംഗ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി എന്ന് ഓർത്തേക്കുക. ദെൻ നളന്ദ, ജഗതല, മിഥില. നളന്ദയെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജഗതലയെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ പാലാ കിങ് രാജ രാംപാൽ ഓഫ് ദി ബംഗാൾ. സെറ്റ് ഇൻ ദി ബാങ്ക്സ് ഓഫ് റിവർ ഗംഗ. നോട്ടഡ് സ്കോളേഴ്സ് ഫ്രം ദി യൂണിവേഴ്സിറ്റി വേർ വിഭൂതി, ചന്ദ്ര, ദാനശില, അങ്ങനെ കുറേ സ്കോളേഴ്സിന് നമുക്ക് അവിടെ പറയാം. സോ എനിവേ, പാലാ കിങ് രാംപാലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തെന്ന് ഓർക്കുക. ഗംഗയുടെ തീരത്താണ് ജഗതല യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. മിഥില ബിക്കേം എമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ. മിഥില ഒരു ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ ആണെന്ന് ഓർക്കണം. ഫ്രം 12th century to 15th century, Mithila has been known to have taught literature, arts, fine arts, scientific subjects and നാട്യശാസ്ത്ര too. ഈ സബ്ജക്റ്റുകളെല്ലാം, നാട്യശാസ്ത്രം ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിച്ചിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മിഥില. ഓക്കെ, 12th century തൊട്ട് 15th century വരെയാണ് മിഥില എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ദെൻ ഇറ്റ്സ് എ ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നൗ മൂവിങ് ഓൺ, the ancient Indian university known as chief center for advanced and specialized studies in Nyaya or logic. ലോജിക്കിലും അല്ലെങ്കിൽ ന്യായയിലും പ്രോമിനന്റ് സെന്റർ ഓഫ് ലേണിംഗ് ആയിട്ട് നിന്നിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ഏതാണ്? സോ ദാറ്റ് ഈസ്, ദർ ആർ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ്. ഇതിലെ പറയാമെന്ന്, അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ജഗതലയെ പറ്റി പറഞ്ഞു. ജഗതല ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഓരോ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ വി ക്യാൻ സീ ഹിയർ. ജഗതലയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞാണ് പാലാ കിങ് രാംപാലയാണ് ഇത് ഈ ഒരു യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തത്. വേരിയസ് സബ്ജക്ട് ഇൻക്ലൂഡിംഗ് സംസ്കൃത് ബീങ് തോട്ട് ഇൻ ദി യൂണിവേഴ്സിറ്റി. വൺ ഓഫ് ദി സ്പെഷ്യൽ സബ്ജക്ട് തോട്ട് വാസ് വജ്രായന ബുദ്ധിസം. സോ ഈ സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾ ഒന്ന് റൈറ്റ് ചെയ്ത് ഒന്ന് വച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കേട്ടോ. ഓരോ യൂണിവേഴ്സിറ്റീസും അവിടെ പഠിപ്പിച്ചിരിക്കുന്ന സ്പെഷ്യൽ സബ്ജക്ട്സും. ദെൻ മിഥില യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, മിഥില യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിന് ആൻസർ വരുന്നത് ന്യായ ആൻഡ് തർക്കശാസ്ത്ര. തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലോജിക്കാണ്. ന്യായയും തർക്കശാസ്ത്രത്തിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി മിഥില യൂണിവേഴ്സിറ്റിയാണ്. ദെൻ നദിയ യൂണിവേഴ്സിറ്റി. നദിയ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്കൂൾ ഓഫ് ലോജിക് ഉണ്ടായിരുന്നു നദിയ യൂണിവേഴ്സിറ്റിയിൽ. എന്നാൽ ലോജിക്, പൊളിറ്റിക്സ്, ലോ, ഇത് മൂന്നുമായിരുന്നു പ്രോമിനന്റ് സബ്ജക്ട്സ്. അടുത്തത് വലഭി യൂണിവേഴ്സിറ്റിയാണ്. വലഭി യൂണിവേഴ്സിറ്റിയിലെ സ്പെഷ്യൽ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഇക്കണോമിക്സ്, ലോ, പൊളിറ്റിക്സ്, മെഡിക്കൽ സയൻസ്, ബുക്ക് കീപ്പിംഗ്, ലിറ്ററേച്ചർ, വ്യാകരൺ, ഹീനയാന ബുദ്ധിസം, ഇങ്ങനെയുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നു. ആൻഡ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന റിലീജിയസ് ടോളറൻസ് ആണ് ആൻഡ് മെന്റൽ ഫ്രീഡം. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനുള്ള റിലീജിയനുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർഫിയറൻസും ഇല്ല. എല്ലാ റിലീജിയനെയും അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു വേ ആണ് വലഭി യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്തിരുന്നത് ആഫ്റ്റർ റെക്കോർഡ്സ്. അതാണ് നമുക്ക് അവിടെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാവുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ദി റിപ്പോർട്ട് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ക്യാരീസ് ദി സബ് ടൈറ്റിൽ എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ്? എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ് ഏത് റിപ്പോർട്ടിന്റെ സബ് ടൈറ്റിലാണെന്നാണ് ചോദിച്ചത്. അത് വരുന്നത് കൊത്താരി കമ്മീഷനാണ്. ഓർത്താൽ മതി, കൊത്താരി കമ്മീഷന്റെ സബ് ടൈറ്റിലായിട്ടാണ് എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള വിഷയമുള്ളത്. ഓക്കെ, സോ കൊത്താരി കമ്മീഷനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള സബ് ടൈറ്റിൽ വരുന്നത് കൊത്താരി കമ്മീഷന്റെ ആണ്. സോ മുതലിയാർ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, കൽക്കട്ട കമ്മീഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നൗ which of the following modes of admission was prevalent in Nalanda University in ancient times? നിങ്ങൾ പറയൂ, നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പ്രിവലന്റ് ആയിരുന്ന അഡ്മിഷൻ മോഡ് ഏതാണ്? എൻട്രൻസ് എക്സാമിനേഷൻ, ഇന്റർവ്യൂ, ഗുഡ് അക്കാഡമിക് ക്രെഡൻഷ്യൽസ്, പിയർ
ഡിസ്കഷൻ എന്തായിരുന്നു? ഓൾറെഡി പറഞ്ഞതാണ്, റൈറ്റ്? എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിരുന്ന, സ്ട്രിക്റ്റ് ആയിട്ട് മാത്രം അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് നളന്ദ. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞു. ദി ഫസ്റ്റ് നോൺ റെസിഡൻഷ്യൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇൻ ദി വേൾഡ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ നോൺ റെസിഡൻഷ്യൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഏതാണ്? മഗധ, നളന്ദ, വിക്രമശില, തക്ഷശില. സോ റൈറ്റ് ആൻസർ ഈസ് ആക്ച്വലി നളന്ദ. നളന്ദ ഒരു കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. നമുക്കറിയാവുന്ന അറിവ് വെച്ചിട്ട് ഏറ്റവും പഴയ കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നളന്ദയായിരുന്നു. ഹുയാൻ സാങ് വരെ നളന്ദയുടെ സ്കോളർ ആയിരുന്നു കേട്ടോ. ഒക്കെ ഓർത്തേക്കുക. ദെൻ മഗധ, വിക്രമശില കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. നളന്ദയായിരുന്നു ഫസ്റ്റ് നോൺ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി. ദെൻ പർപ്പസ് ഓഫ് ഗുരുകുൽ സിസ്റ്റം. ഗുരുകുൽ സിസ്റ്റത്തിന്റെ പർപ്പസ് എന്താണ്? പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് എക്സലൻസ്, മിനിമൈസ് സ്ട്രെസ് ഇൻ ലേണിംഗ്, എംപവറിംഗ് ഫോർ ഫ്യൂച്ചർ ലേണിംഗ്, എൻകറേജ് സെൽഫ് ഹെൽപ്പ്. എന്തായിരുന്നു ബേസിക് പർപ്പസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഗുരുകുൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ പറ്റി ഒരു ഓവർവ്യൂ ആദ്യം തരാം. എന്താണ് ഗുരുകുൽ സിസ്റ്റം? വേദിക് പീരീഡിൽ പ്രിവെയിൽ ചെയ്തിരുന്ന ഒരു മോഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതാണ് ഗുരുകുൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഗുരുകുൽ വാസ് ദി ഹൗസ് ഓഫ് ദി ടീച്ചർ ഹു വാസ് സെറ്റിൽഡ് ഹൗസ് ഹോൾഡർ. ഒരു ഗുരുവിന്റെ വീട്ടിൽ പോയി താമസിക്കുന്നു. ആ ഗുരുവിന്റെ വീടിനെയാണ് ഗുരുകുലം എന്ന് പറയുന്നത്. സോ എനിവൺ ഹു വിഷ് ടു സ്റ്റഡി went to the teacher's house and requested to be taught. If accepted as a student, that is disciple by the guru, he or she would then stay in the place and help in all activities at home. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കണ്ടിന്യൂസ്ലി അദ്ദേഹത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും സപ്പോർട്ട് ചെയ്യണം. അവിടെ തന്നെ വർഷങ്ങൾ താമസിച്ച് പഠിക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുക. The system created a strong tie between teacher and taught, like family members. Also taught the learner everything about running a house. ഒരു ജീവിതം എങ്ങനെയാണ്, ഒരു വീട് എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നുള്ളതിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് അവിടെ താമസിച്ച് പഠിക്കുക. സോ ദി ഗുരു taught everything the child wanted to learn, from Sanskrit to Holy Scriptures and from mathematics to metaphysics. എല്ലാ സബ്ജക്റ്റുകളിലും അറിവുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഗുരു. അദ്ദേഹത്തിന് ഈ സബ്ജക്റ്റുകൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യും. സോ ദി മെയിൻ മോട്ടോ ഇസ് ടു ഡെവലപ്പ് ദി നോളജ് ആൻഡ് ദേ വെയർ ഹൈലി ഫോക്കസ്ഡ് ഓൺ എഡ്യൂക്കേഷണൽ എക്സലൻസ്. സോ പ്രധാന എയിം എന്ന് പറയുന്നത് എക്സലൻസ് ആണ്. അതിനുവേണ്ടി ആ ഒരു എക്സലൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷന്റെ ബേസിക് പർപ്പസ്. സോ ദി ഗുരുസ് യൂസ് ടു ട്രെയിൻ ദെയർ സ്റ്റുഡൻസ് with meditation, yoga, and other standards. The students were treated equally irrespective of their social standards. Social standards ഒന്നും നോക്കാതെ എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ദി ഗുരുകുൽ സിസ്റ്റം വാസ് ദി ഓൺലി എഡ്യൂക്കേഷൻ സിസ്റ്റം നോൺ അറ്റ് ദാറ്റ് ടൈം. അതായത് ഈ ഒരു വേദിക് പീരീഡിൽ നമുക്ക് അറിയാവുന്ന ഏക എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. സോ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പ്രകാരം ഗുരുവിന്റെ ഒപ്പം താമസിച്ച് പഠിച്ച് മൊത്തമായിട്ടൊരു എക്സലൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രൊമോട്ട് ക്വാളിറ്റി ആൻഡ് എക്സലൻസ് ഈസ് ദി ബേസിക് എയിം. അതാണ് ഗുരുകുൽ സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക് എയിം ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, സോ ഏറ്റവും ബേസിക് എയിം എന്ന് പറയുന്നത് പ്രൊമോട്ട് ക്വാളിറ്റി ആൻഡ് എക്സലൻസ് ആണ്. നൗ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, which one of the following committee or commission report deals with all levels of education in India? പോസ്റ്റ് ഇൻഡിപെൻഡൻസിലെ എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയും ഡിസ്കസ് ചെയ്ത കമ്മീഷൻ ഏതാണ്? പറയും. യെസ്, 3 ലെവൽ ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയും ഡിസ്കസ് ചെയ്ത 3 ലെവൽ ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയും കോംപ്രിഹെൻസീവ്ലി കൈകാര്യം ചെയ്യുന്നത് കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു, റൈറ്റ്? എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയും, അത് കോത്താരി കമ്മീഷനാണ്, 1964 to 66. Then which of the following instructional design was not a part of SWAYAM launched by Government of India? സ്വയമിന്റെ പാർട്ട് അല്ലാത്ത ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഏതാണ് സ്വയമിന്റെ പാർട്ട് അല്ല എന്ന് നമുക്ക് പറയാവുന്നത്? ഈ ട്യൂട്ടോറിയൽ, ഈ കണ്ടന്റ്, ഫിസിക്കൽ ഇന്ററാക്ഷൻ, ഡിസ്കഷൻ ഫോറം. പറയും.
ഓക്കെ, ഫിസിക്കൽ ഇന്ററാക്ഷൻ ആ ഒരു കൺസെപ്റ്റ് സ്വയമിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. ബാക്കിയുള്ളവയെല്ലാം ഉണ്ട്. ഈ ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോമാണ് ഈ കണ്ടന്റ് ജനറേഷൻ, ഈ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്കഷൻ ഫോറം അവൈലബിൾ ആണ്. പക്ഷേ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉള്ള യാതൊരു സ്കോപ്പും ഇല്ല. ദെൻ ദി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫസ്റ്റ് took serious note of the problem of brain drain. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ നിന്നും എഡ്യൂക്കേഷൻ നേടിയിട്ട് ഇന്ത്യയിൽ അത് യൂസ് ചെയ്യാതെ പുറത്ത് മറ്റു രാജ്യങ്ങളിൽ പോയി സേവനം നടത്തുന്ന രീതി, ഇതിനെയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നു, അതിനുശേഷം ആ എഡ്യൂക്കേഷന്റെ ഉപയോഗം ഫോറിൻ കൺട്രീസിന് വേണ്ടിയായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ആ സിറ്റുവേഷനാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ സീരിയസ് ആയിട്ട് ബ്രെയിൻ ഡ്രെയിനെ പറ്റി പറയുന്നതും ഈ പറഞ്ഞ സെയിമാണ്. അതായത് ഇതിനിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറ്റി ചർച്ച ചെയ്തിട്ടുള്ളത് കൊത്താരി കമ്മീഷൻ തന്നെയാണ്. കൊത്താരി കമ്മീഷൻ ഇതിലേതാണ്? ഓപ്ഷൻ ഏതാണെന്ന് പറഞ്ഞേ. കൊത്താരി കമ്മീഷൻ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ്? റൈറ്റ്, ഫസ്റ്റ് വൺ. അതൊന്ന് ഓർത്തേക്ക് കേട്ടോ, ബിക്കോസ് നെയിംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതാണ് കൊത്താരി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ സാഡ്ലർ കമ്മീഷനാണ്. ദെൻ അതിൻ്റെയൊക്കെ പേരുകളും അതേപോലെ ചെയർപേഴ്സണെയും ഓർക്കണം. ദെൻ ബ്രെയിൻ ഡ്രെയിൻ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. മാച്ച് ചെയ്യാത്തത്, ഇതിനൊന്നും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇത് ക്ലിയർ അല്ലേ? ഗ്യാൻ ദർശൻ is a satellite based TV channel. Then Gyanvani FM radio network ആണ്. മൂക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആണ്, ക്രെഡിറ്റ്സ് അല്ല. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. സോ ഓപ്ഷൻ 3 ആണ് റോങ്. The report of which of the following education commission carries the subtitle Education for National Development? റിപ്പീറ്റേഷൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ. ആൻസർ കൊത്താരി കമ്മീഷൻ. 2 തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കൊത്താരി കമ്മീഷൻ റൈറ്റ് ആൻസർ. ദെൻ മറ്റൊരു ഏരിയ, വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് എന്താ എന്ന് വ്യക്തമൊന്ന് പറഞ്ഞു പോകാം. വാല്യൂ എഡ്യൂക്കേഷൻ ഇസ് എൻ എഡ്യൂക്കേഷൻ പ്രോസസ് ദാറ്റ് ഇംപാർട്സ് എത്തിക്കൽ വാല്യൂസ്, മോറൽ വാല്യൂസ് ആൻഡ് സോഷ്യൽ വാല്യൂസ് ടു സ്റ്റുഡൻസ്. പ്രധാനമായിട്ടും നോളജ് ഗെയിനിങ്ങിൽ ഉപരിയായിട്ട്, നോളജ് ഗെയിനിങ് പെർസ്പെക്റ്റീവ് അല്ല, കുട്ടികളിൽ വാല്യൂ ഡെവലപ്പ് ചെയ്യാം. വാല്യൂസ് എന്ന് പറയുമ്പോൾ എത്തിക്കൽ വാല്യൂസ് ആകാം, അല്ലെങ്കിൽ മോറൽ വാല്യൂസ് ആകാം, സോഷ്യൽ വാല്യൂസ് ആകാം. ഇത് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്ന രീതിയാണ് വാല്യൂ എഡ്യൂക്കേഷൻ. സോ ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ടു ഡെവലപ്പ് ഓൾ റൗണ്ട് ആൻഡ് വെൽ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഓഫ് ദി സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനെ പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഓൾസോ ടു ഡെവലപ്പ് ഓൾ ഡയമെൻഷൻസ് ഓഫ് ദി ഹ്യൂമൻ ഇന്റലക്ട് so that our children can help make our nation more democratic, cohesive, socially responsible, culturally rich and intellectually competitive nation. സോ കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക. അതുവഴി നമ്മുടെ രാജ്യത്തിന് വേണ്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണം. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഐക്യം, സെൻസ് ഓഫ് ബിലോങ്ങിനെസ് ക്രിയേറ്റ് ചെയ്യുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, കൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് വാല്യൂ എഡ്യൂക്കേഷൻ ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ഫുൾ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്സ് പേഴ്സണാലിറ്റി ഇൻ ഇറ്റ്സ് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ്. ഒരു കുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഡെവലപ്മെന്റ്, അതിൽ സ്പിരിച്വൽ ആസ്പെക്ട്സ് വരാം, ഫിസിക്കൽ ആസ്പെക്ട്സ് വരാം, മെന്റൽ ആസ്പെക്ട്സ് വരാം, ഇമോഷണൽ ആസ്പെക്ട്സ് വരാം. ഈ ഏരിയാസിലൊക്കെ ഓരോ ഇൻഡിവിജ്വലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള എൻഷുർ ചെയ്യുകയാണ് ഫസ്റ്റ് പർപ്പസ്. ദെൻ ഇൻകൾക്കേഷൻ ഓഫ് ഗുഡ് മാനേഴ്സ് ആൻഡ് ഓഫ് റെസ്പോൺസിബിൾ കോപ്പറേറ്റീവ് സിറ്റിസൺ. ഒരു കോപ്പറേറ്റീവ് സിറ്റിസനെ ക്രിയേറ്റ് ചെയ്യുക, മാനേജ് ഉള്ള കോപ്പറേറ്റീവ് സിറ്റിസനെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഡെവലപ്പിംഗ് റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനുള്ള കഴിവ് ബിൽഡ് ചെയ്യുക. ദെൻ ഇൻകൾക്കേറ്റിംഗ് എ സ്പിരിറ്റ് ഓഫ് പാട്രിയോട്ടിസം ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ, ഒരു നാഷണൽ ഫീലിംഗ്, പാട്രിയോട്ടിക് ഫീലിംഗ് ഒക്കെ ബിൽഡ് ചെയ്യുക. ആൻഡ് ഡെവലപ്പിംഗ് ഡെമോക്രാറ്റിക് വേ ഓഫ് തിങ്കിങ് ആൻഡ് ലിവിങ്, ഡെമോക്രാറ്റിക് തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. ഇവയൊക്കെയാണ് വാല്യൂ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ ഈ ഏരിയയിൽ നിന്ന് വാല്യൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ഇവയാണ്. വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ഓൾ അബൌട്ട് പ്രൊമോട്ടിങ്. എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിന് ആൻസർ പറയാമല്ലോ. ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, നാഷണൽ കൊയേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്, റിച്ച് കൾച്ചർ ആൻഡ് സ്പിരിച്വൽ ഹെറിറ്റേജ്, റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്, സൗണ്ട് മോറൽ ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അതിൽ ആ റിലീജിയസ് പ്രാക്ടീസ് ആൻഡ് ബിലീഫ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. റൈറ്റ്,
റിലീജിയസ് പ്രൊമോഷനെ പറ്റി ഇവിടെ നമ്മൾ ഒരിടത്തും പറയുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ഇസ് റൈറ്റ്സ്, ദെൻ നാഷണൽ കൊഹേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് കൺസെപ്റ്റ് ശരിയാണ്. റിച്ച് കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ഹെറിറ്റേജ് അതും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതേപോലെ സൗണ്ട് മോറൽ ആൻഡ് പ്രിൻസിപ്പിൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരും. പക്ഷേ റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് ബിലീഫ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമല്ല, വാല്യൂ എഡ്യൂക്കേഷന്റെ ഭാഗമല്ല. ദെൻ ദി മേജർ ഒബ്ജക്റ്റീവ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ്, വാല്യൂ എഡ്യൂക്കേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? വന്നിരിക്കുന്നതിൽ ഏറ്റവും ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയാവുന്നത് ഒരു റെസ്പോൺസിബിൾ ആൻഡ് ഗുഡ് സിറ്റിസനെ വാർത്തെടുക്കുക. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നോക്കുക, അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഇതാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. വാല്യൂ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. റെസ്പോൺസിബിൾ ആൻഡ് കോപ്പറേറ്റീവ് സിറ്റിസൺഷിപ്പ്. സോ ദീസ് ആർ സെയിം കൺസെപ്റ്റ് തന്നെ വീണ്ടും മറ്റൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സോ ക്യാൻ സി അവോയ്ഡ് ചെയ്യേണ്ടതിലൂടെ നോക്കി. ഡെവലപ്മെന്റ് ഓഫ് സ്കിൽസ് ആൻഡ് ഇമ്പാർട്ടിംഗ് വൊക്കേഷണൽ ട്രെയിനിങ്, അങ്ങനെ ഒരു കാര്യമുണ്ടോ? Then developing democratic way of thinking, that is right. Respecting dignity of individual and diversity of in society, that is again right. Development of physical, mental and emotional and spiritual aspects. So ഓപ്ഷൻ ഏതാ ഒഴിവാക്കേണ്ടത്? ബി ഒഴിവാക്കുക, റൈറ്റ്. വൊക്കേഷണൽ ട്രെയിനിങ് അതിനുവേണ്ടിയുള്ള കൺസെപ്റ്റുകളൊന്നുമില്ല. കോപ്പറേറ്റീവ് സിറ്റിസൺഷിപ്പ് എൻഷുർ ചെയ്യുക, ഡെമോക്രാറ്റിക് തിങ്കിങ് എൻഷുർ ചെയ്യുക, ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുക, ആൻഡ് ഓവറോൾ what is a development like physical, mental, emotional and spiritual aspects of development ensure ചെയ്യുക. So the right answer is A, C, D and E. Okay, so that is the concept of value education. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. Given below are two statements. Value education is knowledge based and information oriented. Value education is essential for holistic development of students. Value education knowledge based ആണോ? അല്ല. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. പ്രധാനമായിട്ടും ആ ഇൻഡിവിജ്വലിനെ പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യുക, അതിനുവേണ്ടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വേസ് ഓഫ് തിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇൻഫർമേഷൻ സെൻട്രിക് ലേണിംഗ്, ഇറ്റ്സ് അബൌട്ട് കൾച്ചർ, അങ്ങനെയുള്ള ആസ്പെക്ട്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് ഓപ്ഷൻ 2 ഈസ് റൈറ്റ്. അതിൽ നിന്നും ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി എൻകംപാസിംഗ് പ്രിൻസിപ്പിൾസ് അണ്ടർലൈങ് ദി സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ? വാല്യൂ എഡ്യൂക്കേഷന്റെ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷന് വേണ്ട ബേസിക് പ്രിൻസിപ്പിൾ. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾസ് ഒന്നും ഒരിടത്തും തന്നെ പറയുന്നില്ല യഥാർത്ഥത്തിൽ. ഇത് UGC ഐഡന്റിഫൈ ചെയ്ത ചില പ്രിൻസിപ്പിൾസ് ആണ്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ പറയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. എനിവേ അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് പറയുന്നത് A, C ആൻഡ് D ആണ്. അതായത് കൺവിക്ഷൻ, കമ്മിറ്റ്മെന്റ് ആൻഡ് കറേജ്. അതിൽ കണക്ഷനും ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ആഡ് ചെയ്യാം. അതും ഒരു പരിധിവരെ ഈ ഒരു മോറൽ വാല്യൂ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. എന്നാൽ കൂടിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്തരം ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. സോ കൺവിക്ഷൻ, കമ്മിറ്റ്മെന്റ്, കറേജ് ഇത് മൂന്നുമാണ് ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് വാല്യൂ എഡ്യൂക്കേഷന്റെ പറയുന്നത്. ഓക്കെ, then one more question. Value education is knowledge based info. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? ഇറ്റ്സ് എ റിപ്പീറ്റേഷൻ. ജസ്റ്റ് ലീവ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. സോ വാല്യൂ എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? പറയൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വാല്യൂ എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Is it clear? Yes, sir. Okay, sir. Now, മറ്റൊരു സ്കീമിനെ പറ്റിയാണ് സങ്കൽപ്. സങ്കൽപ് എന്ന് പറയുന്ന സ്കീമിന്റെ ഫുൾ ഫോം എന്താണെന്നാണ്. സോ സങ്കൽപ് എന്താണെന്ന് ആദ്യം കേൾക്കുക. സ്കിൽ അക്വിസിഷൻ ആൻഡ് നോളജ് അവയർനെസ് ഫോർ ലൈവ്ലിഹുഡ്. ഇതാണ് സങ്കൽപിന്റെ ഫുൾ ഫോം. സ്കിൽ അക്വിസിഷൻ ആൻഡ് നോളജ് അവയർനെസ് ഫോർ ലൈവ്ലിഹുഡ് ഈസ് an outcome oriented program of Ministry of Skill Development and Entrepreneurship with a special focus on decentralizing planning and quality improvement. സോ പ്രധാനമായിട്ട് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, ഓക്കെ, സ്കിൽ എൻട്രി ചെയ്യുക, ആ ഒരു പർപ്പസിലാണ് ഈ ഒരു സങ്കൽപ് ഇനിഷ്യേറ്റീവ് വരുന്നത്. ഇറ്റ് ഈസ് സെൻട്രലി സ്പോൺസർഡ് സ്കീം ഇൻ കൊളാബറേഷൻ വിത്ത് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് കൊളാബറേഷനിലുള്ള മറ്റൊരു സ്കീം. ആദ്യം നമ്മൾ ടെക്കിപ്പ് പറഞ്ഞു. ടെക്കിപ്പ് വേൾഡ് ബാങ്ക് കൊളാബറേഷനുള്ള സ്കീമാണ്. അതേപോലെ തന്നെ വേൾഡ് ബാങ്ക് കൊളാബറേഷനുള്ള സ്കീമാണ് സങ്കൽപ്. സോ സങ്കൽപിന്റെ ബേസിക് എയിം എന്ന് പറഞ്ഞാൽ യൂത്തിന്റെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, അതിനു വേണ്ടിയുള്ള കൊളാബറേഷൻസ്, അതായത് ടൈഅപ്സിലൂടെയൊക്കെ
സ്കിൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. അങ്ങനെ സ്കിൽ ഇംപ്രൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സങ്കല്പ് സ്കീം എയിം ചെയ്യുന്നത്. ഇറ്റ് എയിംസ് ടു ഇംപ്ലിമെന്റ് ദി മാൻഡേറ്റ് ഓഫ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷന്റെ പർപ്പസ് എൻഷുർ ചെയ്യുക, അതിന്റെ മാൻഡേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സങ്കല്പ് എയിം ചെയ്യുന്നത്. ഓക്കെ, സോ സ്കിൽ ഇംപ്രൂവ്മെന്റ് അതിനുവേണ്ടിയാണ് ഈ സ്കീം വർക്ക് ചെയ്യുന്നത്. Then, in which year Modern Indian University got established? മോഡേൺ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് വേറെ രീതിയിലാണ്. ഇതുവരെ നമ്മൾ ചോദിച്ച 1987 ക്രിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോഡേൺ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഏത് വർഷമാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ്. ക്രിയേറ്റ് ചെയ്തത് 1857. ഞാൻ പറഞ്ഞപ്പോൾ 19 ആണ്. 1857 ക്രിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, റൈറ്റ് ആൻസർ ഇസ് 1857, ഓപ്ഷൻ 2. Now, which of the following statement represent main functions of UGC? UGCയുടെ മെയിൻ ഫങ്ഷൻസ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെക്കഗ്നിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അപ്പോയിന്റ്മെന്റ് ഓഫ് വൈസ് ചാൻസലർ, ഗീവിംഗ് ഗ്രാന്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ, മേക്കിംഗ് സ്റ്റേറ്റ് ഗവൺമെന്റ് റെസ്പോൺസിബിൾ ഫോർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്. ഇതിൽ നമ്മൾ നോക്കിയാൽ തന്നെ റൈറ്റ് അവേ നമുക്ക് പറഞ്ഞൂടെ UGCയുടെ ഫംഗ്ഷൻ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ്. UGC ഒരിക്കലും വൈസ് ചാൻസലറെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ്. രണ്ടാമതായിട്ട് UGCക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആക്കാവുന്ന യാതൊരു സിറ്റുവേഷനും ഇല്ല. സോ ഈ രണ്ട് ഓപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 1, 2 and 4. 1, 2 and 4. ദിസ് ഇസ് ദി റൈറ്റ് ആൻസർ. അതായത് റെക്കഗ്നിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യുക, അതേപോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രാൻസ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനാണ് ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇത് മൂന്നുമാണ് UGCയുടെ മെയിൻ ഫങ്ഷൻസ്. Then the main aim of faculty recharge scheme of UGC. UGCയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഫാക്കൽറ്റി റീചാർജ് സ്കീം. ഈ ഫാക്കൽറ്റി റീചാർജ് സ്കീമിന്റെ മെയിൻ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അഡ്രസ് ദി ഷോർട്ടേജ് ഓഫ് faculty in higher education institutions, upgrade the teaching skills of faculty, upgrade the research infrastructure for faculty in colleges and universities, strengthen the academia industry linkage. എന്തായിരിക്കും ഈ സ്കീം? ആ സ്കീമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, ഫാക്കൽറ്റി റീചാർജ് സ്കീം. അതായത് ഇത്തരം സ്കീമുകൾ ഒരുപാട് UGCക്ക് ഉണ്ടാവും, പക്ഷെ നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചതിന്റെ ആൻസറിലേക്ക് പോവുക. ടീച്ചർ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക, ഫാക്കൽറ്റി ഇംപ്രൂവ്മെന്റ് ആണ്, അല്ലാതെ ഫാക്കൽറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ല, ഹയർ എഡ്യൂക്കേഷന്റെ ഷോർട്ടേജ് ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊന്നുമല്ല. ഫാക്കൽറ്റി റീചാർജ് ആണ്. സോ ഫാക്കൽറ്റീസിന്റെ ടീച്ചിങ് സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ്സ് എടുക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ പർപ്പസ്. Then, which of the following is an online storehouse of all academic awards like certificates, diploma, degrees, mark sheets, etc.? ഏതാണ്? Okay, National Academic Depository, right. അടുത്ത ക്വസ്റ്റ്യൻ. Name the scheme which facilitates academic and research collaboration between Indian institutions and best institution in the world. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ടൈപ്പിൽ റിസർച്ച് പ്രൊമോഷൻ ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്, അതിനെയാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് Ministry of Human Resource Development or Ministry of Education. The scheme aims for improving research ecosystem in India's higher education institutions by facilitating academic and research collaboration between Indian institutions and the best institutions around the world. അതായത് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള ഒരുമിച്ച് ചേർന്നുകൊണ്ട് ടൈപ്പിലുള്ള റിസർച്ച് പ്രപ്പോസൽസ് പ്രൊമോട്ട് ചെയ്യുക. സ്പാർക്കിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഓർക്കുക, ബേസിക് എയിം എന്ന് പറഞ്ഞാൽ 2 വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് 600 റിസർച്ച് പ്രപ്പോസൽ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് സ്പാർക്ക് എയിം ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ ഫോറിനിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസും ടൈപ്പിലുള്ള റിസർച്ച് കൊളാബറേഷൻസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് റിസർച്ച് പേപ്പേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്പാർക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. Then, which of the following is a non-conventional learning program in higher education? Non-conventional learning program. Can say SWAYAM. SWAYAM is a non-conventional learning program or platform. Then, identify the scheme which aims to encourage social science research in policy relevant areas. ഏത് സ്കീമാണ്? It's a spelling mistake.
ഓക്കെ, പോളിസി റെലവെന്റ് ഏരിയാസിലെ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയുള്ള ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ICSRന്റെ ഇംപ്രസ് സ്കീമാണ്. നമ്മൾ ഓൾറെഡി ഇംപ്രസിനെ പറ്റി പറഞ്ഞതാണ്. ഓക്കെ, ഇമ്പാക്ട്ഫുൾ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്, ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. ദെൻ സ്വയം ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം. സ്വയം എന്താണെന്നുള്ളത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സെയിം കൺസെപ്റ്റ് ആണ്. NMEICTയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞ് NMEICT റൈറ്റ് ആൻസർ ഏതാണ്? NMEICT is an acronym for National Mission on Education through Information and Communication Technology. So that is option 2. Then which of the following commission or committee which of the following commission or committee in the post-independent India had paid attention to all levels of education? So ആ ലിമിറ്റഡ് ഏരിയാസിൽ നിന്നും വീണ്ടും സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടിലാണ്. ഓക്കെ, യു ഗൈസ് ആർ റൈറ്റ്. കൊത്താരി കമ്മീഷൻ. ദെൻ പർപ്പസ് ഓഫ് ഗുരുകുലം. ഗുരുകുലത്തിന്റെ ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിംഗ് ക്വാളിറ്റി ആൻഡ് എക്സലൻസ്. അത് നമ്മൾ പറഞ്ഞതാണ്. ദെൻ ദി സ്കീം ഉന്നത് ഭാരത് അഭിയാൻ എയിംസ് ടു. ഉന്നത് ഭാരത് അഭിയാൻ എന്താണ്? UBA. ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻസ് ഇൻ കോളേജസ്, ലിങ്ക് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് ഇൻ കൺട്രി വിത്ത് അറ്റ്ലീസ്റ്റ് 5 villages, ഇൻക്രീസ് ക്വാളിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ഇൻക്രീസ് ദി നമ്പർ ഓഫ് കോളേജസ് ഇൻ ഇന്ത്യ. എന്താണ് ഇതിന്റെ പർപ്പസ്? ഓപ്ഷൻ 2 റൈറ്റ്. ഓപ്ഷൻ 2 ആണ്. അതായത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ 5 വില്ലേജുകളായിട്ടെങ്കിലും ടൈപ്പ് കൊടുക്കുക. അതുവഴി അവയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഷുർ ചെയ്യുക. ഇതാണ് ഉന്നത് ഭാരത് അഭിയാൻ എയിം ചെയ്യുന്നത്. ഓക്കെ, UBA 2.0 ഇസ് റണ്ണിങ്. നമ്മളതെല്ലാം പറഞ്ഞതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് ഹയർ എഡ്യൂക്കേഷൻ ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും കറന്റ് വരുന്ന കുറച്ച് ട്രെൻഡിങ് ടോപ്പിക്സ് ഉൾപ്പെടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് ഗോ ത്രൂ എവരിതിങ്. ഇതൊരു ഡ്രൈ ടോപ്പിക് ആയിരിക്കാം, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത്രയും ഏരിയാസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 3 റൈറ്റ് ആൻസേഴ്സ് എങ്കിലും നേടിയെടുക്കാൻ സാധിക്കും. ഇറ്റ്സ് എ ടഫ് ഏരിയ, ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഏരിയ എനിമോർ. പ്രീവിയസ്ലി നമുക്കത് ഈസി ഏരിയ ആയിട്ട് പറയാമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഈസി ഏരിയ അല്ല, ടഫ് ഏരിയ തന്നെയാണ്. സോ ഗീവ് യുവർ മാക്സിമം. ഇത്രയും ടോപ്പിക്കൽ ഏരിയാസ് എങ്കിലും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് പറയാനുണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? Please respond. Yes, sir. Okay, let's wind up. Go through. I will share the PPT. Go through it. And then doubts ഉണ്ടെങ്കിൽ അതിനുശേഷം to share ചെയ്യാം. Okay. Thank you everyone. Thank you for your time. We continue tomorrow. Bye.